ട്രിവാൻഡ്രം വന്നപ്പോൾ ഇറ്റ് ജസ്റ്റ് പ്യൂർലി ലുക്കിംഗ് ലൈക്ക് എ വില്ലേജ്, എ പ്രിമിറ്റീവ് വില്ലേജ്. കോഫി ഹൗസിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരിക്കും. അവിടെ എല്ലാവരും കൂടെ ക്രോസ് വേർഡ് പസിലാണ്, ഇംഗ്ലീഷ് പേപ്പർ എടുത്ത് ചെയ്യും. പ്രിയദർശനൊക്കെ വന്നിരിക്കും. ദെൻ കുറച്ച് മോഹൻലാൽ വരും. അപ്പോൾ 84 തുടങ്ങുമ്പം അന്ന് ഒരു ഫ്ലാറ്റിൻ്റെ 2 ബെഡ്റൂം ഫ്ലാറ്റിന് 2,80,000 രൂപയായിരുന്നു. 3 ബെഡ്റൂം ഫ്ലാറ്റ് 3.5 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഈ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആളില്ല. കാരണം ഇതിൻ്റെ പകുതി റേറ്റിന് വീട് വയ്ക്കാം. സർ സി പി രാമസ്വാമിയർ ആ കാലത്ത് വിഴിഞ്ഞം പോർട്ട് മൂട്ട് ചെയ്ത ആളാണ് 1940s. കാര്യം പോർട്ടിൻ്റെ ചുറ്റുമാണ് ഇപ്പോൾ സിറ്റി വളർന്നത്. ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന പല പദ്ധതിയിലും അദ്ദേഹം തുടങ്ങിയ പദ്ധതിയിലും ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതും ആ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരിക്കണമെന്നും അദ്ദേഹത്തിന് കത്ത് അയക്കുന്നതും ആ കത്ത് ഇന്ന് നമ്മുടെ റെക്കോർഡിലുണ്ട്. അവിടെ പോയി ആ സ്ഥലമൊക്കെ കണ്ടിട്ട് പറയും, ഇത് കേരളത്തിൽ നടക്കില്ല. നമ്മൾ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നമ്മളത് മാറ്റണം. നമ്മളെല്ലാം സർക്കാർ ചെയ്യണം എന്നുള്ള ചിന്താഗതി മാറണം. നമ്മളെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് വിഴിഞ്ഞം പോർട്ട് ഒരു സൈഡ് വളർന്നു വരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഈ നിമിഷത്തിനകത്ത് 400 കപ്പൽ വന്നു കഴിഞ്ഞു. 7 ലക്ഷം കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. എത്ര മാസം കൊണ്ട്? 10-11 മാസം കൊണ്ട്. നമുക്കിനി ഗേറ്റ് വേ കാർഗോ കൂടെ തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതി ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭയങ്കര എഫിഷ്യൻറ്റ് മാനാണ്. രാഷ്ട്രീയമില്ലാതെ ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ വിഷനറിയാണ്, സംസാരിക്കുന്ന കുറവാണ്, കേൾക്കുന്ന കൂടുതലാണ്, തീരുമാനം എടുക്കുന്ന ക്വിക്കാണ്. തെറ്റോ ശരിയോ എന്തായാലും ശരി നടന്നിരിക്കും. നിർമ്മല സീതാരാമൻ ഇതിൽ പറഞ്ഞ പോലെ നോക്കുകൂലിയാണ് കേരളത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർസെപ്ഷൻ പ്രോബ്ലം ഉണ്ട്. പുറത്തുള്ള സംസ്ഥാനത്തെ ആൾക്കാർ വിചാരിക്കുന്ന കേരളത്തിൽ പിടിച്ചു പറയും, നമ്മൾ യൂണിയൻ ആണെന്നും കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ആക്ച്വലി കേരളത്തിനെ പോലെ പീസ്ഫുൾ ആയിട്ട് വേറെ സ്റ്റേറ്റ് ഇല്ല. അന്ന് സാറ് മലേഷ്യയിൽ നിന്ന് കേരളത്തിൽ വന്നു പഠിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇവിടുന്ന് ആൾക്കാർ പല രാജ്യങ്ങളിലായി പഠിക്കുന്നത്. എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്? കാനഡയിലായാലും ശരി, ഓസ്ട്രേലിയയിലായാലും ശരി, പല രാജ്യത്തും പോയിരിക്കുന്ന കുട്ടികൾ പല സൂപ്പർ മാർക്കറ്റിലും പെട്രോൾ പമ്പിലും പല സ്ഥലത്തും ജോലി ചെയ്യണം. ഈ സിലബസ് അവർ പഠിക്കണം. അവർ പഠിച്ചാലേ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മെനക്കേട് അവർക്ക് എടുക്കാൻ തയ്യാറല്ല. അവർ ജാംബാവിൻ്റെ കാലത്ത് പഠിച്ച അതേ സബ്ജക്റ്റാണ് ഇന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേരും ഈ ജാംബാവിൻ്റെ സബ്ജക്റ്റും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരിടത്ത് എത്തൂല. ഇപ്പം നമ്മളിവിടെ മെസ്സിയെ കൊണ്ടുവരാൻ പറയുന്നു. കൊണ്ടുവരുന്നതിന് തെറ്റൊന്നുമില്ല. മെസ്സിയെ കൊണ്ടുവരുമ്പം ആ സ്പോൺസേഴ്സിന് 200-250 കോടി രൂപ ചിലവാണ്. ഇത്രയും രൂപ മുടക്കുന്ന സ്പോൺസേഴ്സിന് ഒരു 10% എമൗണ്ട് നമുക്ക് കേരളത്തിലെ കുട്ടികൾ, ഹോസ്റ്റലിലെ കുട്ടികൾക്കും മറ്റവർക്കും ഇച്ചിരി നല്ല രീതിയിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത്, നല്ല രീതിയിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്, നല്ല രീതിയിൽ കോച്ചിനെ വെച്ച് ഓടിച്ചാൽ ഈ കുട്ടികൾ ഇതിനാലും പെർഫോം ചെയ്യും. പൊട്ടിറ്റു പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റു ബിസിനസ്സുകളെ പറ്റിയോ മറ്റു പ്രസ്ഥാനങ്ങളെ പറ്റിയോ അല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തിനെ പറ്റിയാണ്. ട്രിവാൻഡ്രം ഒരു ക്യാപിറ്റൽ സിറ്റി മാത്രമല്ല, ഒരു റോയൽ ഹിസ്റ്ററി കൂടെ ഉള്ളൊരു നാടാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് മറ്റു സിറ്റികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം ഒരു പ്ലാൻ ഡെവലപ്ഡ് സിറ്റിയാണോ? എന്നാലും പല പ്രോജക്റ്റുകളും ഇപ്പോഴും ഡിലേ ആണ്. എന്താണ് ട്രിവാൻഡ്രത്തിന്റെ ഫ്യൂച്ചർ? അതുപോലെ ട്രിവാൻഡ്രത്ത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? പുതുതായി വരാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ. ഈ വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. അതുപോലെ ഈ വലിയ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫേവറേറ്റ് ഓഡിയോ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം തിരുവനന്തപുരത്തെ പറ്റി സംസാരിക്കാനും അതിന്റെ ഭാവിയെ പറ്റി സംസാരിക്കാനും ഉള്ളത് SN രഘുചന്ദ്രൻ സാറാണ്. രഘുചന്ദ്രൻ സാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. അതുകൂടാതെ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറും കേരള ക്രെഡായി അസോസിയേഷന്റെ കൺവീനിയർ ജനറൽ കൂടിയാണ്. നമുക്ക് രഘുചന്ദ്രൻ സാറിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സാർ. താങ്ക് യു. ട്രിവാൻഡ്രം ഒത്തിരി പറയാനുണ്ട്. ഇപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം 1970 മുതൽ 2025 വരെയുള്ളൊരു ജേണി ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഒരു 70s കാലം പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു റോയൽ ആ ഒരു ഇതിന്ന് മാറി വരുന്ന ഒരു ടൈമാണ്. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മലേഷ്യ. ഞാൻ സ്കൂളിംഗ് ഒക്കെ അവിടെയാണ് പഠിച്ചത്. അപ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ലേറ്റർ വെൻ നോർമലി എവറിബഡി ഇൻ മലേഷ്യ ദേ ഗോ ഔട്ട് ടു ഡു സ്റ്റഡീസ്. സോ ഓൾ മൈ ഫ്രണ്ട്സ് യൂസ് ടു ഗോ ടു നിയർ ബൈ കൺട്രീസ് ലൈക്ക് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സംതിങ് ലൈക്ക്. ഐ ഓൾസോ വാസ് പ്ലാനിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എൻ്റെ മദർ വാസ് വെരി ഇൻസിസ്റ്റൻറ്റ് ദാറ്റ് ഐ മസ്റ്റ് കം ടു ഗോ ടു ഇന്ത്യ ആൻഡ് സ്റ്റഡി. അതുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ വാസ് റണ്ണിങ് എ ബിഗ് സ്കൂൾ ദർ ഇൻ മലേഷ്യ itself. ഞാനാണ് മൂത്ത ആൾ ആൻഡ് മൈ ബ്രദർ ഈസ് എ യങ്ങർ വൺ. ബോത്ത് ദി ഡിഫറൻസ് ഇസ് ഓൺലി 1 year. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഐ വാസ് വെരി റിലക്റ്റൻറ്റ് ടു ഗോ. മൈ മദേഴ്സ് ഫിയർ ഈസ് ദാറ്റ് അവിടുന്ന് ഉള്ള കുടുംബത്തിലുള്ള മലയാളി കുട്ടികൾ വേറെ നാട്ടിൽ പോയിട്ട് വരുമ്പം അവർ
വേറെ ആൾക്കാരെ കല്യാണം കഴിച്ച് വരുന്നു. ഷീ ഹാഡ് ദിസ് പാരനോയിഡ് തിങ് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഷീ വാസ് വെരി ഇൻസിസ്റ്റന്റ് ദാറ്റ് നോ, യു ഹാവ് ടു ഗോ ടു. മൈ ഫാദർ വാസ് മോർ ഓഫ് എ liberal and modern person. But finally he convinced me, saying, Mama is so particular. Why don't you go to India and go to... I have not been to Kerala. Till the age of 18, we have never come here, ഓ ഓക്കെ. even for holidays. അങ്ങനെ ഇരുന്നപ്പോൾ my father said, worry ചെയ്യണ്ട, ഊട്ടി is a beautiful place. You can study in Bangalore, Garden City എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ അങ്ങോട്ട് അയക്കുന്നത്? Then you send me to your hometown. Let me go there. So he called his friend and told him to get an admission. And that time the admission was almost coming through. So അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഞാൻ അന്ന്, my father's friend who was staying in Shangumugam, he stays at Shangumugam, and he was in the transport. And my father was incidentally was one of the earlier days he passed out BA BL ആയിരുന്നു ആ കാലത്ത്. So he BA studied from intermediate college, which is arts college, and his BL is from law college in Trivandrum. At that time was AG's office. Then he got into job and service. അന്ന് സോൾട്ടർ സാഹിബ് എന്നൊരു സാഹിബ് ഉണ്ടായിരുന്നു. ആ സാഹിബ് recruited only people who are graduates and others into the transport thing. Well, they went and then slowly he grew up and he was in transport. He was starting as a transport thing. And അത് ഈ 1970s no, it wasn't earlier than. Really, I was born in 1950s, even before that. And then they were all part of the union and all that. And my father was interacting more with the union leaders. And finally he decided that he'll quit it. Because by the time one of the union person became the chief minister was Pattandanulla. This is all my അച്ഛൻ പറഞ്ഞ കഥയാണ് കേട്ടോ. And then he left and came to Malaysia. As usual, a lot of people go. അവിടെ വന്ന് ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചു. He started school. അപ്പോൾ അത് അവിടെ നിന്ന് കട്ടിങ് ദ സ്റ്റോറി ഷോർട്ട്, അപ്പോൾ അത് ഇവിടെ വന്നു. That was, I remember the day it was on August 4th I flew out from Malaysia. And that also, we were near to Singapore. അപ്പോൾ സിംഗപ്പൂരിലാണ് ഫ്ലൈ ചെയ്യുന്നത്. I flew and the flight comes into Chennai. അപ്പോൾ ചെന്നൈ വരുന്നു. ഒരു ദിവസം അവർ ചെന്നൈ താമസിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് വിടുന്നു. സോ അന്ന് തിരുവനന്തപുരത്ത് August 5th ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. സോ I was used to all that. നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മാറി വരുമ്പോൾ ആദ്യമായിട്ട് ചെന്നൈ you could at least see some difference. ട്രിവാൻഡ്രം വന്നപ്പം it just purely looking like a village, a primitive village. വന്ന് ഇറങ്ങി, my father's friend took me and he said it's only nearby. He took me to his house right on the place where you have the Shangovan temple. ആ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് പുള്ളി ഒരു വീട്ടിൽ താമസിക്കുന്നത്. ബട്ട് എവറിഥിങ് ഇസ് ഏലിയൻ ടു മീ. ഒരു ടോട്ടൽ കൾച്ചറൽ ഷോക്കാണ്. ബട്ട് ഐ ജസ്റ്റ് കുഡ് ഗെറ്റ് അലോങ് ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ മൈ മദർ ആൻഡ് ഫാദർ യൂസ് ടു സ്പീക്ക് മലയാളം. ബട്ട് ഐ കാൺ ബി വെരി ഫ്ലുവൻറ്റ്. സോ കുറേ ഇംഗ്ലീഷൊക്കെ ചേർത്ത്. That evening he took me to the Shangovan temple. That's the first temple I prayed in India. Okay. And then he said, I'll take you to the town. അപ്പോൾ അപ്പോൾ ഈ ടൗൺ വേറെ ഉണ്ടോ? ടാക്സി ഹയർ ചെയ്ത് ഈ ബ്ലാക്ക് ആൻഡ് യെല്ലോ ടൈപ്പ് ഓഫ് ടാക്സി. he said your mother is staying in his mother's house in പഴവങ്ങാടിയാണ്. So I don't know this place and all. So he took me to one place and then stopped the car and said, right opposite is your mother's house. You just walk in and your mother's sister and all will be there. അങ്ങനെ അവിടെ ചെന്ന് ഈ ഡോറ് തുറന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ they suddenly found one stranger walking into the house. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എന്നാരുടെ പേരിൽ മദറിൻ്റെ പേരൊക്കെ പറഞ്ഞു. അയ്യോ അക്കൻ്റെ മോനാണോന്നൊക്കെ പറഞ്ഞു. they were so kind and we spent 5-10 minutes and ഒരു പ്ലസൻട്രീസ് എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ കയറി. നെക്സ്റ്റ് ഡേ he said I'm taking you to a college where you're going to get admitted. ഈ കാർ ഇങ്ങനെ ഓടിച്ച് പോവുക. മരുഭൂമി എന്ന് പറഞ്ഞാൽ മരുഭൂമി. അത് ശംഖുവനത്തിനവിടെ വന്നു. ഓൾ സെയിൻസ് കോളേജ് പറഞ്ഞു, ഇത് ഓൾ സെയിൻസ് കോളേജാണ്. ഞാൻ വാട്ട് ഈസ് ദാറ്റ് കോളേജ്? അത് സ്ത്രീകളുടെ കോളേജാണ്. പിന്നെ ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇതോ കണ്ടോ പൊക്കോളെ ഇവിടെ നിന്നാണ് റോക്കറ്റ് വിടുന്നത്. ഞാൻ ജീവിതത്തിൽ റോക്കറ്റ് പോലും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്തിയപ്പോൾ കാണാം ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇതാണ് കോളേജ്. ഞാൻ തോന്നുന്നു ഒരു ഐസൊലേറ്റഡ് ബിൽഡിങ് വിതൗട്ട് എനി കോമ്പൗണ്ട് വാൾ. എവിടെയായിരുന്നു? സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ്, തുമ്പ. അവിടെ കോളേജ് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് നിർത്തി. അതിലൊരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു വേറെ മലേഷ്യൻ person also was there to join the college. What they do is father ഒരു ഫോം തന്നിട്ട് you have to fill up the form. This typically for the Kerala University. അപ്പോൾ ആ ഫോം ഇങ്ങനെ ഫില്ല് ചെയ്തു. അവനും ഫില്ല് ചെയ്യുന്നുണ്ട്. ആൻഡ് some of the things we know, some we don't know. തിരിച്ചു കൊടുത്തു. അപ്പോൾ ഫാദർ ഐക്യര, very nice person, but at the same time he can get angry or annoyed, you can say. ഈ ഫോം നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, what is this? Why you not filled up this column? No. അപ്പോൾ we were wondering what is he talking about.
My friend also was wondering. His name is Peter Benjamin. So we looked at the form. The column happens to be caste. ഓക്കെ Religion column. So we know he's Hindu, he wrote Christian. But this column we don't know. മലേഷ്യയിൽ ഈ കോളമേ ഇല്ല. അവിടെ റേസിന് അഞ്ഞ കോളമേ ഉള്ളൂ. റേസ് എന്ന് പറഞ്ഞാൽ either you're Indian, a Chinese or Malay. ഈ കാസ്റ്റ് എന്ന കോളം ഞാൻ ജന്മത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. So I told father, we don't have this column in my place where I studied. And no. Father said, this is very important. Kerala University has to have this column filled up. So I said, Father, I don't know what to do. Then he read my name and said, you S.N. Raghunathan Nair. Write Nair. But Father, that's my last name. It's got nothing to do with it. So I was under the impression this column is last name. That's what I wrote under the impression. So my friend also is there. He gave this form back. We form എടുത്തപ്പം father got angry. Why do you write Nair in this column? He said, sir, we are both from Malaysia. So all I said. അപ്പോൾ അദ്ദേഹം പറഞ്ഞു no. Where are you staying? അപ്പോൾ പറഞ്ഞു സാർ എനിക്ക് അറിഞ്ഞൂടാ. I see, he was broken Malayalam. He said, sir, I stay near the old airport. The airport, there's a bridge into the sea. അപ്പോൾ ഫാദർ പറഞ്ഞു വലിയതുറ. Yeah, there's a church there. Oh, okay. You write Latin. No. My second language is French, not Latin. No. Our father got really flabbergasted and he said, no. You write Latin, you will write Nair. So after some time he came out. So our end of I remember that word he said, Raghu, this is a very crazy country here. Some mad fellows are asking us to write something. We also don't know what it is. That's really speaking, we never knew. And I was put into the hostel. He was a day scholar. And there's only one bus at the time which comes from Trivandrum to St. Saviour's, which goes to Perumadura. And that Perumadura bus goes only back in the evening. Okay. So it's like you are in no man's land and you have totally sea in the front and some coconut trees. And you can hear the sound of the sea and the waves. And in the hostel in the night you sleep, you can hear the bashing of the waves and all. So my hostel mates were there. They all were new. We were put into, the Malaysian students were put in a different hostel. അപ്പോൾ ആ ഹോസ്റ്റലിൽ സാറിന് കോട്ടയത്ത് നിന്ന് വരുന്നവർ, കോട്ടയം, ഓർ പീപ്പിൾ ഹു കം ഫ്രം ബാംഗ്ലൂർ എന്ന് കഴിഞ്ഞാൽ കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ഹോസ്റ്റൽ എന്ന് കഴിഞ്ഞാൽ 2 പേര് ഒരു റൂം ഷെയർ ചെയ്യും. അങ്ങനെ ആ ഹോസ്റ്റലിൽ വന്നു. I came into a room. I once saw one fellow. So he said, hello. I said, hello. So what group are you in? I said, I don't know, but they told me something like second group or something. That group also I was not sure. So he said, fine. And later on we went on and he finished. When the year it was eventful, I was finding nothing to do. So I was playing hockey for Malaysian schools. Even playing for the district, for the state schools and then Malaysian schools. So I said, why there's no hockey here? So I called a couple of, some guys have played, some guys have not played. I'm going to hockey team undaki. So adu veche PD Joseph sir ennu പറഞ്ഞ PD ഉണ്ടായിരുന്നു. So he was so helpful. അവിടെ മുതലാണ് ഈ ഹോക്കി ടീം വരുന്നതും ഹോക്കി കളിക്കുന്നതും. And then later I got into the university team and state team ഒക്കെ പോയത് അതിലാണ്. അവിടുന്ന് this story was because I met a lot of people during that cross section. And the hostel also I met one person. His father was sick and we had gone to see his father. And later his father passed away. And later there was a huge crowd. So I don't know who it is. Then I came back and asked these people. I asked him, why is there so much of him? He said, my father is a poet. I know this father. So his father happens to be Vaila Ramavarma. After a week, my local guardian took me to Kollam to see my father's house. It is an ashramam Nanjasalata. So one of my roommates was staying there. His father is in Kollam. So it was, I think, during a weekend. So he said, there's no phone. So he said, my father is performing in the temple. Well, so he said, in temple, what your father perform? No, he's a storyteller. Well, I'm a storyteller. I said, I'm hearing for the first time. What is a storyteller? I told my cousin, I went to Kollam and stayed back. I was meeting my cousins all for the first time. So they put me on a cycle. We cycled to the temple. There's a huge crowd in the Ashramam temple. Later I realized this man which I met is കഥാപ്രസംഗം സാംബശിവൻ. അങ്ങനെയാണ് ഈ ഓരോ ആൾക്കാരെ വ്യക്തികളെ കാണാൻ തുടങ്ങിയത്. So what I'm saying, during the journey, without you knowing, you started bumping into people, bumping into various types of families,
അതാണ് ജേർണി സ്റ്റാർട്ട് ചെയ്ത്. ദെൻ ഫ്രോം ദയർ കെയിം ഔട്ട് ഫ്രോം ദയർ ഫിനിഷ് ഓഫ് came to university. At the time I had a sports quota. I was not a great scholar or anything. And then university, the Kerala University finals വന്നപ്പം I lost to Evanis. അപ്പം I was, at the time after college, I was getting offers from Evanis to join them. And from Fatima College, Kollam. So I said no. Evanis, നമ്മൾ തോറ്റത്. I will not go there. And my friend who was with me called Thomas Cherian, he's from the Mukkadans family. എവിടെ പോകാൻ ജോയിൻ ചെയ്യണം, വി ഡിസൈഡ് വിൽ ജോയിൻ യൂണിവേഴ്സിറ്റി കോളേജ്. സോ യൂണിവേഴ്സിറ്റി കോളേജ് ഇൻസിഡൻ്റലി ഇസ് എ പ്ലേസ് വേ യു ഹാവ് ഇസ് മെറിറ്റ്. എന്ത് കോഴ്സ് ഉണ്ടെന്ന് ഞാൻ പോയി കോളേജ് ചോദിച്ചു, വാട്ട് ആർ ദ കോഴ്സസ് യു ഹാവ്? അപ്പോൾ ഗേവ് മി എ ബ്രോഷർ ആൻഡ് സെഡ്, ദീസ് ആർ ദ കോഴ്സസ്. സോ ഐ സെഡ് BSc ജിയോളജി, PSc സുവോളജി, BSc ബോട്ടണി, BSc മാത്തമാറ്റിക്സ്, കെമിസ്ട്രി. അപ്പോൾ ഞാൻ ഏതിലാണ് മാത്സ് ഇല്ലാത്തൊരു കോഴ്സ്. അപ്പോൾ അവിടെ ഇതിൽ അതിൽ ദെൻ ഐ സെഡ്, വാട്ട് ഇസ് ദിസ് കോഴ്സ്? This is BSc Geology. ഞാൻ കൊള്ളാമല്ലോ, കേട്ടിട്ട് കൊള്ളാം. വാട്ട് ഈസ് ഇറ്റ്? ഐ ഡോണ്ട് നോ. സോ ഐ സെഡ്, അയ്യോ അത് 14 സീറ്റേ ഉള്ളൂ, വെരി ടഫാണ്. സോ ഐ ഗേവ് മൈ ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ദി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. ഐ ഗോട്ട് ഇൻ ടു സ്പോർട്സ് കോട്ട ഇൻ ടു ദാറ്റ് 14 സീറ്റ്. ആ കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്താണ് മൈ സീനിയേഴ്സ് വർ ബാലേന്ദ്ര മേനോൻ ആൻഡ് ഓൾ ദോസ് ക്രൗഡ് വാസ് ദാറ്റ് സൈഡ്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ വ്യത്യാസം എന്താ അറിയാം? നമ്പർ വിളിക്കും, പ്രസിഡന്റ് സാർ എന്ന് പറയും, എഴുച്ചു നിന്ന് പറയണം. യൂണിവേഴ്സിറ്റി കോളേജിൽ അറ്റൻഡൻസേ ഇല്ല, നോ അറ്റൻഡൻസ്. അപ്പോൾ അവിടെ നമ്മളൊരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. സോ ഹൃദയകുമാരി ടീച്ചറാണ് എടുക്കുന്നത്. അപ്പോൾ ടീച്ചർ വന്നിട്ട് പറയും, ദോസ് ഹു വാണ്ട് ടു സിറ്റ് ഇൻ മൈ ക്ലാസ് ക്യാൻ സിറ്റ്, ദോസ് ഹു വാണ്ട് ടു ലീവ് ക്യാൻ ലീവ്. പടപടാണ് ആൾക്കാർ പോകും, ഒരു 10 എണ്ണം നിൽക്കും. ഷീ ഈസ് വെരി ക്ലിയർ ദാറ്റ് ദോസ് ഹു ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ക്യാൻ സ്റ്റേ ബാക്ക്. അങ്ങനെ തന്നെ വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഈ യൂസ് ബി സാറും ഈ ക്ലാസ് എടുക്കും. ആ സമയത്ത് ONV കുറുപ്പ് സാറുണ്ട്, നരേന്ദ്ര പ്രസാദ് ഉണ്ട്. സോ വി യൂസ് ടു മീറ്റ്. അത് കഴിഞ്ഞ് കോഫി ഹൗസ് ഉണ്ട് അവിടെ. അവിടെ ചെന്നപ്പം വി സ്റ്റോളി ഫൗണ്ട് ദേഴ്സ് എ പ്ലേസ് ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മാവിൻ്റെ മൂട്ടിയിരിക്കും, കോഫി ഹൗസിൽ പോയിരിക്കും. അപ്പോൾ കോഫി ഹൗസ് പോയപ്പോൾ അതൊക്കെ ഹോക്കി ടീമൊക്കെ അവിടെ വന്ന്, അവിടുത്തെ ഹോക്കി ടീം നല്ലതാണ്. ആ ഹോക്കി പ്ലേയേഴ്സുമായിട്ട് അടുപ്പം വന്നു. ആ സമയത്ത് ചെറിയാൻ ഫിലിപ്പ് ഉണ്ട് in that college. He was the contesting for union chairman. Thomas Abraham, ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജ്, he is contesting for another. He is SFI, this guy is KSU. അപ്പോൾ ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഇരിക്കുമ്പം ഫസ്റ്റ് 2 ഡേയ്സിനകത്ത് ക്ലാസ്സിലിരിക്കുമ്പം ഭയങ്കര ബഹളം. ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ഹാപ്പനിങ്? ഐ ഓൾസോ ഗോട്ട് വറീഡ്. അപ്പോൾ അടുത്തിരുന്ന നത്തിങ്, സമരമാണോ? ഞാൻ സമരം, വാട്ട് ഈസ് ദിസ് സമരം? ഷീ സെഡ്, സമരം മീൻസ് സ്ട്രൈക്ക്. ഞാൻ സ്ട്രൈക്ക്, വാട്ട് സ്ട്രൈക്ക്? നോ ക്ലാസ്. I'm very happy, no class. So I said, for what? I don't know. We don't know about it. KSU strike. ഇങ്ങനെയാണ് പറയുന്നത്. So this is how they were saying. So in this college is practically fully unionized college. So we have Priyadarshan there. A lot of people from the cinema industry, from the IAS level. Like while I was studying, we have people like Bharat Bhushan, Nalini Netto. അപ്പോൾ ഈ കോഫി ഹൗസിൽ പോകുമ്പോൾ നമ്മളവിടെ ചെന്നിരിക്കും. അവിടെ എല്ലാവരും കൂടെ ക്രോസ്വേർഡ് പസിലാണ്, ഇംഗ്ലീഷ് പേപ്പർ എടുത്ത് ചെയ്യും. പ്രിയദർശനാക്കി വന്നിരിക്കും. ദെൻ കുറച്ച് മോഹൻലാൽ വരും. ഹി ഓൾസോ യൂസ് സിറ്റ് വിത്ത് us. ഈസ് MD കോളേജ്. അങ്ങനെയുള്ള ഒരു ലൈഫാണ് തുടങ്ങിയത്. സോ ദാറ്റ് ടൈം വാട്ട് ഐ ഫൗണ്ട് ഇൻ ദറ്റ് പീരിയഡ്, വാട്ട് ഐ എം ട്രൈ ടു ടെൽ യു ഈസ്, ആ പീരിയഡിലുണ്ടായിരുന്ന വ്യത്യാസം, ദ ബോണ്ടിങ് ബിറ്റ്വീൻ ദ ഫ്രണ്ട്സ് ആൻഡ് ബോണ്ടിങ് ബിറ്റ്വീൻ ഐ ലോസ് ഓൾ മൈ സ്കൂൾ മേറ്റ്സ്. ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രോം സെൻറ്റ് സേവിയേഴ്സ് ഓൺലി. അപ്പോൾ പുതിയ സുഹൃത്തുക്കളാണ് വരുന്നത്. കുറേ പേര് ഹോക്കി വഴി പരിചയപ്പെട്ടു, ഹോസ്റ്റൽ വഴി പരിചയപ്പെട്ടു, കോളേജിൽ വരെ. അന്ന് എൻ്റെ കോളേജിൽ ഒരു ചെറുപ്പക്കാരൻ സാറ് പഠിപ്പിക്കാൻ വന്നു സെൻറ്റ് സേവിയേഴ്സിൽ. അപ്പോൾ അങ്ങനെ പാൻറ്റ് കേട്ടു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്ന് നമ്മളായിട്ട് ഭയങ്കര കമ്പനി കൂടും. സോ ദെൻ ക്ലാസ് ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കടപ്പുറത്ത് പോയിരിക്കാം അല്ലേ. ആ സാറ് പിന്നെ ഈ സാറുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സായി ഞങ്ങൾ. സാറിപ്പോൾ ഒത്തിരി പ്രായം, അറ്റ് ദ ടൈം ഹി വാസ് ബി 30s or something like that. ആ സാറാണ് മധുസൂദൻ സാറ്, കവി. ഓക്കെ. അങ്ങനെ സാറുമായിട്ട് ഇന്നും ഞാൻ വി കീപ്പ് ഇൻ ടച്ച്, വെരി ക്ലോസ് ഫ്രണ്ടാണ്. ഈ ഒരു ബോണ്ടിങ് വന്നത് ബിക്കോസ് ദ റീസൺ ഈസ് ദിസ് നോ മൊബൈൽ ഫോൺ. വെരി റയർലി യു ഹാവ് ടെലിഫോൺസ്. വീട് കുറവാണ്. ദർ ഇസ് നോ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ദർ ഓൺലി റേഡിയോ. യു ഹാവ് റേഡിയോ സിലോൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഷോർട്ട് വേവ് ആൻഡ് മീഡിയം വേവ്. ഇതല്ലാതെ വേറെ ഒന്നും കേൾക്കാക്കത്തില്ല. ആൻഡ് ദാറ്റ്സ് ഹൗ യു സ്റ്റാർട്ടഡ് യുവർ തിങ്. ആൻഡ് ദെൻ യു ഗോ, ദ ഓൺലി എൻ്റർടൈൻമെൻറ്റ് ഈസ് ഗോയിങ് ടു ശ്രീകുമാർ തിയേറ്റർ ആൻഡ് വാച്ചിങ് മൂവീസ്. ദാറ്റ് വാസ്, അവിടെ മാത്രമേ ഇംഗ്ലീഷ് മൂവി, ഹിന്ദി മൂവി വരുള്ളൂ. 70 മൂവി ആദ്യമായിട്ട് കാണുന്നത് ന്യൂ തിയേറ്ററിലാണ്. So what I'm saying is, if you look at the time that I started, by the time I joined University College, I was staying in my mother's house. That is in Paravangadi proper. So morning, ഞാൻ രാവിലെ നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നിൽക്കും.
So I asked him, why you standing like this? I asked, my uncle was there. Tamburan Pampo. So I said, what is Tamburan? He said, രാജാവ് കിങ് എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു 7:25 ആകുമ്പം രാജാവിൻ്റെ കാർ ഇങ്ങനെ വരും. പ്ലൈമൗത്ത് എന്ന് പറഞ്ഞൊരു കാറും ഇങ്ങനെ വന്ന് പുള്ളി കാറിൻ്റെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ പോകും. അപ്പോൾ ആൾക്കാരെല്ലാം നിന്ന് മുണ്ടിങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞ് തൊഴും. മൈ അമ്മാവൻ ഓൾസോ യൂസ് ടു ഡു ദാറ്റ്. ഇങ്ങനെ ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് താന്ന് ഓൾമോസ്റ്റ് യു ബെൻഡ് 45-50 degrees and then you get up. അങ്ങനെയാണ് അത്. എന്നിട്ട് മഹാരാജ് തിരിച്ച് 8 മണിക്ക് he goes to Padmanabhaswamy temple. That's how I heard about this king. Then I started learning more about this person. അപ്പോൾ അവർ പറഞ്ഞു ഈ മഹാരാജാവാണ്, ഈ നമ്മുടെ പണ്ട് പത്മനാഭപുരത്താണ് അവരുടെ ആദ്യത്തെ രാജാവിൻ്റെ ബേസ്. ആൻഡ് ലേറ്റർ ദേ റീഷിഫ്റ്റഡ് ദ ബേസ് ടു ട്രിവാൻഡ്രം ആൻഡ് ദേ ആർ സ്റ്റേയിങ് ഇൻ കൗഡിയാർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ, എൻ്റെ മദർ കൊച്ചിലെ കുറേ കഥ പറഞ്ഞു. മൈ മദേഴ്സ് great grandfather, father were all palace administrators. Okay. So I've heard a lot about this Maharaja and family. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവരെ പറ്റിയ ഒരു ഭയങ്കര ഒരു മതിപ്പും എന്തോ ഒരു സംഭവം. ഐ ഫീൽ ദാറ്റ് ഇവർ വേറെ ഇവിടെ നിന്ന് വന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഓൾവേസ് ഫീൽ ഗ്രേറ്റ് അബൌട്ട് ദം, അബൌട്ട് വെൻ ഐ ഹിയർ അബൌട്ട് ദ കോൺട്രിബ്യൂഷൻ ദേ ഹവ് ഡൺ ഇൻ. So the journey was, so that's a time when you see the roads. അന്നത്തെ റോഡിൽ this only, you do not imagine the Pazhavangadi Overbridge road is a single lane road. അതെ. സോ ബുള്ളറ്റ് കാർഡ്സ് പോകുന്ന കാണാം. പിന്നെ സിനിമ വരുമ്പം കൈവണ്ടി കൊട്ടും ബഹളമായിട്ട് അന്ന് പടം യു ഗോ ടു തിയേറ്റർ, പാട്ട് പുസ്തകം ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കാണാം. ഐ കാൺ റീഡ് മച്ച് മലയാളം, ബട്ട് ഐ ഹവ് സീൻ ഓൾ ദീസ് മൂവി ബിക്കോസ് വി വർ അറൗണ്ട് ദ മൂവി തിയേറ്റേഴ്സ്. സോ ദിസ് ഫ്രം ദർ ഇറ്റ് വെൻറ്റ് ഓൺ ആൻഡ് ഓൺ. അപ്പോൾ നമ്മൾ ആ ജേർണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യു സ്റ്റാർട്ടഡ് ഒബ്സർവിങ് ദ സിറ്റി. ബട്ട് ഓൾ ദിസ് ഒബ്സർവേഷൻ ഐ നെവർ ന്യൂ ദാറ്റ് ഇറ്റ് വിൽ കം ടു മൈ റീകോൾ വാല്യൂ വെൻ ഐ കെയിം ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ടു ദി ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ്. കാരണം അപ്പോഴും നമ്മൾ അവിടെ കഴിഞ്ഞു. ദെൻ യു പഠിക്കാൻ പോയി, പിന്നെ ജേർണലിസം പഠിക്കാൻ പോയി ഇൻ ദ പ്രസ് ക്ലബ്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് യു വെൻറ്റ് ഫോർ, ഐ സ്റ്റഡി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഭാരതീയ വിദ്യാഭവൻ. ദെൻ ഗോട്ട് എ ജോബ്. First I started with a travel agency in Bullymood. Then I got in Hindustan Lever, working in Chennai, and then Chala. From Hindustan Lever I joined the government department, geology department. Geology work ചെയ്തു സർക്കാരിൽ. അമ്മ പറഞ്ഞു സർക്കാർ ജോലി എടുക്കണം. ജിയോളജി I was getting good pay. അപ്പോൾ ഇത് വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ. സോ അമ്മ പറഞ്ഞു സർക്കാരിൽ ജോയിൻ ചെയ്താൽ വയസ്സുകാലത്ത് നീ ആരെയും പേടിക്കാം, നിങ്ങൾക്ക് പെൻഷൻ കിട്ടും, പിള്ളേരെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ദിസ് ഇസ് ദി സൈക്കോളജി ദേ ഹാവ്. ബൈ ടൈം മൈ പാരൻസ് ഹവ് കം ബാക്ക്, ദെൻ സഡൻലി ഡ്യൂറിങ് ദി ജിയോളജി ഡേയ്സ് I was getting fed up with the department because it was not going the way I wanted. Corruption levels are high and the ethics wise and all that I was not comfortable. So I wanted to quit. അപ്പോൾ ഞാൻ ഇവിടെ അന്ന് എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന സിറ്റിയിലാണ്. സോ ഐ വാസ് ലുക്കിംഗ് ഔട്ട് ഇൻലീഗൽ മൈനിങ്, വൈഡ്യൂരെ കാണണം, എവിടെയായിരുന്നു? മേലാങ്കോട്, വെള്ളനാട്, ഭയങ്കര ജംപ് സ്റ്റോൺ മൈനിങ് ഉണ്ട്. അതൊക്കെ പിടിക്കാൻ എൻ്റെ സീനിയർ ഓഫീസറുണ്ട്, അയ്യപ്പൻ എന്ന് പറഞ്ഞ്, അദ്ദേഹത്തിന് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ബട്ട് വെൻ യു ഗെറ്റ് ആൻഡ് വെൻ ദി ബോസ് we caught a lot of people, and when we were returned, when he writes to the director that he should be that he should be given recognition or I was going for the employment exchange. He should, but the director was not very keen. He posted me into a Korani forest in Attingal. അവിടെ പറഞ്ഞു യു ആർ ഗുഡ് ഇൻ മിനറൽ, സോ യു ഗോ ഇൻ ടു മിനറൽ എക്സ്പ്ലോറേഷൻ. നമ്മൾ ചെന്ന ഒരു ആറ്റിൻ്റെ കരയിൽ നിന്ന് കുറേ പേരെടുത്ത് മണ്ണെടുത്ത് ഇങ്ങനെ പാറ്റി നോക്കണം, അതിൽ വടിയുടെ ഉണ്ടാവണം. അങ്ങനെ ഗോട്ട് ഫെഡ് ആ പേപ്പർ വായിച്ച് ഒരു ദിവസം നോക്കിയപ്പോൾ വൺ കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ എ സെയിൽസ് മാനേജർ. സോ മൈ ഹിന്ദുസ്ഥാൻ ലിവർ വാസ് ദേ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പം SBIന് എനിക്കൊരു, ഞാൻ അന്ന് SBI ടെസ്റ്റ് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അത് ക്ലറിക്കൽ പോസ്റ്റാണ്. അപ്പോൾ അതും വന്നു. ഈ ഇന്നത്തെ കുട്ടികളുള്ള പോലെ എനിക്ക് ഭയങ്കര, ഐ വാസ് വെരി കൺഫ്യൂസ് ഓൾസോ. മൈ മദർ വാസ് വെരി ഇൻസിസ്റ്റൻ്റ് ദാറ്റ് ബാങ്ക് എടുക്കാവും, ബാങ്ക് ആയിരിക്കും നല്ലത്. മൈ ഫാദർ വാസ് വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു ദിവസം അമ്മ കിടന്ന് ഉറങ്ങുമ്പം ഞാൻ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഫാദർ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, സി യു ലുക്ക് അറ്റ് 2 things. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ക്ലാസ് മോണിറ്റർ, സ്കൂൾ ക്യാപ്റ്റൻ, ഹെഡ് ബോയ് ഓഫ് ദ സ്കൂൾ, മലേഷ്യയിലെ അതായി വന്ന് ഹെഡ് ബോയ്, പിന്നെ ഹോക്കി ക്യാപ്റ്റൻ, ഇവിടെയും വന്നപ്പോൾ ഹോക്കി ക്യാപ്റ്റനൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്നതല്ല, ബിക്കോസ് യു ആർ ഗിവിങ് ദ പോസ്റ്റ് ഓഫ് എ സെയിൽസ് മാനേജർ. മറ്റിടത്ത് യു ആർ ഗോയിങ് ആസ് എ ക്ലറിക്കൽ പോസ്റ്റ്.
അപ്പം എൻ്റെ ഫാദർ എപ്പോഴും ഒരു ഫിലോസഫിക്കൽ മാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഹാവ് ടു ഡിസൈഡ് വെദർ യു വാണ്ട് ടു ബി സെർവൻ ഇൻ ദ ഹെവൻ ഓർ എ മാസ്റ്റർ ഓഫ് ഹെൽ. ബാങ്ക് ഹെവനാണ്, പക്ഷേ യു ആർ ഓൺലി ലോവർ ലെവൽ, യു ആർ ജസ്റ്റ് എ സെർവൻറ്റ്. മറ്റിടത്ത് നമ്മളെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്, ജോലി ചെയ്യില്ലെങ്കിൽ തട്ടിക്കളയും. ബട്ട് യു ആർ ദ മാസ്റ്റർ. അപ്പം യു ഹാവ് ടു ഡിസൈഡ് മാസ്റ്റർ ആവണോ സെർവൻ്റ് ആവണോ. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, നമ്മൾ ഇത്രയും നാളിൽ റിസ്ക് എടുക്കാം. ഐ ടു ഡിസൈഡ് ടു പ്ലഞ്ച് ഇറ്റ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ SI എന്ന് പറഞ്ഞ കമ്പനി ജോയിൻ ചെയ്യുന്നതും. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ബിൽഡേഴ്സാണ് അവർ. ആ കമ്പനി ജോയിൻ ചെയ്യുന്നതും കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പോസ്റ്റ് ചെയ്യുന്നത്, ആദ്യമായിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് പ്രോജക്റ്റ് 84 തുടങ്ങുന്നത്. അതാണ് തുടക്കം. അപ്പോൾ 84 തുടങ്ങുമ്പം ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത്, അന്ന് ഒരു ഫ്ലാറ്റിൻ്റെ 2 ബെഡ്റൂം ഫ്ലാറ്റിന് 2,80,000 രൂപയായിരുന്നു. 3 ബെഡ്റൂം ഫ്ലാറ്റ് 3.5 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഈ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആളില്ല. കാരണം ഇതിൻ്റെ പകുതി റേറ്റിന് വീട് വയ്ക്കാം. ലാൻഡ് കോസ്റ്റ് ഇസ് വെരി ലെസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് ജോയിൻ ചെയ്ത ശേഷം ഞാൻ നോട്ടീസ് ചെയ്തത്, നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് പോയി വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ഫോളോ ചെയ്യും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുമ്പം നമ്മൾ പറഞ്ഞു, ഈ സ്ഥലത്ത് ഒരു 100 ഫ്ലാറ്റോളം വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ പദ്ധതി വരുമ്പോൾ സാറിൻ്റെ ഇവിടുത്തെ എക്സ്പാൻഷൻ സ്കീം, ഓഗ്മെൻറ്റിങ് സ്കീമിൻ്റെ അകത്ത് ഇതും കൂടെ മനസ്സിൽ കണ്ടോളണമെന്ന് പറയും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, പാലം കിടക്കുമ്പോൾ നോക്കിയാൽ പോരെ, ഇപ്പോഴേ നമ്മൾ നോക്കി ഇത്രയും രൂപ മുടക്കി ഈ പ്രോജക്റ്റ് വരുന്നു, അതിനുവേണ്ടി ഇന്ന് 100 ഫ്ലാറ്റ് വരുന്നു, അതിനുവേണ്ടി കേബിൾ ഇടുന്നു, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം. അതായിരുന്നു അന്നത്തെ ചിന്താഗതി. ദീർഘവീക്ഷണമേ ഇല്ലായിരുന്നു. ബിക്കോസ് ദേ കനോട്ട് തിങ്ക് ബിയോണ്ട്. അവർക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് ഈ റോയൽ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. റോയൽ ഫാമിലി അന്ന് ഇൻഫ്ലുവൻസ് ഇല്ല. കാര്യം അപ്പോഴത്തേക്കും റോയൽ ഫാമിലി മാറിക്കഴിഞ്ഞു. അപ്പം നമ്മളൊക്കെ വരുന്ന സമയത്ത് ഐ തിങ്ക് ദാറ്റ് ടൈം ഇറ്റ് വാസ് അച്യുത മേനോൻ, സംബഡി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അന്ന് K. കരുണാകരൻ, അച്യുത മേനോൻ, അതായിരുന്നു. അപ്പോൾ ആ കാലത്ത് റോയൽ ഫാമിലി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇന്ന് നിലവിൽ കാണുന്ന വാട്ടർ സപ്ലൈ അന്നത്തെ കാലത്ത് രാജഭരണകാലത്ത് വന്നൊരു സാധനമാണ്. ദ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. അതേ ഡിവാനായിരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാ പദ്ധതിയും വന്നത്. ബിക്കോസ് ആ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കേരളത്തിൽ ഇല്ലാത്ത വ്യവസായമില്ലായിരുന്നു. കേരള വാസ് ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിരുന്നു. ടൈറ്റാനിയം, ട്രാൻ റബ്ബർ വർക്ക്സ്, കുണ്ട്ര സെറാമിക്സ്, FACT, ഇതുപോലെ ഒരു 100 കമ്പനീസ് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രാജഭരണകാലത്ത്. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വെരി ക്ലിയർലി ദാറ്റ് കേരളത്തിൽ ഒരു നിക്ഷേപം ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിരുന്നു. ഓർ മേ ബി ട്രാവൻകൂർ സ്റ്റേറ്റാണ്, നമുക്ക് ഫുൾ സ്റ്റേറ്റിന് പറയാൻ പറ്റില്ല. ആ ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ കാലത്ത് ഈ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം കേരളം ഒരിക്കലും ഒരു നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല. ഇറ്റ് വാസ് എ ഫ്രണ്ട്ലി സ്റ്റേറ്റ്. ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ, താപ്പ ഗ്രൂപ്പ് എല്ലാം ഇവിടെ വന്നില്ലേ. അപ്പോൾ ആ കാലത്ത് ഒരു ഡാൽമയും ബെർലയും ഒക്കെ വന്നു. ഈ ഗോളിയർ ആൻസ്യൂട്ടേക്ക് ദ ബെർല ഗ്രൂപ്പ്. അപ്പോൾ ഇവരെല്ലാം ഇവിടെ വന്നു. ടാറ്റ ഓയിൽ മിൽസ് ഇൻ കൊച്ചിൻ, അത് ടോം കോ എന്ന് പറയും, ടാറ്റ ഓയിൽ മിൽസ്. ആ സ്ഥലത്താണ് ഇപ്പം പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റ് കോട്ടിയാട് എന്ന് പറഞ്ഞ് നിങ്ങൾ ബോൾഗാട്ടി കയറുമ്പോൾ കാണുന്ന അത്രയും ഫ്ലാറ്റില്ലേ, അതെന്ന് പറയുന്നത് ഇവരുടെ പ്രോപ്പർട്ടിയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, എവ്രി ടാറ്റ ടു ബെർല ടു ഡാൽമിയ ടു എവറിബഡി വാസ് ഡൂയിങ് ബിസിനസ് ഇൻ കേരള. അപ്പോൾ കേരളം അവർക്കൊരു ആകർഷിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പം എവറിത്തിങ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കിയാൽ, വെള്ളത്തിൻ്റെ ആയാലും ശരി, ഇലക്ട്രിസിറ്റി, നമുക്ക് പള്ളി വാസൽ പ്രോജക്ട്സ്, മറ്റേ ഓൾ ദീസ് തിങ്സ് എല്ലാം ആക്ച്വലി നോക്കുമ്പം രാജഭരണകാലത്തുണ്ടായിരുന്ന റോഡ്, ഇന്ന് നമ്മൾ കാണുന്ന കൗടിയാർ റോഡ്, അതേ വീതി അന്നത്തെ കാലത്ത് ഈ വീതി കണ്ടിരിക്കുന്നത്. ആ റോഡൊക്കെ ആ കാലത്ത് കോൺക്രീറ്റ് റോഡ്സ് ആയിരുന്നു. ഇപ്പം തിരിച്ച് നമ്മൾ കോൺക്രീറ്റ് റോഡ് ചെയ്യുകയാണ്. കോൺക്രീറ്റ് റോഡ്സ് വരെ ഫ്രോം ഹിയർ. നമ്മൾ അന്ന് കന്യാകുമാരി ഡിസ്ട്രിക്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിലേക്ക് പോലും നമ്മൾ കോൺക്രീറ്റ് റോഡ്സ് ആണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് റോയൽ ഫാമിലിയുടെ ഉണ്ടായിരുന്ന സമയത്ത് ദീർഘവീക്ഷണം കൂടുതലായിരുന്നു, അതുപോലെ അവർക്ക് ദീർഘവീക്ഷണം കൂടുതലായിരുന്നു. ഞാൻ ആ സമയത്ത് മനസ്സിലാക്കുന്ന എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യം, സർ CP രാമസ്വാമി അയ്യർ ആ കാലത്ത് വിഴിഞ്ഞം പോർട്ട് മൂട്ട് ചെയ്ത ആളാണ് 1940s. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു പോർട്ട് വേണം, കാര്യം പോർട്ടിൻ്റെ ചുറ്റുമാണ് ഇപ്പോൾ സിറ്റി വളരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് പോർട്ട് സിറ്റിയാണ്, അന്ന് രാജഭരണമാണ്.
അപ്പോൾ ആ പോർട്ട് അവിടെ വരണമെന്നും ആ പോർട്ട് അവിടെ ഒരു പോർട്ടിന് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു സായിപ്പുമായിട്ട് കണ്ട് സായിപ്പിനെ കണ്ടിട്ടൊക്കെ മനസ്സിലാക്കിയ കാര്യം. എന്നിട്ട് അദ്ദേഹം വേറെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഈ വിഴിഞ്ഞം പോർട്ടും വെള്ളായണി കായലും തമ്മിൽ ഘടിപ്പിക്കാനായിട്ട് ഒരു കനാൽ, ഒരു സുവേസ് കനാൽ പോലെ ഈ കനാൽ വഴി വേണം കടൽ വരുന്ന കപ്പൽ ഇൻ ദി ഇവൻ്റ് ഓഫ് ബാഡ് വെതർ, കാലാവസ്ഥ മോശമായി, അത് ബീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഇടുക. യുദ്ധം വരുന്നു, കപ്പലൊന്നും പുറത്ത് കാണാതിരിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതിനകത്ത് അവർക്കുണ്ടായിരുന്ന അന്നത്തെ ഏറ്റവും വലിയ ഒരു കോൺട്രവേഴ്ഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ കടലാണ്, ഇത് ഫ്രഷ് വാട്ടർ, രണ്ടിൻ്റെയും ബോയൻസി ലെവൽ വേറെയാണ്. ആ ബോയൻസി ലെവലിൽ കൂടെ അദ്ദേഹം ഒരു സായിപ്പിനെ കൊണ്ട് എങ്ങനെ ഈ ബോയൻസി മെർജ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച ഒരാളാണ് ആ കാലത്ത്, ദോസ് ഡേയ്സ്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ വരുന്നതും ഇവിടുത്തെ ലോക്കലായിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് പ്രോബ്ലം വരുന്നത്, അദ്ദേഹം വിട്ടുപോകുന്നതൊക്കെ. പക്ഷേ ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന പല പദ്ധതിയിലും, അദ്ദേഹം തുടങ്ങിയ പദ്ധതിയിലും, ആൻഡ് ഇൻക്ലൂഡിങ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, നമ്മൾ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അന്ന് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതും സ്വന്തമായിട്ട് കേരളത്തിൽ ഒരു മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അങ്ങനെ തിരുവാങ്കൂർ യൂണിവേഴ്സിറ്റി ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതും ആ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരിക്കണം അദ്ദേഹത്തിന് കത്ത് അയക്കുന്നതും. ആ കത്ത് ഇന്ന് നമ്മുടെ റെക്കോർഡിലുണ്ട്. ആ ഐൻസ്റ്റൈൻ തിരിച്ച് മറുപടി അയക്കുന്നു, എനിക്ക് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ ഞാനിപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അതിൻ്റെ അസൈൻമെൻറ്റ് എടുത്തുപോയി പറഞ്ഞ ലെറ്ററുകളുണ്ട്. സോ സീ ദ ലെവൽ. ഒരു ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരാളിനെയാണ് വൈസ് ചാൻസലർ ആക്കുന്നത്. ആ തിങ്കിങ് ആണ് അവർക്കുണ്ടായിരുന്നത്. സോ നമ്മൾ നോക്കുമ്പം ഏത് വികസനത്തിനും നമുക്ക് വിഷൻ വേണം. അപ്പോൾ നമ്മളിപ്പോൾ അന്ന് ഉണ്ടാക്കിയ വാട്ടർ സപ്ലൈ ഇന്ന് വർഷം എത്രയായി? ഇന്നും ഈ വാട്ടർ സപ്ലൈയിൽ നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡ് നമ്മൾ വെള്ളയമ്പലത്തുണ്ട്. ഈ വാട്ടർ സപ്ലൈ ഇവിടെ നിന്ന് വന്നു, ആ സെയിം വാട്ടർ സപ്ലൈയിലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇത്രയും കാലത്തിനകത്ത് ഇത്രയും പോപ്പുലേഷൻ കൂടി, ആൾക്കാർ താമസം കൂടി, ഇത്ര വീട് വന്നു, എന്നിട്ടും ആ വാട്ടർ സപ്ലൈ ആണല്ലോ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്ന് സർ CPM ആൾക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആൾക്കാർ പറയും ഈ ഒരു ബ്രാഹ്മിൻ ഒരു ആയൊക്കെ എന്തോ ഭ്രാന്ത് കാണിക്കുന്നത്. ബിക്കോസ് ആ കാലഘട്ടത്തിൽ പുള്ളി മെഡിക്കൽ കോളേജിന് സ്ഥലം എടുത്തത്, ഇപ്പോൾ ഇരിക്കുന്ന മെഡിക്കൽ കോളേജ് ആ സമയത്ത് ഭയങ്കര കാടായിരുന്നു. ഇത് 300 or 400 acres എടുത്തത്. ആ 400 acres എടുത്തിട്ട് മെഡിക്കൽ കോളേജ് പണിയുമ്പം തിരുവനന്തപുരത്തുള്ളവർ പറഞ്ഞു, ഇത് എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്, ഇത് ആര് പോയി കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് ചെസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത് പുളിയനാർ കോട്ട ചെസ്റ്റ് ഡിസീസ്. അദ്ദേഹം പറഞ്ഞത് ചെസ്റ്റ് ഡിസീസിന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ വേണം, അപ്പോൾ കുന്നിൻ്റെ മുകളിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ദാറ്റ് ഈസ് പുളിയനാർ കോട്ട, TB സാനിറ്റോറിയം ഒക്കെ വരുന്നത്. ദെൻ ആയുർവേദ കോളേജ്, അവരൊക്കെ എന്താണ് അറിയുക. ഇവിടെയൊക്കെ ഇത് നമുക്കിപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അവർ മനസ്സിലാക്കണം, നമ്മൾ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പം നമുക്ക് പഠിത്തം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല വിവരമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾ, പഠിത്തവും വേണ്ട വിവരവും വേണ്ട, യാത്ര ചെയ്യുന്ന ആൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ മാത്രം മതി. നമുക്കൊരു വിശ്വാസം വേണം. ഇപ്പോൾ എനിക്ക് നല്ല ഡിഗ്രി ഉണ്ട്, പഠിത്തമുണ്ട്, എനിക്ക് വിവരം കൂടുതലുണ്ട്, പക്ഷെ എനിക്കത് ആ ഒരു സാധനം ദീർഘവീക്ഷണത്തോടെ കാണാൻ പറ്റാത്ത ഒരു കാര്യം ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും പുറത്തു പോകുന്നുണ്ട്, എല്ലാവരും ലോകം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വെളി രാജ്യത്ത് പോകുമ്പം ആ രാജ്യത്ത് ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ഇവിടെ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാണ് ആലോചിക്കുന്നത്. ചില കാര്യം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇവിടെ കൊണ്ടുവരാം, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവിടെ പോയി ആ സ്ഥലമൊക്കെ കണ്ടിട്ട് പറയും, ഇത് കേരളത്തിൽ നടക്കില്ല. നമ്മൾ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നമ്മളത് മാറ്റണം. എനിക്ക് പൊതുവെ തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അത് ഭയങ്കര സമാധാനപരമാണ്, ട്രാഫിക്കുകൾ കുറവാണ്, ഒരു സ്ലോ പേസിൽ പോകുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ തിരുവനന്തപുരം. പക്ഷേ കൊച്ചി അങ്ങനെയല്ല. കൊച്ചി ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബിസിയാണ്, ഭയങ്കര സ്പീഡിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം കൊച്ചിയും തമ്മിൽ എടുക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു പയ്യെയുള്ള വളർച്ച, ഒരു പയ്യെയുള്ള പോക്ക്, അതൊരു നല്ലൊരു ബുദ്ധിപരമായ തീരുമാനമാണോ? എനിക്ക് തോന്നുന്നത് അത് ബൈ ഫേറ്റ് ആണ്. നമ്മളെപ്പോഴും പറയും, ഈ കുത്തനെയുള്ള വളർച്ചയും ആ വീടുന്നും അതുപോലെ ആയിരിക്കും. ഈ ഗ്രാജുവൽ ഗ്രോത്ത് ആണ് എല്ലായിടത്തും സസ്റ്റൈനിങ് ഗ്രോത്ത് എന്ന് പറയും. ആക്ച്വലി അന്ന് സർ CP രാമസ്വാമി ഇരിക്കുമ്പോൾ കാലത്ത് ഈ ന്യൂ ദ പൊട്ടൻഷ്യൽ ഓഫ് കേരള. അപ്പോൾ അന്ന് ട്രാവൻകൂർ സ്റ്റേറ്റ് ആയിരുന്നു, നമ്മൾ കേരളമാണ് പറയാൻ, ട്രാവൻകൂർ സ്റ്റേറ്റ് ആണ്. അദ്ദേഹത്തിന് ട്രാവൻകൂർ സ്റ്റേറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ള വിഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രോം കന്യാകുമാരി ടു ആലുവ ആയിരുന്നു അന്നത്തെ ഒരു ജൂറിഡിക്ഷൻ.
അത് അതേമാതിരി ക്ലിയർ ആയിരുന്നു. അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ സ്റ്റേറ്റിനെയും പ്രിൻസ്ലി സ്റ്റേറ്റിനൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമാക്കുമ്പോൾ സർ CP രാമസ്വാമിയർ വാസ് നോട്ട് കീൻ ടു ഡു ദാറ്റ്. അദ്ദേഹത്തിന് ട്രാവൻകൂർ സ്റ്റേറ്റ് ടു ബി എ സെപ്പറേറ്റ് കൺട്രി. നമ്മൾ ഇന്ത്യയുടെ ഭാഗമാവത്തില്ല, നമ്മൾ സെപ്പറേറ്റ് രാജ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷനിൽ നമ്മൾ ട്രാവൻകൂർ സ്റ്റേറ്റ്, അന്ന് ചിലപ്പോൾ കേരളം ഇല്ല, ട്രാവൻകൂർ സ്റ്റേറ്റ് തന്നെ എടുത്തിട്ട് സെപ്പറേറ്റ് രാജ്യമാക്കുമ്പോൾ ആ രാജ്യം ഇന്ന് എന്തായിരിക്കും? ജസ്റ്റ് സീ വാട്ട് ഇസ് സിംഗപ്പൂർ. അപ്പോൾ അത് ശരിയോ തെറ്റാണുള്ളതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള വിഷനായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. കേരള വിക്കെയിം, കൊച്ചി മലബാർ എല്ലാം ഒന്നായി കേരളം വന്നു. ഒക്കെ ശരിയാണ്. അപ്പോൾ അതിനകത്ത് കുറേ പോളിറ്റിക്കൽസ് ആണ്. നമുക്ക് പോളിറ്റിക്സിലൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള ഒരു സാധ്യതകളെ പറ്റി അദ്ദേഹത്തിന് കണ്ട പോലെ അദ്ദേഹം കണ്ട സാധ്യതകളൊന്നും നമുക്കിവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മളിപ്പം കേരളമായി 1956 കേരളം ഉണ്ടായി. അത് കഴിഞ്ഞപ്പം വന്ന ഭരണം എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഭരണമാണ്. അപ്പോൾ നമ്മൾ ആ ഭരണം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. ഞാനിപ്പം ഈ ചേംബർ ഓഫ് കോമേഴ്സിൽ വന്ന ശേഷം അല്ല അതിന് മുമ്പേ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇവിടെ വരുമ്പം തിരുവനന്തപുരം എന്ന ഒരു സിറ്റി, നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ക്വയറ്റ് സിറ്റി. നമ്മൾ എവിടെ പോയാലും ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ഭയങ്കര ആശ്വാസമാണ്. അല്ലെങ്കിൽ ബസ്സിൽ പോയി തിരിച്ചു വന്ന് ട്രെയിനിൽ വന്നാലും തിരിച്ചു വരുമ്പോൾ നാട്ടിൽ വന്നല്ലോ എന്നൊരു ആഗ്രഹം, ആ ഒരു സന്തോഷമുണ്ട്. അത് വരാനുള്ള കാരണം നമുക്ക് നമ്മുടെ പേസിന് ഒത്തു പോകുന്നൊരു സിറ്റിയാണ്. അതുകൊണ്ടാണ് ആ സിറ്റിയുടെ ഇത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റി വളർന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് ഗ്രോത്ത് എന്ന് പറയുന്നത്, ആ ഇരിക്കുന്ന ഗ്രോത്ത് നമ്മളെ സസ്റ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഗ്രോത്തിന് വേണ്ടി ബാറ്റ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു നേതാവില്ലായിരുന്നു. കാര്യം നമുക്ക് ഇവിടെ 140 MLAs ഉണ്ട്. അവരെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരത്ത് 14 MLAമാരുണ്ട്. ഇവരെല്ലാം ഇവിടെ വരുന്നു, താമസിക്കുന്നു, അസംബ്ലി കൂടുന്നു. അവർ കഴിഞ്ഞ് അവരവരായിട്ടുള്ള മണ്ഡലത്തിലാണ് അവർ പോകുന്നത്. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അവർ നോക്കുന്നത്. തിരുവനന്തപുരത്തിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു തലസ്ഥാന നഗരം എന്നുള്ള മനസ്സിൽ കാണാനായിട്ട് പലരും കൊണ്ട് പറ്റിയിട്ടില്ല. അത് ഏത് ഗവൺമെൻറ് ആയാലും, UDF ആയാലും ശരി, LDF ആയാലും ശരി, തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു തലസ്ഥാനമായിട്ട് കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയുള്ള അലൊക്കേഷൻ, അതിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ, അതിന് വേണ്ടി ഒരു മന്ത്രി ഇടാനായിട്ട് ഒരു മന്ത്രിസഭയിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കൊന്ന് ശ്രീ AK ആൻ്റണി ഇരുന്ന സമയത്താണ് ഒരു ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്നിട്ട് 200-250 കോടി രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവന്നത് ശ്രീ ബാബു ജേക്കബ് സാറാണ് അത് ഡ്രൈവ് ചെയ്തതും. അങ്ങനെയാണ് ഈ പൂഞ്ച് ലോയിഡ് കമ്പനി വരുന്നതും. നമ്മളിപ്പോൾ നിലവിൽ കാണുന്ന 42 കിലോമീറ്റർ റോഡ്, നമ്മളെ റോഡില്ലേ ആ റോഡ് വീതി കൂട്ടിയതും, ആ പുതിയൊരു ടാറിങ് മെത്തഡോളജി കൊണ്ടുവരുന്നതും, റോഡിന് കംപ്ലീറ്റ് ജംഗ്ഷൻസും ഇടയ്ക്ക് ചെടി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ. അതൊക്കെ തിരുവനന്തപുരത്ത് വന്നത് അന്ന് പൂഞ്ച് ലോയിഡ് എന്ന് പറഞ്ഞ കമ്പനി ആണ് വന്നത്. അങ്ങനെ ഒരു ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ് ഭാഗമാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമുക്ക് ഇന്ന് എടുത്ത് പറയാം തിരുവനന്തപുരത്ത് തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് ഒരു നേതാവും വരില്ല. കാര്യം പൊളിറ്റിക്കൽ പാർട്ടിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് സീനിയർ ലീഡേഴ്സാണ്. ഇൻവേരിയബിളി UDF ആയാലും LDF ആയാലും സീനിയർ ലീഡേഴ്സ് തിരുവനന്തപുരംകാരല്ല. ഓക്കെ, കാരണം അവർക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡുള്ള ഏരിയയിലാണ് അവർ കൂടുതലുള്ള പ്രസൻസ് എവിടെ ഉണ്ട്, അതിലോട്ടാണ് ഫോക്കസ് വരുന്നത്. തിരുവനന്തപുരത്തിന് അവർക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. നമുക്ക് 14 MLAമാരുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് 13 MLA LDFും 1 MLA UDFുമാണ്. പക്ഷേ ഇപ്പോൾ തിരിച്ചും വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെഡ് എന്ന് പറയുന്നത്, അവരുടെ ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ നിന്നുള്ള ആളല്ല. ശ്രീ K കരുണാകരൻ ലീഡറായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തീരുമാനിച്ചു ടു ദ ലേറ്റർ പാർട്ട് ഓഫ് ലൈഫ് കൊച്ചിയിൽ നമുക്കൊരു വിമാനത്താവളം വേണം. അങ്ങനെ സിയാൽ വരുന്നത്, കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം വേണം. അങ്ങനെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വരുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ആ രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആക്ടിവിറ്റിയും അദ്ദേഹത്തിൻ്റെ മോളൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. അദ്ദേഹം ഏത് സമയം നോക്കിയാലും കൊച്ചിയിലാണ്. മനസ്സിലായി. അപ്പം ഹീസ് ഫോക്കസ് വാസ് ഹി മേഡ് ഷുവർ ദാറ്റ് ഒരു സ്ഥലം നല്ല രീതിയിൽ പച്ച പിടിക്കണമെങ്കിൽ, നല്ല രീതിയിൽ അത് വളർന്ന് വരണമെങ്കിൽ അതിന് എയർപോർട്ട് വേണം. അപ്പോൾ അന്ന് കൊച്ചിൻ എയർപോർട്ട് എവിടെയാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ് അവിടെയാണ് എയർപോർട്ട്. അപ്പോൾ അന്ന് വലിയ പ്ലെയിൻ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വലിയ പ്ലെയിൻ ഇറങ്ങാതിരിക്കുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് 1932 വന്ന എയർപോർട്ടാണ്. 628 ഏക്കറേ ഉള്ളൂ. അന്ന് കേരളത്തിലുള്ള ആൾക്കാരെ മൊത്തം തിരുവനന്തപുരത്ത് വന്നിട്ടല്ലേ പോകുന്നത്. അത് പക്ഷേ അത് നല്ലതിന് ഞാൻ പറയത്തില്ല. കേരളം മൊത്തം വളരണം. കേരള ഹാസ് ടു ഗ്രോ. ഇപ്പോൾ കൊച്ചിയിൽ എയർപോർട്ട് വേണം, കോഴിക്കോട് വേണം. അപ്പം സെൻട്രൽ ഏരിയ കിട്ടി.
നോർത്ത് ഏരിയയിൽ കിട്ടി, ഇപ്പോൾ അവർ പറയുന്നു കണ്ണൂർ ഏരിയ വന്നു. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കാണുമ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുക്കുമ്പം 1932 എയർപോർട്ട് ക്ഷയിച്ച് താഴോട്ട് പോയി. കാര്യം അത് എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും താല്പര്യമില്ല, കേന്ദ്ര ഗവൺമെൻറ് വരുന്ന ആൾക്കാർക്കും ഈ എയർപോർട്ടിന്. അന്ന് VP സിംഗ് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. ആ സമയം ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സ്ഥലം എടുക്കുന്ന പോലും ഞങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, അത് ഞാൻ അന്ന് അതിൽ ആക്റ്റീവായി. ട്രിവാൻഡ്രം അജണ്ട ടാസ്ക് ഫോഴ്സ് എന്ന ഫോഴ്സ് ഉണ്ട്. അന്ന് IBS മാത്യൂസ് ആണ്, ഇന്നും അതേയാണ്. IBS മാത്യൂസ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അന്ന് ഈ MV രാവൻ സാർ വിളിച്ചു പറഞ്ഞു, ഈ എയർപോർട്ടിന് ഭൂമി എടുക്കുമ്പം അവിടെ കുറച്ച് പേർക്ക് പട്ടയമില്ല, അപ്പോൾ പണം കൊടുത്താൽ അവർ മാറിപ്പോവും. അങ്ങനെ ഞങ്ങൾ പണം എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഈ പണം എല്ലാം കൂടെ നമ്മൾ കളക്ടറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഇവർക്ക് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത്. ആ ഒഴിവാക്കിയ സ്ഥലത്താണ് ഇന്ന് എയർപോർട്ട് വന്നിരിക്കുന്നത്. സോ യു ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഈസ്. അപ്പം ഏത് കാര്യത്തിൽ നമുക്ക് ഇല്ലാത്ത എന്തായിരുന്നു? നമുക്ക് വിമാനത്താവളം ഉണ്ടായിരുന്നു, നമുക്കൊരു വിഴിഞ്ഞം പദ്ധതി വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് കണക്ടിവിറ്റി ടു കന്യാകുമാരി ലേറ്ററാണ് വന്നത്. ഇതെല്ലാം ഉണ്ട്. നമുക്ക് റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, റോഡ് കണക്ടിവിറ്റി ഉണ്ട്, വിമാന കണക്ടിവിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറ്റി? ഇതിനെ എക്സസൈസ് അതിനെ ലിവറേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലിവറേജ് ചെയ്യാതെ വന്നപ്പോൾ എന്ത് പറ്റി? നമ്മൾ മനസ്സിലാക്കണം, കാലം പതുക്കെ തിരുവനന്തപുരം ഉറങ്ങുന്ന സിറ്റിയായി മാറി. അപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്ക് പൊതുവെ ഒരു ധാരണ പറയുന്നത് തിരുവനന്തപുരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ല, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്കൊന്നും ആംബിഷനൊന്നും ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും സർക്കാർ ജോലിക്ക് പോകണം, അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യണം, പെൻഷൻ വാങ്ങിക്കണം, സുഖമായിട്ട് ജീവിക്കണം. ഇതാണ് ഒരു തോട്ട് എല്ലാവർക്കും വന്നത്. ഇതിൽ വ്യത്യാസം വന്ന് പലവരും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലാന്ന് പറയുന്നത്. പല പൊളിറ്റിക്കൽ പാർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പം അന്ന് KPP നമ്പ്യാർ ഇരുന്ന സമയത്താണ്, EK നാരായണ സാറിൻ്റെ സമയത്താണ് ആദ്യത്തെ ടെക്നോ പാർക്ക് നമ്മളിവിടെ വരുന്നത്. 90s ആദ്യമേ തുടങ്ങിയ ടെക്നോ പാർക്ക് ഇന്ന് എത്ര വർഷമായി നിങ്ങൾ നോക്കൂ. ഇന്നിപ്പോൾ നമ്മൾ എത്ര വർഷം കഴിഞ്ഞ് 2025 We are now 35 years in the techno park business, but we are having only 100,000 people. 1 ലക്ഷം പേരെ ഇതുവരെ ആയിട്ടുള്ളൂ. ബാക്കി സ്ഥലത്തുള്ള സംസ്ഥാനത്ത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂന, എത്ര ബിൽഡിങ്സ്, എത്ര കെട്ടിടങ്ങൾ. നമ്മളെ മലയാളീസ് എത്ര പേര് അവിടെ ജോലി ചെയ്യുന്നു. മലയാളി കുട്ടികൾ എല്ലാം അങ്ങോട്ട് പോയല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാം തുടങ്ങി വിടും. എന്നിട്ട് തുടങ്ങി വിട്ടിട്ട് അതിനെ സസ്റ്റെയിൻ ചെയ്യില്ല. കെൽട്രോൺ ഫസ്റ്റ് ടെലിവിഷൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേരളത്തിൽ. ഇന്ത്യ മൊത്തം ഏത് സിറ്റിയിൽ പോയാലും കെൽട്രോൺ TV, എയർപോർട്ടിൽ ഇരുന്നാലും കെൽട്രോൺ ടെലിവിഷനാണ്. പക്ഷെ അത് നമ്മൾ സസ്റ്റെയിൻ ചെയ്തില്ല. ആ കെൽട്രോണിനെ മാറ്റിയിട്ട് അവർക്ക് കമ്പ്യൂട്ടർ കയറായിരുന്നു. അന്ന് ആരും കമ്പ്യൂട്ടർ പ്രൊഡക്ഷൻ ഇല്ല. ഇവർ കമ്പ്യൂട്ടർ തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ഇത് ഒരാളുടെ വിഷനിൽ ഓടുന്ന സാധനമാണ്. അന്ന് KPP നമ്പ്യാർ സാറിൻ്റെ പീരീഡിലായിരുന്നു ഈ കെൽട്രോണും ടെലിവിഷനും ടെക്നോ പാർക്കും ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ഒരാളുടെ വിഷൻ അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അടുത്ത് വരുന്ന ആളുടെ ആ ഓണർഷിപ്പ് എടുക്കണം. സിമ്പിളായിട്ടൊരു കാര്യം. തിരുവനന്തപുരത്ത് ഫ്ലഡിങ് പാട് ഇപ്പം നല്ല മഴ പെയ്യുകയാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം വരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം ഏത് സമയം നോക്കിയാൽ പഴവങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ആ ഏരിയ ഏത് സമയം നോക്കിയാൽ വെള്ളം കെട്ടി നിന്നു, വെള്ളം പോകുന്നു. ജിജി തോംസൺ 2016 അദ്ദേഹം ചീഫ് സെക്രട്ടറി ആകുമ്പോഴാണ് അദ്ദേഹം വന്ന് ഓപ്പറേഷൻ ആനന്ദ തുടങ്ങുന്നത്. തീരുമാനിച്ചു എല്ലാ ഓടയും വൃത്തിയാക്കുക, എല്ലാ വെള്ളം പോകുന്ന കനാൽസ് വൃത്തിയാക്കുക. അപ്പോൾ വന്നപ്പോൾ ഓരോരുത്തർ കെട്ടിയിരിക്കുന്നു, പാലം കെട്ടിയിരിക്കുന്നു, ചെറിയ അമ്പലം വെച്ചിരിക്കുന്നു. പുള്ളി എല്ലാം ഇടിച്ച് കളഞ്ഞ്. പുള്ളി പറഞ്ഞ് ഇതൊന്നും പറ്റില്ല പറഞ്ഞ് മൊത്തം ഇടിച്ച് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തപ്പം പെട്ടെന്ന് കാണാൻ സിറ്റിക്ക് അത് ഫ്ലഡിങ് ഇല്ല. അപ്പം അങ്ങനെ ഒരു വിഷൻ വേണം. അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു, ഹൗ ഡിഡ് യു ഡു ദിസ്? അദ്ദേഹം എടുത്തത് ആർക്കൈവ്സിൽ പോയിട്ട്, അത് എൻ്റെ കയ്യിലെ പേപ്പറുണ്ട്, ആർക്കൈവ്സിൽ പോയിട്ട് അദ്ദേഹം എടുത്തൊരു പേപ്പറാണ് ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം ഫോർ തിരുവനന്തപുരം. ആരെടുത്ത് ചെയ്തിരിക്കുന്നു? സർ CP രാമസ്വാമിയർ. ആരിത് വരച്ചിരിക്കുന്നു? ഫെർഗൂസൺ എന്ന് പറഞ്ഞ എഞ്ചിനീയറാണ് സായിപ്പ്. വ്യക്തമായിട്ട് ഡ്രോയിങ് എടുത്ത് ഇത് എങ്ങനെയാണ് ഫ്ലഡ് വരാതിരിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും വർഷം മുമ്പ് അത് മാത്രം പുള്ളി ഫോളോ ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു 2040 ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഒരു മാസ്റ്റർ പ്ലാൻ ഓഫ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു. ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്ത് മാസ്റ്റർ 1971. ഓക്കെ, 71 മാസ്റ്റർ പ്ലാനാണ് 2024 വരെ പോയിക്കൊണ്ടിരുന്നത്. 53 വർഷം എടുത്ത് മാസ്റ്റർ പ്ലാൻ പുതുക്കാനായിട്ട്.
ആ മാസ്റ്റർ പ്ലാൻ പുതുക്കാൻ പോലും നമ്മൾ അന്ന് 1971 ചെയ്ത മാസ്റ്റർ പ്ലാനാണ്. അതിൻ്റെ അകത്ത് ടെക്നോ പാർക്കില്ല, അതിൻ്റെ അകത്ത് എയർപോർട്ടിൻ്റെ ബാക്കി സ്ഥലങ്ങളില്ല, അതിൻ്റെ അകത്ത് ഡിഫൻസ് സർവീസ് ഇല്ല, സദൻ എയർ കമാൻഡ് ഇല്ല, ഒന്നുമില്ല. 71 എന്ത് സ്ഥാപനങ്ങളുള്ള, മേ ബി കുറച്ച് ISROയുടെ സ്ഥലം കാണും. ബാക്കി ആ മാസ്റ്റർ പ്ലാൻ മൊത്തം നമ്മൾ കാണുന്ന എല്ലാം പച്ച നിറം മാത്രമേ ഉള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ കാലാകാലങ്ങളനുസരിച്ച് പുതുക്കാനായിട്ട് പോലും നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ 2040 ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, അതിൽ ബെറ്റർ ട്രാൻസ്പോർട്ട് എന്നുള്ളതും ആനറയിൽ വരുന്ന മൊബിലിറ്റി ഹബ്ബ്. അപ്പം ഇതൊക്കെ ഒരു വിഷണറിയോടുകൂടി ചെയ്തൊരു സംഭവമാണോ? ഇതിലൊരു പ്രോപ്പർ വിഷൻ? ആ മാസ്റ്റർ പ്ലാൻ ചെയ്യുമ്പം പല ഓർഗനൈസേഷൻ ഇടപെട്ടു. ഇപ്പം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തത്. നമ്മൾ ക്രിഡായി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ, അപ്പോൾ നമ്മളെ ഈ ബിൽഡേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ, ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ട് ഈ ആദ്യം ഇറക്കിയ ആദ്യത്തെ കരട് ഡ്രാഫ്റ്റ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കെട്ടാൻ പറ്റില്ല. അവർ അതിൻ്റെ അകത്ത് ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് സിറ്റിയിലേക്ക് കെട്ടാൻ പറ്റും, 3 നില കൂടുതൽ കെട്ടാൻ പാടില്ല എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇറക്കിയത്. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇത് ഒരു ലോജിക്കില്ല. നമ്മൾ ഔട്ട്സൈഡ് സിറ്റി പോകണമെങ്കിൽ നല്ല റോഡ് വേണം, നല്ല റോഡ് ഉണ്ടെങ്കിൽ ആൾക്കാർ വരുള്ളൂ, സിറ്റി വിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മിനിസ്റ്ററിൻ്റെ ചെന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ മന്ത്രിയായിരുന്ന ശ്രീ ശിവൻകുട്ടി എല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് ആ മാസ്റ്റർ പ്ലാൻ പുനഃപരിശോധിക്കാനും പിന്നെ പുതിയ മാസ്റ്റർ പ്ലാനിന് ഒന്നുകൂടെ ഇറക്കാനായിട്ട് പറ്റുക. ആ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഫ്യൂച്ചറിസ്റ്റിക്കാണ്, കാര്യം ഭാവിയിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാസ്റ്റർ പ്ലാൻ ഇറങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരത്തിനുള്ള 100 വാർഡിലേ ഉള്ളൂ, സിറ്റിയാണ്. ഈ മാസ്റ്റർ പ്ലാൻ വിഴിഞ്ഞം മുതൽ നാവായിക്കുളത്ത് വരുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ മാസ്റ്റർ പ്ലാൻ ഇല്ല, ഔട്ടർ റിംഗ് റോഡ് ഇല്ല. അപ്പം ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, ഞാൻ എപ്പോഴും ഞാൻ CM-നെ കാണുമ്പോൾ പറഞ്ഞു, സർ, കേരളത്തിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തും ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കണം. ഏത് സ്ഥലത്ത് എന്ത് വരാം, ഈ സ്ഥലത്ത് ഹോട്ടൽ വരാം, ഈ സ്ഥലത്ത് കമേഴ്ഷ്യൽ പ്ലേസ് വരാം, ഈ സ്ഥലത്ത് ഓപ്പൺ ഗ്രൗണ്ട് ആയിരിക്കണം, ഇത് സ്റ്റേഡിയം വരണം, ഈ സ്ഥലത്ത് ഹോസ്പിറ്റൽസ് വരാം. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാൽ ഫുൾ കേരള ഈസ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേരളത്തിന് പറയുന്നത്, ഞാൻ സ്റ്റഡി ചെയ്ത് കണ്ടു പറയാം. കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോഴും എല്ലാവരും ഇംഗ്ലീഷ് പറയും 38,834 സ്ക്വയർ കിലോമീറ്ററാണ് എന്ന് പറയും. നിങ്ങൾക്ക് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല, പഠിത്തം വിവരമുള്ള ആളിന് പോലും ഇത് ഈ എന്താണെന്നുള്ള മനസ്സിലാവില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഇപ്പോൾ പറഞ്ഞുതരാം. കേരളം എന്ന് പറഞ്ഞാൽ 96 ലക്ഷം ഏക്കറേ ഉള്ളൂ. നമുക്ക് 590 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ കടൽ തീരം. അവിടെ 200 മീറ്ററോളം CRZ ആണ്, അവിടെ പണിയാൻ പറ്റില്ല. 44 നദിയുണ്ട് കേരളത്തിൽ. നദിയുടെ ആവറേജ് നീളം എന്ന് പറഞ്ഞാൽ 64 കിലോമീറ്ററാണ്. 2800 കിലോമീറ്ററാണ് കേരളത്തിൽ നദിയുടെ 2 സൈഡും പണിയാൻ പറ്റില്ല, CRZ ആണ്. അത് നേരെ 100 മീറ്റർ ആണ്, ഇപ്പോൾ കുറച്ച് 50 മീറ്റർ ആക്കി. 1950 കിലോമീറ്ററാണ് ബാക്ക് വാട്ടേഴ്സ്. പിന്നെ ഞാൻ ഈ കുട്ടനാട് പോലുള്ള സ്ഥലമെല്ലാം അവിടെയും പണിയാൻ പറ്റില്ല. 32% നമ്മുടെ ഫോറസ്റ്റ്, ബാക്കി ഒരു 30% നമുക്ക് എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡാണ്. 1,70,000 കിലോമീറ്റർ റോഡുണ്ട്, 1050 to 1100 കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ട്. ഡെവലപ്ഡ് ആയിട്ടുള്ള വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, സിറ്റി. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ബാക്കി കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഭാവിയിലുള്ള തലമുറയ്ക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. കാര്യം ഇനിയുള്ളത് ഒരു 12 to 15 ലക്ഷം ഏക്കറേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ 15 ലക്ഷം ഏക്കറിൽ മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കും. അപ്പം നമുക്ക് ഇതിൽ കാണേണ്ട ഒരു കാര്യം, നമുക്ക് വേർട്ടിക്കൽ ഗ്രോത്തേ പറ്റുള്ളൂ, ആകാശത്തോട്ടേ വളരാൻ പറ്റുള്ളൂ. ഇപ്പോൾ സർക്കാർ പലപ്പോഴും ഞാൻ കാണുന്നത്, പലപ്പോഴും അനൗൺസ് ചെയ്യുമ്പോൾ പറയും 100 കുടുംബത്തിന് 3 സെൻറ്റ് വെച്ച് ഭൂമി കൊടുക്കാൻ പോകാൻ. ഞാൻ അപ്പോഴേക്കും പോയി, കാരണം കൊടുക്കുന്ന എനിക്ക് ദുഃഖമില്ല, കൊടുത്തോട്ടെ, വീട് കൊടുക്കണം. പക്ഷെ അവർക്ക് വേർട്ടിക്കൽ ഗ്രോത്ത് കൊടുത്താൽ ഈ 3 സെൻറ്റ് വെച്ച് 100 പേർക്ക് കൊടുക്കാൻ 300 സെൻറ്റായി. 300 സെൻറ്റ് 3 ഏക്കറാണ്. ഇത് ഇത്രയും 100 പേരെ ഇതിൽ വെക്കാനായിട്ട് നമുക്ക് കൂടി വരുന്ന 1 ഏക്കർ മതി. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സർക്കാർ ചെയ്യുമ്പോൾ ഓർക്കണം, ഭൂമിയുടെ ലഭ്യത കുറവാണ്, വേർട്ടിക്കൽ ഗ്രോത്തേ ഉള്ളൂ, മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ പോയാൽ നമ്മളിപ്പോൾ ഈ തലമുറ, നിങ്ങളുടെ കുട്ടികളുടെ തലമുറ വരുമ്പം ഭൂമി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം വേർട്ടിക്കൽ ഗ്രോത്ത് തന്നെ വേണം. തിരുവനന്തപുരം സിറ്റി എടുക്കുകയാണ്, അതെ, തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത് 5.5 ലക്ഷം ഏക്കറാണ്. ഒരു വാർഡിന് 530 ഏക്കറാണ്. തിരുവനന്തപുരം സിറ്റിയാണ്.
ജില്ല എന്ന് പറയുന്നത് അതിനപ്പുറമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരുവനന്തപുരത്തെ വളർച്ച വേണമെങ്കിൽ തലസ്ഥാനം, ഇപ്പോൾ ഏത് സ്ഥലമായാലും ഈ തല ഉണ്ടെങ്കിൽ മാത്രമേ താഴോട്ട് വളർച്ചയുള്ളൂ. തലസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ കേരളം വളരുള്ളൂ. അന്ന് ഗവർണർ പറയുന്നുണ്ട് വികസിത് ഭാരത് ആൻഡ് വികസിത് കേരള. വിതൗട്ട് വികസിത് കേരള ദേ വിൽ നോട്ട് ബി വികസിത് ഭാരത്. ഞാൻ അത് എടുത്ത് കോട്ട് ചെയ്ത് പറയാം. വികസിത് തിരുവനന്തപുരം, വികസിത് ട്രിവാൻഡ്രം. വിതൗട്ട് വികസിത് ട്രിവാൻഡ്രം ദേ വിൽ നോട്ട് ബി വികസിത് കേരള. പിന്നെ നമ്മൾ ക്യാപിറ്റൽ റീജിയൻ നമ്മൾ സ്വന്തമായിട്ട് പേരിടുകയാണ്. എന്താണ് ക്യാപിറ്റൽ റീജിയൻ? തിരുവനന്തപുരത്തിൻ്റെ ഈ വന്നിരിക്കുന്ന ഇത്രയും, ഞാൻ ഗ്രോത്ത് വരാൻ പോകുന്ന തൊട്ട് മുമ്പ് പറയാം, തിരുവനന്തപുരത്തിനെ കംപ്ലീറ്റ് കേറ്റർ ചെയ്യുന്ന നമുക്ക് വരുന്ന കാച്ച്മെൻറ്റ് ഏരിയ ഏതാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി, തിരുനെൽവേലി. നമുക്ക് വരുന്ന കംപ്ലീറ്റ് വരുന്ന ബിസിനസ് അവിടുന്ന്. നമ്മൾ എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്തു. അതിന് വലിയൊരു കഥയുണ്ട്. അതെങ്ങനെ വന്നതിനുള്ളത് ഞങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സും ഒക്കെ നമ്മൾ നടത്തിയൊരു ഇതാണ്. അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു തിരുവനന്തപുരം വളരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡൻ്റായിട്ട് ഒരു 6-7 ഏകദേശം 6-7 വർഷമായി. അന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത്, നമ്മൾ കാലാകാലങ്ങളായിട്ട് വന്ന എല്ലാവരും നമ്മുടെ മെമ്പേഴ്സിൻ്റെ ബിസിനസ്സിനെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. നമുക്കത് വിട്ടുപിടിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബിസിനസ് ഇനി വരണമെങ്കിൽ സിറ്റി വളർന്നേ പറ്റൂ, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നേ പറ്റൂ, പുതിയ ഇൻഡസ്ട്രി വരുമ്പോഴേ എല്ലാവരും വളരുള്ളൂ. അപ്പോൾ നമ്മൾ അതിനപ്പുറം, അപ്പോൾ അങ്ങനെ ഞാൻ അത് വിട്ടുപിടിച്ച് വരുമ്പോൾ അതിലോട്ട് കയറുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ട്രിവാൻഡ്രത്തിന് പറഞ്ഞ ഒരു സാധനത്ത് ഒരു ഗോഡ് ഫാദർ ഇല്ല. ഇതിനെ നമുക്ക് ചുക്കാൻ പിടിക്കാൻ ഒരാളെ ഫ്രണ്ടിൽ നിർത്തി പറയാൻ ആളില്ല. അപ്പോൾ നമ്മളെല്ലാം നോക്കി വരുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു, തിരുവനന്തപുരത്തെ ഗോഡ് ഫാദറും മദറും സിസ്റ്റേഴ്സും ബ്രദറും എല്ലാം നമ്മളൊക്കെ തന്നെ. നമ്മളതിനെ പുറകെ വന്നാലേ നടക്കുള്ളൂ. നമ്മളെ വളർച്ച തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. കാരണം ഇതെല്ലാം പൊളിറ്റിക്കൽ തീരുമാനമാണ് നമ്മുടെ വളർച്ചയുടെ ഭാഗം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, ആരും ചെവി കൊള്ളാൻ തയ്യാറല്ലായിരുന്നു. അവർ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ ബിസിനസ്സുകാരെ പൊതുവെ കാണുന്നത് ഇവരെല്ലാം ആൾക്കാർ മാഫിയ, ലോബി, ഇവരെല്ലാം മാഫിയക്കാരാണ്, ലോബിക്കാരെ, ഇവരാരും ശരിയല്ല ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഞാൻ വിചാരിച്ചത് നമുക്ക് എന്ത് ചെയ്യണം. അങ്ങനെയാണ് എവേക്ക് ട്രിവാൻഡ്രം തുടങ്ങി. ഉറങ്ങിക്കിടക്കുന്ന ട്രിവാൻഡ്രത്തെ ആൾക്കാർ എവേക്ക് ചെയ്യുക, ഉണരുക തിരുവനന്തപുരം. ആ എവേക്ക് ട്രിവാൻഡ്രം ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തപ്പം അതിനകത്ത് നമ്മൾ സംഘടന എല്ലാത്തിനെയും കൊണ്ടുവന്നു. യുടെക്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഡെൻ്റൽ അസോസിയേഷൻ, മാനുവൽ അസോസിയേഷൻ, വ്യാപാരി വ്യവസായി, ഫ്രാറ്റ്, അങ്ങനെ ഏകദേശം ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു 100 അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അസോസിയേഷൻ വരുമ്പോൾ ഒരു കാര്യം എന്തോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാനുള്ള ഒരു കാര്യം വോട്ടിന് ബലമാണ്, വോട്ട് ബാങ്ക്. അപ്പോൾ ഇത് വോട്ട് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 20-25 ലക്ഷം വോട്ട് ബാങ്ക് ഉള്ളവരാണ്. റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, ക്രിഡായി ഉണ്ട്, ബിൽഡേഴ്സ് അസോസിയേഷൻ ഉണ്ട്, വ്യാപാരിയുണ്ട്. ഞാൻ എന്നിട്ട് ഇവരെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതി നമുക്കുണ്ട്, അത് മാറ്റിവെക്കും. നമുക്ക് ഒറ്റ ചിന്താഗതികൾ, തിരുവനന്തപുരം വികസനം. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. അത് വെച്ച് നമുക്ക് തിങ്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഇരുന്നപ്പം ഇതെങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ ഇത് അറിയിച്ചു കൊള്ളാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം നമ്മളൊരു മീറ്റിംഗ് കൂടിയപ്പം ഞാൻ പറഞ്ഞു, കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നു, നമുക്ക് ഇത് വെച്ച് തുടങ്ങണം. അങ്ങനെ 2019 കോർപ്പറേഷൻ ഇലക്ഷൻ വന്നപ്പം ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ തീരുമാനിച്ചു, നമുക്ക് മത്സരിക്കാം. ഇതെങ്ങനെ സ്ഥാനാർത്ഥി എങ്ങനെ കിട്ടും? അപ്പം അന്ന് മണിയമ്പിള്ള രാജുവാണ് പറഞ്ഞ് നമുക്കൊരു പരസ്യം കൊടുക്കാം, നിങ്ങൾക്കും ആവാം കൗൺസിലർ, താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക. അങ്ങനെ പേപ്പറിൽ 1/2 പേജ് പരസ്യം കൊടുത്തു. ആപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങി. ഒരു സ്ക്രീനിങ് കമ്മിറ്റി വെച്ച് തീരുമാനം എടുത്ത് 14 സ്ഥലത്തെ മത്സരിക്കും. ഇതൊരു ടോക്കൺ അറിയിപ്പ്. അങ്ങനെ 14 സ്ഥലത്ത് നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തി. അപ്പം ഇതിനകത്ത് ക്രിസ് ഗോപാലകൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്, IBS മാത്യൂസ് ഉണ്ട്, TATF ഉണ്ട്, ട്രാൻസ്ജെൻഡർ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ പബ്ലിക് ഫണ്ടിന് പോകില്ല, രാഷ്ട്രീയ പിരിവ് നടത്തില്ല, ഇത് മൊത്തം ഇലക്ഷൻ നമ്മൾ ഫണ്ട് ചെയ്യും, നിങ്ങൾ ആരെങ്കിലും പിരിക്കരുത്. അപ്പോൾ ഫണ്ട് എല്ലാവരും നമുക്ക് തന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് 5 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപ വരെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അവർക്കുള്ള പോസ്റ്റർ ആയാലും ശരി, അവർക്കുള്ള നോട്ടീസ് ആയാലും ശരി, അവർ ക്യാമ്പയിൻ വെഹിക്കിൾ ആയാലും ശരി, എല്ലാം. ഇലക്ഷൻ കഴിഞ്ഞു നമ്മൾ 2-3 സ്ഥലത്ത് നമ്മൾ 2ാം സ്ഥാനത്തെത്തി. പല സ്ഥലത്തും നമ്മൾ ഇലക്ഷൻ്റെ
വിധിയിൽ മാറ്റം വരുത്താൻ പറ്റി. നമുക്ക് 7% വോട്ട് കിട്ടി. ഇത് 2 വീക്സ് ആണ്. അപ്പം അന്നേരം പറഞ്ഞു എംബ്ലം എന്തായിരിക്കണം. അപ്പം അന്ന് നമ്മൾ പറഞ്ഞു പേര് എത്താണ്. അപ്പം ഞാൻ പറഞ്ഞു പേര് TVM. അപ്പോൾ പറഞ്ഞു അതെന്തോ TVM. ഞാൻ തിരുവനന്തപുരം വികസന മൂവ്മെൻറ്റ്. അപ്പം EM നജീബാണ് പറഞ്ഞത് അത് മാറ്റിയിട്ട് തിരുവനന്തപുരം വികസന മുന്നേറ്റം. അങ്ങനെയാണ് ഈ പേര് വന്ന് നമ്മളപ്പം ലോഗോ ഇല്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടിയ ലോഗോ ആണ് ശംഖ്. അങ്ങനെ ശംഖ് എല്ലാവരും അപ്ലൈ ചെയ്തപ്പോൾ ശംഖ് കിട്ടി. അങ്ങനെ ശംഖ് വെച്ച് നമ്മൾ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തപ്പോൾ അപ്പം നമുക്ക് അതുവരെ നല്ല അടുപ്പവും സ്നേഹമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ നമ്മളെ കാണുമ്പോൾ മോൻ തിരിഞ്ഞുകൊണ്ട് പോകും. അതിൻ്റെ അടുപ്പിച്ചാണ് നമുക്ക് പിന്നെ കോവിഡ് വരുന്നതും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് വരുന്നു, ലോക്സഭ ഇലക്ഷൻ വരുന്നു. അപ്പോൾ ലോക്സഭ അസംബ്ലി ഇലക്ഷൻ വരുന്ന ടൈം അല്ല നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത്. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചത് നമ്മുടെ ജോലിയല്ല രാഷ്ട്രീയം. നമ്മൾ അന്ന് ഇട്ടത് നമ്മൾ പറഞ്ഞു വി ആർ സീരിയസ്. തിരുവനന്തപുരംകാരുടെ കാര്യം പരിഗണിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തും. അപ്പോൾ എന്ത് പറ്റി? രാഷ്ട്രീയക്കാർ ചർച്ചയ്ക്ക് വരുന്നു. LDF വരുന്നു, UDF വരുന്നു, CPM വരുന്നു, കോൺഗ്രസ് വരുന്നു. ആ ചർച്ചയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു മാനിഫെസ്റ്റോയ്ക്കകത്ത് തിരുവനന്തപുരം എന്തൊക്കെ ചെയ്യണം എഴുതിക്കൊണ്ടുപോകാം, നോക്കാം. എല്ലാവരും എഴുതാൻ തുടങ്ങി, എല്ലാവരും വരാൻ തുടങ്ങി. പിന്നെ നമ്മളായിട്ട് അടുക്കാൻ തുടങ്ങി. എല്ലാം വന്നപ്പം ആണ് അവർക്ക് മനസ്സിലായി ദാറ്റ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഈ കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് നമ്മൾ 100ഓളം നമ്മുടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലിരിക്കുക. എല്ലാ ശനിയാഴ്ച മീറ്റിംഗ് കൂടും. തിരുവനന്തപുരത്തിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ കളക്ട് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ ബുക്ക് ഇറക്കിയത്, TVM&U. ഇത് 125 പ്രോജക്റ്റ് തിരുവനന്തപുരം നടക്കുന്ന പ്രോജക്റ്റിനെ നമ്മൾ എടുത്തിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് കളക്ട് ചെയ്തപ്പം ആണ് നമ്മൾ അറിയുന്നത് തിരുവനന്തപുരത്ത് 32,000 കോടി രൂപയുടെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇത് ചെയ്യുന്ന 2022 32,000 കോടി രൂപയാണ് പ്രോജക്റ്റ്. നമ്മൾ കഴിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്രേക്കപ്പ് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ 22,000 കോടി രൂപയുടെ പ്രോജക്റ്റ് തിരുവനന്തപുരം ശശി തരൂരിൻ്റെ കീഴിലാണ്. 16,000 കോടി രൂപയുടെ പ്രോജക്റ്റ് അടൂർ പ്രകാശിൻ്റെ കീഴിൽ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പം നമ്മൾ ഇന്നാ നോക്കാം, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നോക്കാം. നമ്മൾ നോക്കുമ്പം 9,300 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കോവളത്ത് നടക്കുന്നത്. അത് ഈ വിഴിഞ്ഞം പോർട്ടും വരും. പിന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും വികസനം നടക്കുന്ന സ്ഥലം നിങ്ങൾ അന്തം വിട്ടുപോകും. ഇറ്റ് വാസ് കഴക്കൂട്ടം കോൺസ്റ്റിറ്റ്യുവൻസി. 4,800 കോടി രൂപയുടെ വർക്കാണ് കൂടെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം 2,400 കോടി രൂപയുടെ വർക്ക്. നേമം 1,900 കോടി രൂപയുടെ വർക്ക്. നിറവങ്ങാട് 1,900 കോടി. ഇതെല്ലാം കൊണ്ട് MLAസിനെ കൊണ്ട് കൊടുത്തപ്പം MLAs പോലെ അന്തം വിട്ടു. ഇത് എവിടെ നിന്ന് കിട്ടി? അവർക്ക് പോലും അത്രയും തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ഇതിനകത്ത് ബുക്കിലെല്ലാം ഉണ്ട്. നിങ്ങളെടുത്ത് നോക്കി ഏത് പ്രോജക്റ്റ് വേണം, ഏത് വകുപ്പാണ്, ഏത് വകുപ്പിൻ്റെ കീഴിലാണ്, ഏത് സെക്രട്ടറിയാണ്, ഏത് മന്ത്രിയാണ്, അതുവരെ ഇതിലുണ്ട്. ഈ ബുക്ക് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ സീരിയസ് ആണ്. ദെൻ ദേ സ്റ്റാർട്ടഡ് ഇൻട്രാക്ടിങ് വിത്ത് us. 2022 നമ്മൾ തീരുമാനം എടുത്തു എയർപോർട്ടിൻ്റെ സ്ഥിതി മോശമായിരിക്കുന്നു, എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ 2020-21 ഈ എയർപോർട്ടിൻ്റെ നോക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 5 എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നു. നേരത്തെ ചെയ്തു 5, ഇതിനകത്ത് തിരുവനന്തപുരം ഇല്ല. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് എൻ്റെ ഫ്രണ്ടായിരുന്നു അമിതാഭ് കാന്ത്, അദ്ദേഹം CEO നീതി, അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒന്നിൽ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ വിചാരിച്ചാൽ പറ്റും. തിരിച്ചിവിടെ വന്നു നമ്മൾ ചെന്ന് ശ്രീ സുരേഷ് ഗോപിയെ കാണുന്നു. അദ്ദേഹം പറയുന്നു നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡൽഹി പോകുന്നു, അവിടെ പോയി സംസാരിക്കുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. തിരുവനന്തപുരത്തിനും കൂടെ ഈ പ്രൈവറ്റൈസേഷൻ ബാസ്ക്കറ്റിലോട്ട് കയറ്റുന്നു. അപ്പോൾ അന്ന് ആരൊക്കെ ടെൻഡർ വാങ്ങി നമുക്കറിയത്തില്ല. നമ്മൾ കൂടുതൽ നോട്ടം എന്തായിരുന്നു, GVK ആയിരിക്കും, GMR ഇവരെ. കാരണം ബോംബെയും ഡൽഹിയിലും നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരാരെയും കൊണ്ടുവരാം. അപ്പോൾ കേരള സർക്കാർ തീരുമാനിച്ചു ഞങ്ങളും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. TIAL എന്ന് പറഞ്ഞുണ്ടാക്കി, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, സിയാൽ പോലെ. ഞങ്ങൾക്ക് ഈ എയർപോർട്ട് വേണമെന്ന് ഇവരായി. അപ്പം മത്സരമായി ഒരു മുഖ്യമന്ത്രി പോയി അദ്ദേഹത്തിനെ കാണുന്നു, പ്രൈം മിനിസ്റ്ററെ കാണുന്നു. അത് എനിക്ക് വെയിറ്റേജ് വേണമെന്ന് 10% വെയിറ്റേജ് കൊടുക്കുന്നു. ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്നു. LNT ഉണ്ട്, മറ്റവരുണ്ട്, കുറേ 6-7 പേരുണ്ട്. എല്ലാവരും ടെൻഡർ ഡേറ്റ് ചെയ്യുന്നു, ടെൻഡർ പൊളിക്കുന്നു. ടെൻഡർ തുറന്ന് നോക്കുമ്പോൾ GVK GMR എല്ലാം 100-ന് താഴെയുള്ളൂ. കേരള സർക്കാർ 135 രൂപയാണ് പെർ പാസഞ്ചർ കൂട്ടിയിരിക്കുന്നത്. പിന്നെ തുറക്കമുണ്ടായിരുന്ന ഒറ്റ ടെൻഡറേ ഉള്ളൂ, അദാനിയുടെ. LNT 100 ചില്ലാനം ആയിരുന്നു.
അദാനി ടെൻഡർ 165-68 രൂപ അങ്ങനെയാണ് അദാനി. ഞങ്ങൾ അദാനി എയർപോർട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വി ആർ നോട്ട് ഈവൻ അവെയർ. അവർ പോർട്ട് ചെയ്യുന്നതല്ലാതെ നമുക്കറിയത്തില്ല. അങ്ങനെ അദാനി വരുന്നു, സർക്കാർ അത് കോടതി ചലഞ്ച് ചെയ്തു, ഞങ്ങളും കോടതിയിൽ പോന്നു. അപ്പോൾ കോടതിയിൽ ഞങ്ങൾ പറയുന്നത് ടെൻഡർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പിന്നെ ടെൻഡർ ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ കോടതി പറയുന്നത് ശരിയാണ്, ടെൻഡർ മുന്നോട്ട് പോട്ട്. അവർ സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതി കേസ് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും അദാനിക്കാർ 2021 സെപ്റ്റംബർ മാസം ഇത് വന്ന് ടേക്ക് ഓവർ ചെയ്തു. ഒക്ടോബർ മന്ത് ടേക്ക് ഓവർ ചെയ്താണ്. ഇപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ 35 ഫ്ലൈറ്റ് ഉണ്ട്, 5000 പേര് ട്രാവൽ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഡോക്ടർ തരൂരിനെ കൂടെ ചിന്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു എയർലൈൻ സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടത്തി. അത് ഒക്ടോബർ 2022 ആ ടൈമാണ്. ആ എയർലൈൻ സമ്മിറ്റ് ഒരു 30-35 എയർലൈൻസിൻ്റെ CEOസോ അല്ലെങ്കിൽ നമ്പർ 1 നമ്പർ 2 അവരെ കൊണ്ടുവന്ന് നമ്മൾ തമാര ഹോട്ടലിൽ മീറ്റിംഗ് കൂടി. നമ്മൾ കൊട്ടാരത്തിന് പ്രിൻസസ്, തിരുവനന്തപുരം MP ഡോക്ടർ തരൂർ ചെയർമാൻ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ശ്രീ അടൂർ പ്രകാശ്, ശ്രീ പ്രേമചന്ദ്രൻ, ശ്രീ ആൻ്റണി, വിജയ് വസന്ത് കന്യാകുമാരി, ബ്രിട്ടാസ്, ജോൺ ബ്രിട്ടാസ്, everybody participated. And all the IAS officers, the government of Kerala participate ചെയ്തു. ടൂറിസം പൊട്ടൻഷ്യൽ പറയുന്നു, ട്രാൻസ്പോർട്ട് പൊട്ടൻഷ്യൽ പറയുന്നു, ഇവിടെ ഈ സ്ഥലത്ത് കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടെന്ന് പറയുന്നു. യു വോണ്ട് ബിലീവ് ഇറ്റ്. നമ്മൾ ആ ഇരിക്കുന്ന വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഏകദേശം 100 ഫ്ലൈറ്റിന് മുകളിൽ തിരുവനന്തപുരമായി. 16,000 പേര് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. 16,000 പീപ്പിൾ ആർ ട്രാവലിംഗ് എ ഡേ. ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഷെഡ്യൂളിൽ ഈ ഫ്ലൈറ്റിൻ്റെ എണ്ണം 110 ആവും. ഇത് നമ്മൾ 16 20,000-25,000 പേര് ട്രാവൽ ചെയ്യുന്ന സ്ഥിതിയായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റിൽ റൺവേ പണി നടക്കുന്നുണ്ടല്ലോ. റൺവേ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൽ ഈ വലിയ ഫ്ലൈറ്റുകൾ, ഇവിടെ ഇറങ്ങാതിരുന്ന ഫ്ലൈറ്റുകൾ ഇറക്കാൻ പറ്റും? നമുക്ക് വലിയ ഫ്ലൈറ്റ് ആണ്. നമ്മുടെ റൺവേ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ആണ്. 3400 ചില്ലാണ് മീറ്ററാണ് റൺവേയുടെ നീളം. പിന്നെ എന്തുകൊണ്ടാണ് വലിയ ഫ്ലൈറ്റുകൾ വരാതിരുന്നു? അല്ല, അന്ന് വലിയ ഫ്ലൈറ്റ് വരാതിരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരങ്ങൾ മുറിക്കാനുണ്ടായിരുന്നു. മരങ്ങൾ വളർന്നു. പിന്നെ ചിമ്മിനിയുടെ ഹൈറ്റ് കൂടി, ടൈറ്റാനിയം ചിമ്മിനിയുടെ ഹൈറ്റ് കൂടുതലായിരുന്നു. അതൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് മരങ്ങൾ മുറിച്ചു. പിന്നെ ടൈറ്റാനിയം ചിമ്മിനിയുടെ ഹൈറ്റ് കുറച്ചു. കൂടാതെ നമുക്ക് വന്ന ബേർഡ് ഹിറ്റ്സ് ഉണ്ടായിരുന്നു. 10, 30, 40 ബേർഡ് ഹിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. അത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭീമാപ്പള്ളി ഏരിയയിൽ നമ്മൾ ഇറച്ചി വെട്ടുമ്പോൾ അതിന് വരുന്ന വേസ്റ്റും ഒക്കെ വന്ന് പരുന്തൊക്കെ വരുമ്പം നമ്മൾ അതിന് പുറമെ നടന്ന് ഇപ്പം കുന്നുകുടിയിൽ എബാട്രിപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുക, ട്രയൽ നടക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ അനധികൃതമായിട്ടുള്ള ഇറച്ചി വെട്ട് അവിടെ നടക്കില്ല. എല്ലാ ഈ ഇറച്ചി വെട്ടും കുന്നുകുഴിയിലായിരിക്കും. അവർ വന്ന് ഇവിടെ മുറിച്ചിട്ട് അവർ കൊണ്ടുപോകാം. വേസ്റ്റ് മൊത്തം ഇവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെട്ട്, മരം മുറിക്കുന്ന കാര്യത്തിലായാലും ഇന്ന് ശ്രീ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, മരം മുറിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പൈസ കോമ്പൻസേഷൻ ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ MP ഫണ്ടിന് ഞാൻ അവർക്ക് അലോട്ട് ചെയ്യാം, ഫണ്ട് ഞാൻ കൊടുക്കാം. പക്ഷെ അത് വേണ്ടി വന്നില്ല. കാര്യം ഈ അദാനീസ് വന്ന ശേഷം അവർ തന്നെ ടേക്ക് ഓവർ ചെയ്ത ആൾക്കാരെ കണ്ടു. കളക്ടറും തഹസിൽദാരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ അത് ക്ലിയർ ചെയ്യും. ഇപ്പം നമുക്ക് വേണ്ടി വരുന്നത് ഒരു 10-15 ഏക്കറോളം നമുക്ക് റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ എന്ന് പറയും, RESA. ഈ സ്ഥലം നമ്മൾ ആക്ച്വലി സ്റ്റാച്യൂട്ടറി വൈസ് നമുക്ക് സ്ഥലം വേണം. ഇപ്പോൾ എയർപോർട്ട് ഇപ്പോൾ നിൽക്കുന്നത് ടെമ്പററി പെർമിഷനിലാണ്, സാങ്ഷനിലാണ്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ ടെമ്പററി റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ. 150 മീറ്റർ ഈ വന്നിരിക്കുന്ന റൺവേയുടെ അവിടെ നിന്ന് 150 മീറ്ററോളം നമുക്ക് സൈഡ് സ്പേസ് വേണം. അത് എടുക്കുമ്പം ഈ റൺവേയുടെ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇപ്പം നിലവിലുള്ള ചാക്കേന് എയർപോർട്ടിൽ വരുന്ന റോഡ് പോവും, അവിടെ ഇരിക്കുന്ന മറ്റേ ബ്രഹ്മോസ് പോവും. അപ്പോൾ അതെല്ലാം ഏകദേശം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ ഫയർ സ്റ്റേഷൻ പോവും. ITI വരെ ഉള്ള സ്ഥലം, ITI പോകത്തില്ല, ITI വരെ ഉള്ള സ്ഥലം ഇതിലോട്ട് ചേർത്താൽ മാത്രമേ നമുക്ക് റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയയുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ചാക്കേന് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അവിടെ തിരിയുന്ന റോഡ് നേരെ ITIയുടെ സൈഡ് വഴി പോയി പാലത്തിൻ്റെ സൈഡ് കൂടെ കയറി നേരെ ഓൾ സെയിൻസിൻ്റെ അവിടെ നിന്ന് കയറും. പിന്നെ 18 ഏക്കർ വേണം വേറെ എയർപോർട്ട് എക്സ്പെൻഷൻ. പക്ഷെ അതിപ്പോൾ എനിക്കൊന്ന് പുതിയ പ്ലാൻ എടുത്തപ്പം, പുതിയ ആർക്കിടെക്ട്സ് വന്നപ്പം അതിൻ്റെ റിക്വയർമെൻറ്റ് തൽക്കാലം ഇല്ല. കാര്യം അവർ പറയുന്നത് വി ക്യാൻ മാനേജ് ടു മേക്ക് ദ എയർപോർട്ട് ബിഗ. അങ്ങനെയാണ് 1300 കോടി രൂപയുടെ അനന്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എയർപോർട്ട്സ് ആണ് അവരുടെ പ്രോജക്റ്റ്. ഇതിൻ്റെ 1300 crores ആണ്, 1300 കോടി രൂപ. അതിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്ന ഈ എയർപോർട്ട് ഈ നമ്മൾ പറയുന്ന ടെർമിനൽ 2 ഏറ്റവും വലിയ ഇപ്പോൾ ഇന്ത്യയിൽ കാണാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും
ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന എയർപോർട്ടായി മാറാൻ പോവുക. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സിറ്റിക്കകത്തുള്ള ഒറ്റ എയർപോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഒരിടത്തും എല്ലാ പൈലറ്റ്സും പറയുന്നത് ട്രിവാൻഡ്രം എയർപോർട്ട് ഇത് സേഫസ്റ്റ് എയർപോർട്ട് എന്നാണ് അവർ പറയുന്നത്. കാര്യം കടലിനാണ് ലാൻഡിങ്. കടൽ ലാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒരു കാരണവശാലും നമുക്ക് സേഫ്റ്റി. കാരണം അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിൽ വെള്ളപ്പൊക്കം വന്നപ്പോഴും അവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റിയില്ല. എയർപോർട്ട് റൺവേ ഒക്കെ വെള്ളം കയറി. കോഴിക്കോട് ഇത് പ്രോബ്ലം വന്നു. എന്നിട്ട് പോലും തിരുവനന്തപുരം എയർപോർട്ട് ഇത്രയും മഴക്കാലത്ത്, ഭയങ്കര മഴക്കാലത്ത് പോലും എയർപോർട്ട് ഫങ്ഷനിലാണ്. നമ്മൾ എയർപോർട്ട് അന്ന് മഹാരാജൻ്റെ കാലത്ത് പറഞ്ഞു വർഷത്തിൽ 2 ദിവസം എനിക്ക് തന്നാൽ മതി, ബാക്കി ദിവസം നിങ്ങളുടെയാണ്. ആ വർഷത്തിൽ 2 ദിവസമാണ് നമ്മൾ ആറാട്ട്. ആ ദിവസം എയർപോർട്ട് അടച്ചിടുന്നില്ല. ആ ഉച്ച നേരത്തിന് റീലൊക്കേറ്റ് ചെയ്യും. എയർപോർട്ടിൻ്റെ അന്നത്തെ ഉച്ച നേരം ആയതുകൊണ്ട് നോട്ടാണ് പറയും, നോട്ടീസ് കൊടുക്കുന്ന ടു ആൾ ദ എയർക്രാഫ്റ്റ് ദാറ്റ് ആ ഉച്ചയ്ക്ക് എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റ് ഈ എയർപോർട്ടിൽ ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മളെല്ലാം സർക്കാർ ചെയ്യണം എന്നുള്ള ചിന്താഗതി മാറണം. നമ്മളെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, റിട്ടയർ ചെയ്തെടുക്കുന്ന ഈ നമ്മളെ മനസ്സിലാക്കുക 56-ാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല പ്രായത്തിൽ ആൾക്കാർ റിട്ടയർ ചെയ്യുന്നത്. ഇവരുടെ സർവീസാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാര്യം അവർ വന്നിരിക്കുന്ന അത്രയും റിച്ച് എക്സ്പീരിയൻസും നോളജുമായിട്ടാണ് വരുന്നത്. കാര്യം നമ്മൾ കാണുന്ന ഈ ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്ത പല ഇൻഫർമേഷൻ അവർ വഴിയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ യൂസഫ് അലി ഇവിടെ മോള് കൊണ്ടുവന്നു. അപ്പോൾ മോള് വന്നപ്പോൾ അദ്ദേഹം തന്നെ ഭയങ്കര സംശയമായിരുന്നു. കാരണം ഈ ശശി തരൂരാണ് അദ്ദേഹമായിട്ട് സംസാരിച്ച് മോള് വരുന്നത്. ഇന്ന് ഈ മോൾ 20 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്, 25 ഏക്കറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ അവരുടെ ആനുവൽ റിവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആ റിവ്യൂവിൽ പോയിരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ വർഷം ഈ മോളിൽ 6 കോടി ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 50 ലക്ഷം പേര് പെർ മന്ത്. മനസ്സിലല്ലേ? ഈ മോളിൻ്റെ ടേൺ ഓവർ ഏറ്റവും ഹയസ്റ്റ് ആണ്. ലൂലു ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കൊച്ചി മോളിൻ്റെ കാലം ടേൺ ഓവർ കവിഞ്ഞ് പോയിട്ടുണ്ട്. അത് വിഴിഞ്ഞം പോർട്ട് ഒരു സൈഡ് വളർന്നു വരുന്നു. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഈ നിമിഷത്തിനകത്ത് 400 കപ്പൽ വന്നു കഴിഞ്ഞു. 7 ലക്ഷം കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. എത്ര മാസം കൊണ്ട്? 10-11 മാസം കൊണ്ട്. അപ്പോൾ അത് ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. നമുക്കിനി ഗേറ്റ് വേ കാർഗോ കൂടെ തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതി ആലോചിച്ച് നോക്ക്. അതെന്താ ഡിലേ ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗേറ്റ് വേ കാർഗോ വരണമെങ്കിൽ കസ്റ്റംസിൻ്റെ ഹോൾഡിംഗ് ഏരിയ വേണം, കസ്റ്റംസ് ക്ലിയറൻസ് വേണം, സെൻട്രൽ ഫോഴ്സസിനെ പോസ്റ്റ് ചെയ്യണം, മാൻ പവർ റിക്വയർമെൻ്റ് ഉണ്ട്, എമിഗ്രേഷൻ ക്ലിയറൻസസ് വേണം. അപ്പോൾ ഇത് ഉടനെ വരും. 2-3 മന്ത്സ് ഞാനിപ്പം കസ്റ്റംസായിട്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ് 3 മാസമായിട്ട് അത് വരും. കൂടാതെ നമ്മളെപ്പോഴും പറ്റുന്നത് നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പം മുൻകൂട്ടി കണ്ടോടെ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ത് പറ്റുന്നത്? ഹൈവേ ഈ വിഴിഞ്ഞം പോർട്ട് തന്നെ ഡിലേഡ് ആണ്. ഡിലേ ആവുന്ന സമയം കൊണ്ടെങ്കിൽ നമ്മുടെ ആ വിഴിഞ്ഞം പോർട്ട് പോലെ ഹൈവേയിൽ വരെ എത്താമെന്നാണ് കണക്ടിവിറ്റി കൊടുക്കാമായിരുന്നല്ലോ. എപ്പോഴേ തീർന്നു പോയതിന്. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അതേപോലെ വിഴിഞ്ഞം പോർട്ടിന് ബാലരാമപുരം വരെയുള്ള അണ്ടർഗ്രൗണ്ട് റെയിൽവേ പാത കൊടുക്കാമായിരുന്നല്ലോ. പണി എന്നേ തുടങ്ങാമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറ്റുന്നത്? കേരളത്തിൽ ഒരു ഫ്ലൈ ഓവർ കെട്ടി വയ്ക്കും, അതിൻ്റെ അപ്രോച്ച് റോഡ് കാണത്തില്ല. പല സ്ഥലത്തും നമ്മൾ കാണുന്ന ഫ്ലൈവേ ഇങ്ങനെ നിൽക്കുന്നതാണ്, അപ്രോച്ച് റോഡ് ആയിട്ട് പോലും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? നമുക്കത് പ്രോപ്പറായിട്ട് പ്ലാൻ. കാരണം ഇത് ഏജൻസി ഒരു സൈഡിൽ നാഷണൽ ഹൈവേ, ഒരു സൈഡിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, മനസ്സിലായി, ഒരു സൈഡിൽ റെയിൽവേ ഉണ്ട്. ഇതിനെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം നമുക്ക് ഇപ്പോഴും പറ്റിയില്ല. കേരളത്തെ ചീഫ് സെക്രട്ടറി ലെവലിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യണം. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ ആയിരിക്കണം. മുഖ്യമന്ത്രിയുടെ കീഴിലായ തീർച്ചയായും നമുക്ക് നന്നായി അറിയാം. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭയങ്കര എഫിഷ്യൻറ്റ് മാനാണ്. നമ്മൾ രാഷ്ട്രീയമില്ലാതെ ഞാൻ പറയുന്നത്, നല്ലതിന് പറയുന്ന ഒരാളാണ് നമ്മൾ. നല്ല രീതിയിൽ വിഷനറിയാണ്, സംസാരിക്കുന്ന കുറവാണ്, കേൾക്കുന്ന കൂടുതലാണ്, തീരുമാനം എടുക്കുന്ന ക്വിക്കാണ്. തെറ്റോ ശരിയോ എന്തായാലും ശരി നടന്നിരിക്കും. അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുള്ളപ്പം നമുക്ക് ഇതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം അതേ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് 4 വരി പാത കേരളത്തിൽ വരുന്നു. അത് നാഷണൽ ഹൈവേക്കാർക്കും റോളുണ്ട്, സംസ്ഥാന സർക്കാർ. ഇപ്പം നമ്മളിവിടെ എപ്പോഴും പറ്റുന്നത് ഒരു വിഴിഞ്ഞം ഹാർബർ വന്നു, വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നു, മറ്റവർ പറയും നമ്മൾ BJPക്കാർ കൊണ്ടുവന്നു. ഇത് ആര് കൊണ്ടുവന്നത്? നാട്ടിൻ്റെ പോർട്ടാണ്, എല്ലാവർക്കും പങ്കുണ്ട്. ഒരാൾക്ക് മാത്രം നമുക്ക് അതിനൊരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ തിരുവനന്തപുരംകാരുടെ ഒരു മേജർ സ്വപ്നമാണ് ഇവിടുത്തെ കൂടെ മെട്രോ വരുന്നത്. അപ്പോൾ ഈ മെട്രോയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? അത് എന്നാ വരുന്നത്? അത് എന്ന് ആ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇന്ന് മെട്രോയുടെ മീറ്റിംഗ് ആയിരുന്നു, ഇന്ന് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി ഇന്ന് എടുത്തത്.
ആ മെട്രോ മീറ്റിംഗ് ശ്രീ ശശി തരൂർ ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് വർക്കും ഡോക്യുമെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് മെട്രോയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും തോന്നുന്നത് നമ്മുടെ കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു പിടിവാശിയാണ്. തിരുവനന്തപുരത്തുള്ള മെട്രോ വരുമ്പോൾ തിരുവനന്തപുരത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്ന പോലെയല്ലേ മെട്രോ വരേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ മെട്രോയ്ക്ക് എതിരേ അല്ല, പക്ഷെ മെട്രോ വരുമ്പം മെട്രോ യൂസ്ഫുൾ ആയിരിക്കും. മെട്രോയുടെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് റൈഡർഷിപ്പാണ്. എത്ര ആൾക്കാർ കയറുന്നു അതല്ലേ മെട്രോ വിജയിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ആദ്യം ടെക്നോ സിറ്റിയിൽ തുടങ്ങുമെന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു കഴക്കൂട്ടത്തിന് തുടങ്ങാം. ശരി, തുടങ്ങിക്കോ. അവർ പറഞ്ഞു നമ്മൾ കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ശ്രീകാര്യം വഴി പോകുന്നതാണ് ആദ്യത്തെ അവർ. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആ റൈഡർഷിപ്പ് നോക്കുമ്പോൾ ഈ മെട്രോയുടെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അത് വന്ന് നേരെ വന്ന് ആക്കുളത്ത് വന്ന് മെട്രോ തിരിഞ്ഞ് അതിലിപ്പോൾ സദന കമാൻഡ്, രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് അതിലേ കൂടെ പോയി ഉള്ളൂർ ഇറങ്ങുക. ഉള്ളൂരിന് വലത്തോടെ തിരിഞ്ഞ് മെഡിക്കൽ കോളേജ് ഫുള്ള് കവർ ചെയ്യുക. ദറ്റ് ഈസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെയാണ് RCC മെഡിക്കൽ കോളേജ്, RCC, SAT ഹോസ്പിറ്റൽ, ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ എല്ലാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റൈഡർഷിപ്പ് വരുന്നത് ഈ സ്പോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് കവർ ചെയ്ത് പോയാൽ ആ റോഡ് വഴി പട്ടത്ത് വന്ന് KSCBയുടെ അവിടെ നിന്ന് തിരിഞ്ഞ് പട്ടത്ത് വന്ന് മറ്റേ പട്ടം ജംഗ്ഷനിൽ വന്ന് വലത്തോട്ട് എടുത്ത് പോയാൽ പ്ലാമൂട് വഴി സെക്രട്ടേറിയറ്റ് വഴി പോയി തമ്പാനൂർ കവർ ചെയ്ത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കവർ ചെയ്ത് ചാല വഴി കട്ട് ചെയ്ത് കാരമല പാപ്പനംകോട്. ഇപ്പോൾ അതുവരെയാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ദ അലൈൻമെൻറ്റ് വി സജസ്റ്റഡ്. അതൊരു സൈഡ്. കാരണം ഈ അലൈൻമെൻറ്റ് നമ്മൾ പറയാനുള്ള കാരണം ഈ അലൈൻമെൻറ്റിലാണ് റൈഡർഷിപ്പ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഇവിടെ 1,00,000 പേര് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെക്നോ പാർക്കിൽ. 1,00,000 പേര് വർക്ക് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കണം അതിനൊരു റൈഡർഷിപ്പ് ഉണ്ട്. കാരണം ആരും കാർ എടുത്തുകൊണ്ട് ഇറങ്ങണ്ടല്ലോ. ഇപ്പം വന്ദേ ഭാരത് വന്നപ്പം തിരുവനന്തപുരത്ത് കൊച്ചി പോകുന്ന അല്ലെങ്കിൽ കോഴിക്കോട് ആൾക്കാർ കാർ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ഗണ്യമായിട്ട് കുറഞ്ഞു. അപ്പോൾ എന്തിന് ഞാൻ കാർ കൊണ്ടുപോകണം? അപ്പോൾ അതുകൊണ്ട് എന്ത് വരും, നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് രാവിലെ വന്ദേ ഭാരത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടാകുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനാണ്. രാത്രി വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടാകുന്ന സെൻട്രൽ സ്റ്റേഷൻ. എന്താ കാര്യം? ഈ കാറുള്ളവരാണ് വന്ന് ഇറങ്ങുന്നതും കാറുള്ളവരാണ് വിളിക്കാൻ വരുന്നതും. കാരണം അവരാരും ഓട്ടോ പിടിക്കുന്നില്ല, അവർ ഊബർ പിടിക്കുന്നില്ല. അപ്പം ദറ്റ് മീൻസ് ആൾക്കാർ കാറ് ഓടിച്ച് ഹൈവേ വഴി പോകുന്ന MC റോഡിൽ പോകുന്നതൊക്കെ കുറച്ചു. കാര്യം ഇവിടെ 4 മണിക്ക് ട്രെയിനിൽ കയറിയാൽ കൊച്ചി 6:30 മണിക്ക് എത്തുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് കാറും കൊണ്ട് പോകുന്നത്? അപ്പോൾ അതേപോലെ ആൾക്കാർ കയറുന്ന റൂട്ടിലായിരിക്കണം മെട്രോ വരേണ്ടത്. കൂടാതെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു പൈതൃക നഗരമാണ്. നമ്മൾ എപ്പോഴും പറയും തിരുവനന്തപുരം ഇസ് എ സിറ്റി ഓഫ് 7 hills. 7 മലയുടെ സിറ്റിയാണ്. നമ്മളെല്ലാവരും വിചാരിക്കും 7 മല ഏതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് തമ്പുരാട്ടി ചോദിച്ചപ്പം പലരും പറയും അത് പൊന്മുടി അല്ലെങ്കിൽ മൂക്കുന്നി അല്ല. തിരുവനന്തപുരത്തുള്ള ഹിൽസിന് പറയുന്നത് ഹില്ലാണ്. ഹില്ലെന്ന് പറയുന്നത് ഡയമണ്ട് ഹില്ല്, കോട്ടൺ ഹില്ല്, ബാട്ടൺ ഹില്ല്, ഇതാണ് ഹില്ല്. അപ്പോൾ പഴയ മാപ്പ് എടുത്ത് നോക്കി, ഞാൻ അന്ന് എടുത്ത് നോക്കുമ്പം തിരുവനന്തപുരത്തെ മാപ്പ് നോക്കിയാൽ ഈ എല്ലാം ഈ ഡയമണ്ട് ഹില്ല്, ബെൽഹെവൻ ഹില്ല്, കനകക്കുന്ന് എന്നൊക്കെ പറയുന്ന ഹില്ലാണ്. ആ ഹില്ല് താഴെ വരുന്ന സ്ഥലം എപ്പോഴും കുന്നുകുഴി, എല്ലാം കുഴിയായിരിക്കും. ഓക്കെ. ഊറ്റുകുഴി, കുന്നുകുഴി, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഏറ്റവും ജംഗ്ഷൻസ് വരുമ്പോഴാണ് മരങ്ങളാണ് പറയുന്നത്. പ്ലാമൂട്, പുളിമൂട്, അങ്ങനെയായിരുന്നു സിറ്റി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കോണ്ടർ മാപ്പ് എടുത്ത് നോക്കിയാൽ ട്രിവാൻഡ്രത്തിൻ്റെ മാപ്പിൽ 7 ഹിൽസ് ഉണ്ട്. അതാണ് സിറ്റി ഓഫ് 7 hills. അപ്പോൾ ഈ 7 ഹിൽസ് ഉള്ളതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിക്കകത്ത് അഴുക്ക് വരാത്തത് ഈ മഴയുടെ വെള്ളം ഫ്ലോ ചെയ്ത് സിറ്റിയുടെ അഴുക്കെല്ലാം കൊണ്ടുപോയി ആമയാം തോട്ടിലോട്ട് കൊണ്ടുവിടും. ആ മഴ കഴിയുമ്പോൾ ക്ലീനാണ് സിറ്റി. അതാണ് അതിൻ്റെ സിറ്റിയുടെ കോൺസെപ്റ്റ്. അപ്പോൾ ആ സിറ്റിക്കകത്ത് നമ്മൾ പറഞ്ഞു ഈ സിറ്റിക്കകത്ത് നമുക്ക് അണ്ടർഗ്രൗണ്ട്, ഭൂഗർഭത്തിൻ്റെ കീഴിലുള്ള അണ്ടർഗ്രൗണ്ട് ആയിട്ട് റെയിൽവേ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ആ മെട്രോ അതിലേ പോകുമ്പം നമുക്ക് ഭൂമി അക്വിസിഷൻ ഇല്ല. കാരണം ഭൂമിയുടെ എടുക്കേണ്ട കാര്യമില്ല. കാരണം റോഡിൻ്റെ അടിയിലാണ് പോകുന്നത് ഒരു സൈഡ്. അപ്പോൾ ചിലർ പറഞ്ഞ് ആ തൊട്ടടുത്ത് അതിന് മുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഗവൺമെൻറ് അതിന് ഗ്യാരണ്ടി കൊടുക്കുക, ഇൻഷുറൻസ് സ്കീം എടുത്ത് കൊടുക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ വിൽ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കിവിടെ ഒന്നാമത്തെ കാര്യം വാട്ടർ ടേബിൾ താഴ്ന്ന കിടക്കുന്നത്. കൊച്ചിയിൽ ഭൂമിയിലെ അവിടെ ഭൂഗർഭ മെട്രോ ചെയ്യാൻ പറ്റില്ല. കാര്യം വാട്ടർ ടേബിൾ -ലെവലാണ്. അപ്പം വെള്ളം പൊങ്ങി നിൽക്കുക. ഇവിടെ അതല്ല,
ഇവിടെ 20 മീറ്റർ വരെ നമുക്ക് ഒരു കുഴപ്പമില്ല, കാരണം എല്ലാം ലാറ്ററിറ്റിക് ബെഡാണ്. 20 മീറ്റർ വരെ പോകും, താഴെ പോകാം. അപ്പം 10 തൊട്ട് 20 വരെ പോകുന്ന ആ ഒരു സ്ഥലം പോകുമ്പം ചില സ്ഥലത്ത് വേണം മുകളിൽ കൂടെ കയറാം. പക്ഷേ പൈതൃകം എന്ന ആഗ്രഹമാകുമ്പം പല ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പം മ്യൂസിയം ആയാലും ശരി, സെക്രട്ടേറിയറ്റ് ആയാലും ശരി, ഇതിനൊക്കെ നമ്മൾ ഒരു പില്ലർ കെട്ടി സിറ്റി മൊത്തം പില്ലറാക്കുമ്പം ആ സിറ്റിയുടെ ബ്യൂട്ടി അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇത് അണ്ടർഗ്രൗണ്ട് തന്നെ ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇത് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൂമി ഏറ്റെടുക്കുന്ന കോസ്റ്റ് കുറയും. ഈ തൊട്ട് 2 സൈഡിലുള്ള കടക്കാരുടെ കച്ചവടം പോവില്ല. മൂന്നാമത്തെ കാര്യം, ട്രാഫിക് ബ്ലോക്സ് ഇല്ല. അപ്പം ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ അവർ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കൽക്കട്ടയിൽ വന്ന എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. ബോംബെയിൽ വന്ന പുതിയ മെട്രോയ്സ് അണ്ടർഗ്രൗണ്ടാണ്, ഭൂമിയുടെ അടി കൂടെയാണ് പോയിരിക്കുന്നത്. ചെന്നൈയിൽ നടന്ന മെട്രോയുടെ ഇത് അണ്ടർഗ്രൗണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മൾ നോക്കുമ്പോൾ ശ്രീ ലോക്നാഥ് ബെഹ്റയുടെ പറയുന്നത് ഇറ്റ് ഇസ് കോസ്റ്റ്ലി. പക്ഷേ ഇന്ന് ടെക്നോളജി മാറി. ഇപ്പോൾ ഈ ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ശ്രീ ശശി തരൂർ പറഞ്ഞു ചെന്നൈയിൽ വന്നിരിക്കുന്ന മെട്രോയുടെ അണ്ടർഗ്രൗണ്ട് കോസ്റ്റ്, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ അടി കൂടെ പോകുമ്പം ഇതിന് പെർ കിലോമീറ്റർ കോസ്റ്റ് ഇത്ര ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിഗർ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു എത്ര രൂപ കൂടുതലാണ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തരൂർ പറഞ്ഞു, MP പറയുമായിരുന്നു, ചെന്നൈയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ കോസ്റ്റ് 230 രൂപ പെർ സ്ക്വയർ കിലോമീറ്റർ, കോടി രൂപ പോയി. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് എങ്ങനെ ശരിയാവും? അപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇത് സംഭവം. അപ്പോൾ മുഖ്യമന്ത്രി നമുക്കത് പരിശോധിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി വാസ് നോട്ട് അവെയർ ദാറ്റ് ഹി ഹാസ് കൺവേഡ് ദ കോസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണും, സാറേ ഇത് മുകളിൽ കൂടെ പോയാലേ പറ്റുള്ളൂ, കോസ്റ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞു. അടി കൂടെ പോകുമ്പോൾ പോകുന്ന കോസ്റ്റ് കൂടുതലല്ല എന്നുള്ളത് ശ്രീ ശശി തരൂർ പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കിത് പരിശോധിക്കാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഇതിന് നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു അഡ്വൈസറി കമ്മിറ്റി വേണം. അവരെയും കൂടെ നമ്മളിത് വെച്ചാൽ ട്രാൻസ്പാരൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ എന്നൊരു തീരുമാനമായിട്ട്, അതിന് തീരുമാനം എന്തായാലും നമുക്ക് ഡോക്യുമെൻ്ററി കിട്ടിയില്ല. ഇത് ഇന്ന് ഡോക്ടർ തരൂരിൻ്റെ ഓഫീസിൽ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്തായാലും മെട്രോ വരും, സംശയമൊന്നുമില്ല. പക്ഷേ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും എല്ലാവരും എനിക്കൊന്ന് നമ്മൾ കുറേ ചെറുപ്പക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സും നിങ്ങൾ പല ആൾക്കാരും കൂടെ ചേർന്ന് മെട്രോ ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. ഈ അലൈൻമെൻറ്റ് തർക്കം പറഞ്ഞിട്ട് മെട്രോ വരാതിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ മെട്രോ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ചാൽ പോരെയെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അല്ലാതെ ഡിലേഡാണ്. ഡിലേ ചെയ്ത് പോകുമ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ടെക്നോളജി ലേറ്റസ്റ്റ് ആയിരിക്കണം. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിരിക്കണം. നാളെ അടുത്ത തലമുറ നമ്മളെ കുറ്റം പറയരുത്, ഏത് പൊട്ടന്മാരെ അത് ചെയ്തിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് എനിക്കറിയാം എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈയുണ്ട്, തിരുവനന്തപുരം മാത്രമില്ല. നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഇത് ഡിലേ ചെയ്യിപ്പിക്കുന്നതിന് ഒരു പരാതി, എത്രയോ പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഞാനും അവരത് പറയാറുണ്ട്, ഞങ്ങളുടെ ഭാഗത്തും പറയാറുണ്ട്, നിങ്ങൾ ആ രീതിയിൽ കാണരുത്. നമ്മൾ എടുക്കുന്ന സാധനം പ്രോപ്പറായിരിക്കണം. കാരണം ഇത് ലോസ് വന്നാൽ അടുത്ത ലൈൻ വരില്ല. നമുക്ക് ലാഭമായിരിക്കണം, ആൾക്കാർ കയറണം. ഇതിൽ മെട്രോ ഉണ്ടാക്കുന്ന എന്തിനാണ്? ആൾക്കാർ കയറാന്. അത് ഒരു പോയിന്റ് അതർ പോയിന്റ് വരെ പോകണമെങ്കിൽ ആൾക്കാർ കയറുന്ന രീതിയിൽ കയറിയാൽ മെട്രോ വിജയിക്കും. അപ്പോൾ സിറ്റിക്കകത്ത് ട്രാഫിക് കുറയും. മനസ്സിലല്ലേ? ചിലപ്പോൾ കൊച്ചിയിൽ ഇറ്റ് മേ ബി വർക്കിംഗ്, ബിക്കോസ് അന്ന് കൊച്ചിയിൽ വന്ന സമയത്ത് അന്ന് പില്ലേഴ്സ് ആയിരിക്കും അതിൻ്റെ, കാരണം അവിടെ വാട്ടർ ടേബിൾ ഹൈ ആണ്, ഈ ടെക്നോളജി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, കൊച്ചിയിലെ ആൾക്കാർ ഇപ്പം നിങ്ങളുടെ ഓഫീസ് എവിടെ, അത് പില്ലർ നമ്പർ 328, അതിൻ്റെ അടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ഓഫീസ് കാണാം. ഇങ്ങനെയാണ് അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആൾക്കാർ യൂസ്ഡ് ആയി. പക്ഷെ തിരുവനന്തപുരത്ത് നമ്മൾ വരുന്ന ഒരു സാധനം, തിരുവനന്തപുരം സിറ്റിയുടെ അതിൻ്റെ ഹെറിറ്റേജും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഒരു സാധനം വരാൻ പാടില്ല എന്നുള്ളതേ ഞങ്ങളുള്ളൂ. മെട്രോ വരുന്നതായിരിക്കും, ഞങ്ങളുടെ ഭാഗത്തൊരു ഡിലേ ഇല്ല. നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയുകയാണ്, എന്ത് കാരണവശാലും ഈ ഇരിക്കുന്ന സർക്കാർ ഇപ്പം 10-11 മാസത്തിന് മുമ്പ് മെട്രോയുടെ തീരുമാനം വന്നിരിക്കും, മെട്രോ നടപ്പിലാക്കിയിരിക്കും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. അതിന് പുറകെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഡെവലപ്മെന്റിന്റെ മറ്റൊരു ഫേസാണ് ഇങ്ങോട്ട് ആൾക്കാർ താമസിക്കാൻ വരിക, ഇവിടെ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇവിടെ താമസിക്കുക എന്നുള്ളതും പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുക, അതായത് വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് കേരളത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടുതലാണ് എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ 10% കൊടുക്കുന്നത്, പക്ഷെ അവിടെ 9.5, 9, 8 അങ്ങനെ ഒരു റേഞ്ചിൽ പോകുന്നുണ്ട്. ഇതിൽ കുറഞ്ഞ സംസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് ഇവിടെ കാര്യമായിട്ട് ബാധിക്കുന്നില്ലേ? ഇവിടെ നാഷണൽ ഹൗസിംഗ് പോളിസി പറയുന്നത് 5% ആണ്. കേരളത്തിൽ ലോട്ടറി, മദ്യം, രജിസ്ട്രേഷനൊക്കെയാണ്
നമ്മളെപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം വേറെ രീതിയിലുള്ള വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് അതിനെ നമുക്ക് ടാക്സ് ചെയ്യുക, അതിനെ മാക്സിമം റവന്യൂ ഉണ്ടാക്കുക. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സർക്കാരിൻ്റെ പറഞ്ഞത്, സർ ഇപ്പം ഭൂമിയുടെ ഈ വന്ന് കാണുന്ന നമ്മൾ രജിസ്ട്രേഷൻ ചാർജസ് 8 to 10%, 10% 8ഉം 2ഉം. ഇത് വരുമ്പോൾ എന്ത് പറ്റുന്നു, പല ആൾക്കാരും ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വില വയ്ക്കാറില്ല. നിങ്ങൾ കൊടുക്കുന്ന തുക കറക്റ്റ് ആയിരിക്കും, പക്ഷെ വില വയ്ക്കുന്നത് കുറവാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഫെയർ വാല്യൂ അല്ലല്ലോ ഇന്ന്. ഫെയർ വാല്യൂ കാലം എത്രയോ മുകളിലാണ് മാർക്കറ്റ് വാല്യൂ. ഫെയർ വാല്യൂ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് ഈ രജിസ്ട്രേഷൻ ചാർജസ് 5% ആക്കുക, 5+2 7% ആക്കുക. അപ്പം ആൾക്കാർ ആരും ഒളിച്ചു വയ്ക്കത്തില്ല. സർക്കാർ തന്നെ ആൾക്കാരെ കൊണ്ട് കള്ളത്തരം ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി ഇത് കൂട്ടി വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ പണം രജിസ്ട്രേഷൻ പ്രമാണ ചെലവിന് പോകുമ്പോൾ ആൾക്കാർ യഥാർത്ഥ വില വയ്ക്കത്തില്ല. അവർ പാടുപെട്ടുണ്ടാക്കുന്ന കാശാണ്. ആ കാശ് അവർ കൊടുക്കുന്നത് മറ്റാളിന് കൊടുക്കുന്നത് ചിലപ്പം ബ്ലാക്ക് മണി ഒന്നും ആവണമെന്നില്ല, വൈറ്റ് മണി തന്നെ കൊടുത്തതിന് വരാം. അപ്പം ആൾക്കാരെ കൊണ്ട് ബ്ലാക്ക് മണി ആക്കാനായിട്ടുള്ള സംവിധാനമാണ് നമ്മളിവിടെ ഉണ്ടാക്കുക. അത് മാറണം. നമ്മൾ എത്രയോ പ്രാവശ്യം സർക്കാരിന് പറഞ്ഞു, ബാക്കി സംസ്ഥാനം നോക്കി പഠിക്കും. ഇതിനെ നമ്മൾ താക്കുകയാണെങ്കിൽ പ്രമാണം എല്ലാം പുറത്തു വരും. ഇപ്പം കാണുന്ന പ്രമാണത്തിനാലും കൂടുതൽ പ്രമാണങ്ങൾ നടക്കും. യാഥാർത്ഥ്യമായിട്ടുള്ള വില എല്ലാവരും കാണിക്കും. ഇപ്പം ആൾക്കാർ വില കാണിക്കത്തില്ല. അപ്പോൾ ഇത് മാറ്റണമെന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അത് സർക്കാർ പുനഃപരിശോധിച്ചാലേ പറ്റുള്ളൂ. ലേബേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഈ നോക്കുകൂലി എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ നിർമ്മല സീതാരാമൻ ഇതിൽ പറഞ്ഞ പോലെ നോക്കുകൂലിയാണ് കേരളത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് ഒഴിവാക്കി, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇവിടെ ഈ പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇല്ല, ഇതിൻ്റെ അകത്ത് ഇത് കുറേ പെർസെപ്ഷൻ പ്രോബ്ലം ഉണ്ട്. സർക്കാർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇതിൻ്റെ PR വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. പുറത്തുള്ള സംസ്ഥാനത്തെ ആൾക്കാർ വിചാരിക്കുന്ന കേരളത്തിൽ പിടിച്ചു പറയും, കംപ്ലീറ്റ് യൂണിയൻ ആണെന്നും കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ആക്ച്വലി കേരളത്തിനെ പോലെ പീസ്ഫുള്ളായിട്ട് വേറെ സ്റ്റേറ്റ് ഇല്ല. ഇപ്പോൾ പഴയ പോലെ പിടിച്ചു പറയുന്നില്ല. ഇവിടെ പറ്റിയ പ്രോബ്ലം എന്താണ്, നമ്മൾ ഓർക്കണം അന്ന് ഹെഡ് വർക്കേഴ്സ് ആക്ട് കൊണ്ടുവന്നു. അന്ന് ശ്രീ AK ആൻ്റണിയാണെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ലോകത്ത് ഒരു പിടിച്ചു പറിക്ക് നിയമം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പിടിച്ചു പറിച്ചോ, അതിന് നിയമം ഹെഡ് വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിയമം നമ്മൾ അതുവരെ നമ്മൾ സാധനം ഇറക്കുന്നു കയറ്റുന്നു, ആരും ചോദിക്കാൻ പോലും ഇല്ല. ആ ഒരു സാധനം കയറ്റുന്ന ഇറക്കുന്നത് അതിനെ കംപ്ലീറ്റ് ലീഗലൈസ് ചെയ്ത് ഒരു ആക്ട് ഇറക്കി. അത് അവസാനം പിടിച്ചുപറി സാധൂകരിക്കുന്ന രീതിയിലായിപ്പോയി. അത് കാലാകാലങ്ങളിൽ വന്നു. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി, പബ്ലിക് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം വന്ന് അങ്ങനെ ഒരു ശല്യമേ ഇല്ല. ഇപ്പോൾ ഞാൻ ഹെഡ് വർക്കേഴ്സ് ബോർഡിലൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് അവർ നോട്ടിഫൈ ചെയ്യുന്ന റേറ്റ് ഉണ്ട്. ഇപ്പം പറ്റുന്നത് നമുക്ക് സാധനം ഇറക്കാൻ പോലും ആളില്ല, ഇവരില്ലാതെ പറ്റുന്നില്ല. അപ്പോൾ സാധനം ഇറക്കാൻ ആൾ വേണം, അതിനൊരു റേറ്റ് ഉണ്ട്. പിന്നെ ഈ നോക്കുകൂലി എന്ന് പറയുന്നത് ഒരു എക്സാജറേറ്റഡ് ആയിട്ട് അവിടെ 1 or 2 പല സ്ഥലത്തുള്ള കേസാണ്. അതിപ്പം പണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ശ്രീ KN രാജ് ഒരു ഇക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഒരു ലോറിയിൽ മൊത്തം താറാവ് വന്നു. ഈ താറാവ് വന്നിട്ട് ഒരു അന്നത്തെ കാലത്ത് എനിക്കൊന്ന് 10 പൈസയോ 15 പൈസയോ എന്നോ ചോദിച്ചു. അപ്പോൾ അതിനകത്ത് നല്ല ഫുൾ തമിഴ്നാട്ടിനൊക്കെ വന്ന താറാവ്. അപ്പം ഇതിനകത്ത് 10, 200, 300 താറാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഈ പറഞ്ഞ ലോറിയുടെ ബാക്കിലെ ഡോറ് തുറന്ന് താറാവ് ചാടി അങ്ങ് പോയി. ഇത് ഇറക്കേണ്ടി വന്നില്ല. 15 താറാവ് ചാടി പോയി. ഈ 15 പൈസ വെച്ച് ഓരോ താറാവിന് അവൻ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു ജോലിയില്ല. അപ്പോൾ താറാവിൻ്റെ കേസ് എനിക്കറിയാം. അതുപോലെ തന്നെ റോയൽ സർക്കസ് ഇവിടെ വന്നു. സിംഹത്തിനെയും അന്നത്തെ കാലത്ത് സിംഹമൊക്കെ ഉണ്ട്. ഇതിനെ ഇറക്കാനായിട്ട് യൂണിയൻകാർ പോകും. ഇത് ഇവിടെ ഇറക്കാൻ പ്രോബ്ലം ഈസ് നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ യോജിപ്പില്ല, നമുക്ക് സംഘടനയില്ല. കാരണം ഇവരെല്ലാം ദേ ഓൾ ഓർഗനൈസ്ഡ് ആണ്, നമ്മൾ അൺഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇതാരും വാങ്ങിക്കത്തില്ല. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പം സോഷ്യൽ മീഡിയ വന്ന ശേഷവും പലതും വന്ന ശേഷം ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ പിടിച്ചു പറയായിട്ട് നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം വീഡിയോഗ്രാഫി ചെയ്യുന്നു, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ വരുന്നു, ടെലിവിഷൻ ചാനലെടുത്ത് വാർത്തയാക്കുന്നു. ഇത് ആർക്കെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നോർമലായിട്ട് ഇത് ഇങ്ങനെയുള്ള സാധനം വരുമ്പോൾ ഗവൺമെൻറ് ഇടപെടും, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടും. അവിടെ ഇത് ചോദ്യമായി ആരാണ്ട് ആളിനെ കണ്ടുപിടിക്കുക. ഇതൊക്കെ എപ്പോഴും ഇതിപ്പം ഇന്ന് ഭയങ്കര പ്രോ ആക്റ്റീവാണ് മീഡിയ.
അത് ഈവൻ സാധാരണ കുട്ടികൾ പോലും പ്രൊആക്റ്റീവ്, അവർ മൊബൈൽ ഫോണിൽ വരെ ഷൂട്ട് ചെയ്തിട്ട് ഇതെടുത്ത് അവർ ലോഡ് ചെയ്ത് കളയും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും കളിക്കാനൊന്നും പറ്റില്ല. കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, എന്തെങ്കിലും ഒരു വികസനം ആരെങ്കിലും കൊണ്ടുവരും, ഉടനെ അവിടെ ഒരു അതിനെതിരായിട്ടൊരു സമരം നടത്തും, അല്ലെങ്കിൽ അതിനെ എങ്ങനെയും പൂട്ടിക്കാൻ നോക്കും. ഇപ്പം നമ്മൾ തന്നെ കാണുവാണ്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെതിരെ എന്തോരം സമരങ്ങൾ നടന്നു, അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിന് എതിരെ ഒരുപാട് സമരങ്ങൾ നടന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത് എന്താണെന്നറിയാം, ഇത് പൂട്ടിക്കാൻ നോക്കുന്ന അവരൊന്നുമില്ല. കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് കപട പരിസ്ഥിതിവാദികൾ, RTI ആക്ടിവിസ്റ്റ്, ബ്ലാക്ക് മെയിലേഴ്സ്, ഈ 2 വിഭാഗക്കാരാണ് ഇതിൻ്റെ ബാക്കിൽ. കള്ള കഥ ഉണ്ടാക്കുക, ഇത് പരിസ്ഥിതി പേര് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, ഈ കപട പരിസ്ഥിതിവാദികൾക്കും RTI ആക്ടിവിസ്റ്റിനും അവർക്കൊരു ചിലവില്ല. നാക്കിൻ്റെ ബലവും കൈയുടെ ബലവും മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ അവർ സർക്കാരിന് വരുമാനം കൊടുക്കുന്നുണ്ടോ? ടാക്സ് കൊടുക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ? എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം? അവരാരും ജോലി കൊടുക്കാറില്ല, ഒന്നും ഇവർ ഇത് കംപ്ലീറ്റ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത്, ഇപ്പോൾ ശ്രീ യൂസഫ് അലി ഇവിടെ മോള് ചെയ്തു. ഇതിലൂടെ എത്ര പ്രാവശ്യമാണ് ഈ വന്ന് കപട പരിസ്ഥിതി കേസ് ഹൈക്കോർട്ട്, NGT, അവിടെയൊക്കെ ഈ കേസെല്ലാം തള്ളപ്പെട്ടില്ലേ? പക്ഷേ തള്ളപ്പെട്ടെങ്കിലും ശ്രീ യൂസഫ് അലിയുടെ പ്രോജക്റ്റ് 2 വർഷം ഡിലേഡ് ആയില്ലേ? 2-3 വർഷം ഡിലേ ആയിപ്പോയില്ലേ? അപ്പം അദ്ദേഹത്തിന് തന്നെ മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായിപ്പോയി. ഇങ്ങനെ കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് പെട്ടെന്ന് പ്രോജക്റ്റ് തീർക്കാൻ പറ്റും, കേരളത്തിൽ ഒരിക്കലും തീർക്കാൻ പറ്റും. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ ഈ കാര്യം നമ്മൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇന്ന പരിസ്ഥിതി, അവിടെ പേര് വരെ ഞങ്ങൾ എഴുതി കൊടുത്തു. ഇങ്ങനെയുള്ള കപട പരിസ്ഥിതിവാദികളും ഈ RTI ആക്ടിവിസ്റ്റും ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി ലോകം മൊത്തം കണ്ട് ഇവിടെ വികസനം വേണം, നിങ്ങൾ നിക്ഷേപിക്കണം, നിങ്ങൾ വരണം എന്ന് മുഖ്യമന്ത്രി അവരൊക്കെ ക്ഷണിക്കുമ്പം ഈ വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അത് നമ്മൾ ഏത് സോഷ്യൽ മീഡിയയും ഓർക്കണം, ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യരുത്. കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കും, നമ്മളെ കുട്ടികൾക്ക് ഇപ്പം ശ്രീ യൂസഫ് അലി ഇവിടെ ഒരു മോള് ചെയ്തു, എത്ര പേർക്ക് ജോലി കിട്ടി? ഇവിടെ കിംസ് ഹോസ്പിറ്റലിൽ വന്നു, അന്ന് എത്രയോ പേര് അന്ന് പാലം 2 ബിൽഡിംഗ് കൂടെ ഘടിപ്പിക്കുന്ന പാലം കെട്ടാൻ പോയി. എന്ത് ബഹളമായിരുന്നു! ഇപ്പം ഈ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരില്ല ആ പാലം വഴി കയറി പോകുന്നത് ഇറങ്ങുന്നതൊക്കെ, മനസ്സിലായില്ലേ? കണക്റ്റിംഗ് റീജൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു പദ്ധതി വരാൻ ആൾക്കാർ പേടിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും പ്രതികരിച്ചാൽ മാത്രമേ. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ചേംബറിനകത്ത് ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഈ കപട പരിസ്ഥിതിവാദികളെ പറ്റി എക്സ്പോസ് ചെയ്യുക, RTI ബ്ലാക്ക് മെയിലേഴ്സിനെ, RTI ആക്ടിവിസ്റ്റ് നേരിടുക. നമ്മൾ നേരിടാൻ തുടങ്ങി നോക്ക്, ഒന്നും സംഭവിക്കില്ല. ഇത് അവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് കള്ള കേസാണ്. അവരുടെ ഇൻറ്റൻഷൻ ഡിലേ ചെയ്യുക. നിങ്ങൾ ഡിലേ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് ആ ഇൻവെസ്റ്റർ പോയി അവരെ കാണും, ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് അവർ രമ്യ തീരുമാനത്തിൽ വന്ന് രമ്യമായിട്ട് ഇത് ഒതുക്കി തീർത്ത് പൈസയും വാങ്ങിച്ചോണ്ട് അവർ പോകും. ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇത് ചുമ്മാ വന്നിരുന്നത്, നമ്മൾ ജെന്യുവനായിട്ട് എൻവയറമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, ജെന്യുവൻ എൻവയറമെൻറ്റ് ഇഷ്യൂസ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണം. എല്ലാം നമുക്കും ഞാനും പരിസ്ഥിതിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാളല്ല. പരിസ്ഥിതിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഇടപെടണം, നമ്മളും ഇടപെടണം. പക്ഷേ കള്ള പ്രചരണം കൊടുത്ത് പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് ഒരു പദ്ധതി നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ തുടക്കത്തിൽ സംസാരിച്ച പോലെ, അന്ന് സാറ് മലേഷ്യയിൽ നിന്ന് കേരളത്തിൽ വന്നു പഠിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവിടുന്ന് ആൾക്കാർ പല രാജ്യങ്ങളിലായി പഠിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട് മൈഗ്രേഷൻ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അത് മാത്രമല്ല, റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് യൂത്തിൻ്റെ ഇടയിൽ. 2018 കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം ആൾക്കാരാണ്, സ്റ്റുഡൻസ് ആണ് ഇവിടുന്ന് പുറത്തോട്ട് പോയി പഠിച്ചത്. പക്ഷേ 2023 വന്നപ്പോഴത്തേക്കും അത് 3 ലക്ഷം പേരിലേക്ക് മാറി, ഡബിളായി മാറിയിട്ടുണ്ട്. അപ്പം ഇത് ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണോ, അതോ എഡ്യൂക്കേഷൻ്റെ ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇവിടുന്ന് പോകുന്നത്? അപ്പം നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം കേരളത്തിൽ 35 ലക്ഷം നമ്മൾ അതിഥി തൊഴിലാളികളുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, ഈ അതിഥി തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നത് പ്രതിവർഷം 42,000 കോടി രൂപയാണ്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയാം 25 ലക്ഷം പേരുണ്ട്. അപ്പം നമുക്കിവിടെ ജോലി ഇല്ലാത്ത കുഴപ്പമാണോ? 35 ലക്ഷം പേര് നമ്മുടെ ജോലിയും കൊണ്ടുപോയി, 25 ലക്ഷം പേര് വീട്ടിൽ ഇരിക്കുന്നു.
ഈ കുട്ടികൾ വന്ന് ജോലി ചെയ്യുന്നില്ല. നമ്മുടെ നിർമ്മാണ വിഭാഗം നോക്കിയാൽ റിയൽ എസ്റ്റേറ്റിലും കൺസ്ട്രക്ഷനും നമ്മളവിടെ വർക്ക് ചെയ്യുന്ന 18 ലക്ഷം പേരാണ്. ഈ 18 ലക്ഷം പേര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ വന്നിരിക്കുന്ന ജോലി ചെയ്യുന്ന ആരാ? അന്യ സംസ്ഥാനത്ത് തൊഴിലാളികൾ. ശരാശരി ഇവർക്കെല്ലാം ഒരു 30,000 രൂപ, 25,000 രൂപ, 30,000 രൂപ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടേണ്ട കാശാണ്. ഇന്ന് ഒരു ഗ്രാജുവേറ്റ് ആയിട്ടോ ഒരു എഞ്ചിനീയർ ആയിട്ടോ പാസ്സാകുന്ന കുട്ടികൾ ഇന്ന് ടെക്നോ പാർക്കിൽ പോയാൽ കിട്ടുന്നത് ആദ്യത്തെ ബ്രേക്കിൻ്റെ തുക എത്ര? 8,000 രൂപ, 8,000 to 20,000 റുപ്പീസ് കിട്ടും. ഡിപ്പെൻഡിങ് ഓൺ കമ്പനി 20,000 വരെ പോകും. ആ ഒരു ശമ്പളത്താലും കൂടുതൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങളെല്ലാം ഓർക്കുമായിരിക്കും, നമ്മൾ പണ്ട് ഈ ട്രെയിൻ ഓടിക്കുന്ന എഞ്ചിൻ ഡ്രൈവറിനാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഈ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറഞ്ഞ ആളുടെ പേര് ലോക്കോ പൈലറ്റ് ആക്കിയപ്പം അതിൻ്റെ റീനെയിമിങ് വന്നപ്പം തന്നെ ആ പോസ്റ്റിൻ്റെ ഗമയും ആ ലോക്കോ പൈലറ്റൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പുള്ളി ഒരു പ്ലെയിനൊക്കെ ഓടിച്ച് വരുവാണ്. എന്തല്ലേ ആ റീബ്രാൻഡിങ് എന്ന് പറയാം. അവരുടെ ജോബിനെ റീബ്രാൻഡ് ചെയ്ത് ലോക്കോ പൈലറ്റ്. ഇവിടെ ഞങ്ങളുടെ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ബിൽഡേഴ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുവിടാ? നമ്മളിവിടെ തട്ടടിക്കുന്നു, കമ്പി കെട്ടുന്നു, കൊത്തം പണി ചെയ്യുന്നു, ഇതെല്ലാം ഉണ്ട്. ഇത്രയും ഈ പണിക്കൊക്കെ കിട്ടുന്ന കാശ് ചില്ലറയല്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ കൊത്തനെ നമ്മൾ കേരളത്തിലെ കുട്ടികളാണെങ്കിൽ ആ ആളിനെ വിളിക്കേണ്ടത്, ഇപ്പം തട്ടടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം തട്ടടിക്കുന്ന എഞ്ചിനീയർ, കൊത്തൻ എഞ്ചിനീയർ, കമ്പി കെട്ട് എഞ്ചിനീയറും കൂടെ ഒരു വാല് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അവർ വന്നുകൂടാറില്ല. കാരണം ഇവർക്ക് വേണ്ടത് ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു പേരാണ്. മനസ്സിലല്ലേ? ഇപ്പോൾ മോൻ എന്ത് ചെയ്യുന്നു? അത് കൊത്തം പണിക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളത് കാണുന്ന വേറെ ആംഗിളാണ്. അവർക്ക് കല്യാണം കിട്ടാൻ പാട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, ഈ കുട്ടികൾ തന്നെ നമ്മൾ അടുത്ത രാജ്യത്ത് പ്രത്യേകിച്ച് ഗൾഫിൽ പോയാൽ റോഡ് പണി ചെയ്യുന്നു, റോഡ് തൂക്കുന്നു, ഗാർഡൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നു, അവിടെ എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ടും അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇവിടെ വരുമ്പോൾ അതിൽ പറയും ഞാൻ ഗൾഫിലാണ്, എനിക്ക് ഇതാണ് ഗൾഫിലാണ്, എന്ത് ജോലിയാണ് ഇങ്ങനെ ആൾ ഭൂമി മറ്റേ ഏതെങ്കിലും കമ്പനിയുടെ പേര് പറയും. എന്ത് ജോലി ചോദിച്ചാൽ അവൻ പറയും ഞാൻ ഹൗസ് കീപ്പിംഗ്. പണ്ട് നമ്മൾ വീട്ടിലെ ജോലിക്കാരെ നമ്മൾ ജോലിക്കാരിയിൽ വിളിക്കും. ഇപ്പോൾ നമ്മളെ പേര് മാറ്റി ഡൊമസ്റ്റിക് ഹെൽപ്പിനാണ് പറയുന്നത്. അതേപോലെ എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുത്ത ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ തൊഴിൽ ഇല്ലായ്മ മാറി കിട്ടുമെന്നുള്ളതാണ് എനിക്കൊരു വിശ്വാസം. പിന്നെ ഇവർ പുറത്ത് പോകുന്നു, ഈ പുറത്ത് പോകുന്ന വീട്ടിലെ അമ്മയും അച്ഛനെയും ഒക്കെ അവർ പറയിപ്പിച്ച് അവർക്ക് വലിയ ഇതിനെപ്പറ്റി വിവരമൊന്നും കാണത്തില്ല. അവർ പറഞ്ഞ് അവിടെ പോയാൽ ഇപ്പോൾ ഞാൻ അവിടെ കിട്ടും, ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ച ക്യാമ്പസ് സെലക്ഷൻ കിട്ടും. ഇങ്ങനെ ആൾക്കാർ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ രാജ്യത്ത് കാനഡയിലായാലും ശരി, ഓസ്ട്രേലിയയിലായാലും ശരി, ഈ ന്യൂസിലൻഡ്, ഈ വന്നിരിക്കുന്ന UK, പല രാജ്യത്തും പോയിരിക്കുന്ന കുട്ടികൾ പല സൂപ്പർ മാർക്കറ്റിലും പെട്രോൾ പമ്പിലും പല സ്ഥലത്തും ജോലി ചെയ്യുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാം. ഇവർ മനസ്സിലാക്കണം, ഈ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ടി വരും. ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കും? അടയ്ക്കാനായിട്ട് വരുമാനമില്ല. ഇവിടെ സർക്കാർ എന്ത് ചെയ്യണം? എന്തിനവിടെ പോകുന്നത്? കാര്യം നമ്മുടെ ഇവിടുത്തെ സിലബസ് ഇൻ്റർനാഷണൽ സിലബസായിട്ട് ഒത്തുപോകുന്നില്ല. നമ്മുടെ സിലബസ് ഓബ്സൊലീറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പോൾ നമ്മൾ തിരക്കിയപ്പം നമ്മൾ ഈ സർക്കാരിൽ ഞാൻ ആളുടെ പേര് പറയുന്നില്ല, നമ്മുടെ സിലബസ് പുതുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സിലബസ് പുതുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറാണ്. അവിടെ ഞാൻ കാണുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ അന്ന് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ വിളിച്ച ഒരു വൈസ് ചാൻസലറെ വിളിച്ച യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സിലബസും നമ്മൾ പഠിക്കുന്ന സിലബസും IIT സിലബസും ഒരേപോലെ ഇരുന്നാൽ എന്താ തെറ്റ്? IIM-ആയിട്ട് ചേർന്നുള്ള MBA കോഴ്സ് ചെയ്ത എന്താ സെയിം സബ്ജക്റ്റ് ഇവിടെ എന്ത് പഠിപ്പിക്കുന്ന അത് IIM-ൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. IIT പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾ എന്തിനു പുറത്ത് പോകണം? ഓക്കെ, അത് ബ്രാൻഡാണ്. അത് എന്ന് പറയുന്നത് ഇസ് എ സെൻറ്റർ ഓഫ് എക്സലൻസ്. IIT സെൻറ്റർ ഓഫ് എക്സലൻസ്, IIM സെൻറ്റർ ഓഫ് എക്സലൻസ്. അതിൻ്റെ നെക്സ്റ്റ് ലെവൽ നമ്മളെ യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ പേരുണ്ട്, റാങ്കിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സിലബസിൽ മാറ്റം വരുത്തണം. അപ്പോൾ സിലബസ് മാറ്റം വരുത്തുമ്പം ആ സ്കൂളിലെ സിലബസ് മുതൽ തുടങ്ങണം. സ്കൂളിലെ സിലബസ് മാറ്റം. അതുകൊണ്ടാണല്ലോ ഇവിടെ എത്രയോ ഇപ്പോൾ നിങ്ങൾ നോക്കി കാണുക, ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സ്കൂള്, പബ്ലിക് സ്കൂൾ വരുന്നത് കേരളത്തിലാണ്. തിരുവനന്തപുരത്തുണ്ടല്ലോ. ആൾക്കാരെല്ലാം കുട്ടികളെ അവിടെ എത്ര ലക്ഷം രൂപ കൊടുത്താണ് കുട്ടികൾ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. കാര്യം എന്താണ്? അവർ പറഞ്ഞ ആ സിലബസ് പഠിച്ചാൽ കുട്ടികൾ പഠിക്കുന്നത് ഇംഗ്ലണ്ട് പഠിക്കുന്ന അതേ സിലബസാണ്, അല്ലെങ്കിൽ US പഠിക്കുന്ന അതേ സിലബസ് കുട്ടികൾ പഠിക്കുന്നത്.
ഇപ്പോൾ സർക്കാർ ഹൈടെക് സ്കൂളാക്കി. ഹൈടെക് സ്കൂളാക്കി കഴിയുമ്പോൾ എല്ലാ കുട്ടികളും തിരിച്ച് സർക്കാർ സ്കൂളിൽ വരാൻ തുടങ്ങി. ഈ ഇരിക്കുന്ന മോഡൽ സ്കൂള്, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല. ഞാൻ ആ മോഡൽ സ്കൂളിന് പാസ്സായിട്ടുള്ള ശ്രീ മോഹൻലാൽ മുതൽ ഇവിടെ കാണുന്ന IAS ഓഫീസേഴ്സ് മുതൽ മൊത്തം സിനിമാക്കാർ മൊത്തം മോഡൽ സ്കൂളിലാണ് വന്നത്. ഒരു കാലഘട്ടത്തിൽ ബ്രാൻഡാണ് മോഡൽ സ്കൂള്. പക്ഷേ ആ മോഡൽ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഈ വന്നിരിക്കുന്ന മോഹൻലാലോ അല്ലെങ്കിൽ സിനിമാക്കാരോ IAS ആരോ അവരെ കുട്ടികൾ മോഡൽ സ്കൂളിൽ വിട്ടിട്ടില്ലല്ലോ. എന്ത് പറ്റി? അവരെന്തോ ആ കുട്ടികളെ ആ സ്കൂളിൽ വിടാൻ, അവിടെ നിന്നല്ലേ പഠിച്ചിറങ്ങിയത്. ആ കുട്ടികൾ എന്തുകൊണ്ട് ആ സ്കൂളിൽ വിടുന്നില്ല? അപ്പോൾ ഒന്നിലും ആ സ്കൂളിൻ്റെ ബ്രാൻഡ് താഴെ പോയി. ആ ബ്രാൻഡ് പൊക്കിയെടുക്കാൻ സർക്കാരും ശ്രമിച്ചില്ല. അതൊരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്, ഐക്കോണിക് സെൻറ്റർ, ഐക്കോണിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോകുമ്പം പറയും ഇത് ഒബാമ പഠിച്ച കോളേജാണ് എന്ന് പറയും. നമ്മളൊരു പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മൾ ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ മോഡൽ സ്കൂൾ ഏറ്റവും നല്ല ആൾക്കാരെ, കേരളത്തിലെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും, കേരളത്തിലെ ഏറ്റവും നല്ല ലിറ്റററി സ്കോളേഴ്സിനെയും, കേരളത്തിലെ ഏറ്റവും നല്ല ഫിലിം ആക്ടേഴ്സിനെയും കേരളത്തിലെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഇറക്കിയ ആൾക്കാർ പ്രൈവറ്റിലും ലോകത്ത് കാണുന്ന ലോക ബാങ്കിലും IMF-ലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവിടുന്ന് പോയ ആൾക്കാരാണ്. ഇവിടുന്ന് പാസ്സാവുന്നു. കുട്ടികൾ നല്ല പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർ നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ വരുന്നു, അല്ലെങ്കിൽ ആർട്സ് കോളേജിൽ പോകുന്നു. അല്ലാത്ത കുട്ടികൾ നേരെ CET പോകുന്നു, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാസ്സാകുന്നു. അല്ലാത്ത കുട്ടികൾ നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു. ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്നു, ഉന്നത നിലയിൽ ഇരിക്കുകയാണ്. പക്ഷേ സ്കൂളിംഗ് എവിടെ? മോഡൽ സ്കൂൾ അല്ലെങ്കിൽ കോട്ടൺലി സ്കൂൾ. ഈ കുട്ടികൾ എന്തുകൊണ്ട് അവരുടെ കുട്ടികളെ തിരിച്ച് ആ സ്കൂളിൽ അയക്കുന്നില്ല? നമ്മളാരും ചിന്തിക്കുന്നില്ല. എന്തോ ആ സ്കൂൾ മോശമായ കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും പറ്റുന്നത്, നമുക്ക് കൊച്ചിലെ നമ്മൾ ഒരു കാര്യം വന്നു. ചില വീട്ടിൽ കുട്ടികൾ അമ്മമാർക്കുണ്ട്, അവർക്ക് ഡാൻസ് ഇഷ്ടമാണ്, പക്ഷെ അവർ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ മോളെ ഞാൻ ഡാൻസ് പഠിപ്പിക്കും. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മക്കളെ പഠിപ്പിക്കും. അപ്പോൾ അതുപോലെ ആൾക്കാർക്ക് തോന്നുന്നത് എനിക്ക് എന്തായാലും ബാംഗ്ലൂർ പഠിക്കാൻ പോയില്ല, എൻ്റെ മോനെ ഞാൻ ബാംഗ്ലൂർ വിടും. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിൽ പോകാൻ പഠിക്കാൻ പറ്റില്ല, എൻ്റെ മോനെ ഇംഗ്ലണ്ടിൽ വിടും. അതല്ല സിസ്റ്റം. സർക്കാർ ചെയ്യേണ്ടത് സിലബസ് പെർഫെക്റ്റ് ആക്കുക, ഓൺ പാർ വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിലബസ് പെർഫെക്റ്റ് ആക്കുമ്പോൾ ഇതിൽ കംപ്ലീറ്റ് തടസ്സം ചെയ്യുന്നത്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നത് ഈ സിലബസ് പഠിപ്പിക്കാൻ ഉള്ള ടീച്ചേഴ്സ് ഇതിനെതിരാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഞാൻ പലയിടത്തും കേട്ടത് ഈ സിലബസ് നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന കാര്യം ഈ വന്നിരിക്കുന്ന ടീച്ചേഴ്സ് ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാനുള്ള കാരണം ഈ സിലബസ് അവർ പഠിക്കണം. അവർ പഠിച്ചാലേ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മെനക്കേട് അവർക്ക് എടുക്കാൻ തയ്യാറല്ല. അവർ ജാംബാവിൻ്റെ കാലത്ത് പഠിച്ച അതേ സബ്ജക്റ്റാണ് ഇന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേരും ഈ ജാംബാവിൻ്റെ സബ്ജക്റ്റും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിടത്ത് എത്തൂല. ഇപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നു. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പം കുറച്ച് മാറ്റങ്ങൾ വരാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡീം യൂണിവേഴ്സിറ്റി വരുന്നു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്ത് ഞങ്ങൾ SR-ഉമായിട്ട് സംസാരിച്ചു. ഒരു ക്യാമ്പസ് ഇവിടെ തുടങ്ങിക്കൂടെ തിരുവനന്തപുരത്ത്. VIT നമ്മൾ അവരുമായിട്ട് ഒരു മീറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ക്യാമ്പസ് ചെയ്യാം? ഇപ്പോൾ ഇപ്പം ദുബായിൽ നമ്മൾ മനസ്സിലാക്കണം, ഓഫ് സൈറ്റ് ക്യാമ്പസ് ഏറ്റവും കൂടുതൽ. ഈ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ദുബായിലുണ്ട്, UK-ലെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ദുബായിലുണ്ട്, US-ലെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ദുബായിലുണ്ട്. നിങ്ങൾ US-ലൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ദുബായിൽ പോയി പഠിച്ചാൽ മതി. അതേപോലെ കേരളത്തിൽ നമുക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നമുക്ക് ചെയ്യാം, കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാം. തിരുവനന്തപുരം ബേസിക്കലി കാലാകാലങ്ങളായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ആ ഹബ്ബ് നമ്മൾ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? നമുക്ക് ആ ഒരു ഹബ്ബ് തുടങ്ങിക്കൂടെ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പുറത്ത് പോകണ്ട, ഇത്രയും ലോൺ എടുത്ത് വെറുതെ പാടുപെട്ട് പോകണ്ട, എത്ര ഹോസ്റ്റൽ ഫീസും മറ്റേ ഫീസൊക്കെ അടയ്ക്കണ്ടേ? അതുപോലെ നമുക്ക് കൊടുക്കുമ്പം ഇപ്പോൾ ആക്ച്വലി ഞാൻ പറയുന്നത് കേരള സ്കില്ലിംഗ് സ്റ്റേറ്റ് ആവണം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ നാഷണൽ പ്രസിഡന്റ് വന്നിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് സ്കില്ലിംഗ്. അപ്പോൾ CM പറഞ്ഞു ഞങ്ങളുടെ നോളജ് മിഷനുണ്ട്, ശ്രീ തോമസ് ഐസക്കാണ് ആ മിഷൻ ഹെഡ് ചെയ്യുന്നത്. ആ ഇതിനകത്ത് ഞങ്ങൾ ആൾക്കാരെല്ലാം സ്കില്ല് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു ഒരു പർട്ടിക്കുലർ സ്റ്റാഫ് വേണം, ഈ നോളജ് മിഷനിൽ അയച്ചാൽ അവർ നമുക്ക് തരും. അപ്പോൾ CM പറഞ്ഞാൽ അതിലോട്ടൊക്കെയാണ് നമ്മൾക്ക് ഫണ്ടിങ് നോക്കുന്നതും CSR ഫണ്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ആക്ച്വലി വാട്ട് CM ഈസ് സേയിങ് ഈസ് CM ഈസ് ട്രൈങ് ടു മേക്ക് കേരള ദി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫ് ദ വേൾഡ്. ലോകത്ത് ആൾക്കാരെ വേണോ കേരളത്തിൽ കത്തയച്ചാൽ മതി, ആൾ കിട്ടും. ഒഡിപെക്കിന് പോകുന്ന എല്ലാ നഴ്സന്മാരും, നോർക്ക വഴി പോകുന്ന എല്ലാ നഴ്സന്മാരും ഇവിടെ ലോകത്തെ എല്ലാ ഭാഗത്തും നമ്മൾ കേരള നഴ്സസാണ്. അപ്പോൾ കേരള ക്യാൻ ബി, ഇപ്പോൾ നമ്മുടെ 25 ലക്ഷം പേരുണ്ട്, 25 ലക്ഷം പേരെ സ്കില്ല് ചെയ്താൽ കുറച്ച് പേര് കേരളത്തിൽ വർക്ക് ചെയ്യും. ബാക്കിയുള്ള ആൾക്കാർ
നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫ് ദ വേൾഡ് ആവണം. ആ വേൾഡിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, കേരള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഈ കുട്ടികളെ സ്കിൽ ചെയ്ത് വന്നാൽ ലോകത്ത് ഒരു സ്ഥലത്ത് ആവശ്യമുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ പേര് അയച്ചു കൊടുക്കും. ആൻഡ് വി ഷുഡ് ബി ദ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫ് ദ വേൾഡ്. ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്, സ്റ്റുഡൻസിൻ്റെ ഇടയിലും നമ്മുടെ നാട്ടിലും. അപ്പം ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ 14ാമത്തെ സ്ഥാനമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. 35 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തിലോട്ട് താഴോട്ട് വരുന്നത്. മറ്റത് ആ ഒരു ടോപ്പ് 10 കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ടോപ്പ് 10 പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയും താഴോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ്? സ്പോർട്സിനെ ഗവൺമെൻറ്റിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്തതാണോ? ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? ഇല്ല, നമുക്ക് കഴിവിൻ്റെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ കാലാകാലങ്ങൾ നമ്മൾ 1ാം സ്ഥാനത്ത് നിന്നവരാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 5ാം സ്ഥാനമായിരുന്നു നാഷണൽ ഗെയിംസ്. എന്തുകൊണ്ട് 5ാം സ്ഥാനം? അതിൽ മെജോറിറ്റി മെഡൽ വന്ന കളറി ഫൈറ്റായിരുന്നു. ഈ പ്രാവശ്യം കളറി ഫൈറ്റില്ല, അപ്പോൾ നമ്മൾ താഴോട്ട് പോയി. ചൈന എന്തുകൊണ്ടാണ് ഇത്രയും ഒളിമ്പിക്സ് എടുക്കുന്നത്? ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലെ കുട്ടികളെ സ്പോർട്സിലോട്ട് കൊണ്ടുവരിക, മാസ്സായിട്ടുള്ള ട്രെയിനിങ്, അതിൽ പിക്ക് ആൻഡ് ചൂസ് വന്നിട്ട് എക്സലൻറ്റ് ട്രെയിനിങ് കൊണ്ട് വിടും. ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമ്മുടെ പ്രസിഡൻറ്റ് ശ്രീ സുനിൽ കുമാർ, ഹീ ഈസ് നോട്ട് എ സ്പോർട്സ്മാൻ. അദ്ദേഹത്തിന് ഞാൻ കണ്ട ഒരു കാര്യം, വിഷനുണ്ട്. നമുക്ക് കേരളത്തിൽ എങ്ങനെ ഏത് രീതിയിൽ സ്പോർട്സ് വളർത്തിയെടുക്കാം. ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഒരു മന്ത്രിയുണ്ട്, സ്പോർട്സ് കൗൺസിലുണ്ട്, സ്പോർട്സ് സെക്രട്ടറി ഉണ്ട്, സ്പോർട്സ് ഡയറക്ടറേറ്റ് ഉണ്ട്. ഇത്രയും ഏജൻസി വരുമ്പം പണ്ട് ആൾക്കാർ പറയും ആൾ കൂടിയ പാമ്പ് ചാവില്ല. ഇവിടെ വേണ്ടത് ഫോക്കസ് വേണം, ഓണർഷിപ്പ് വേണം. നമ്മൾ ഈ ഒളിമ്പിക് അസോസിയേഷൻ ഏറ്റെടുക്കുമ്പം ഇപ്പോൾ 7 വർഷത്തോളമായി, 7-8 വർഷമായി, കുത്തഴിഞ്ഞ് കിടന്ന സാധനത്തെ നമ്മൾ തിരിച്ചെടുത്ത് ഡിസിപ്ലിൻ കൊണ്ടുവന്ന് 33 ഡിസിപ്ലിൻസിനെയും നല്ല ഡിസിപ്ലിനോടെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അതിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഗവൺമെൻറ് ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഇവിടെ എന്താണ്, ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്പോർട്സ് ഓർഗനൈസേഷനിലുള്ള പോളിറ്റിക്സ് പോലെ വേറെ ഒരിടത്തും കാണാക്കത്തില്ല. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയണം. സ്പോർട്സ് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, അവർക്ക് താമസ സൗകര്യം മോശം. ഇവർ ഹൗ ഡു യു എക്സ്പെക്ട് ദം ടു പെർഫോം? ഈ കുട്ടികൾ ഇപ്പോൾ ഈ പ്രാവശ്യമാണ് നമ്മൾ ഫ്ലൈറ്റിലും AC-യിലൊക്കെ കയറ്റി വിടുന്നത്. ഈ കുട്ടികൾ അവിടെ ചെല്ലുമ്പം തന്നെ അവർ എക്സോസ്റ്റഡ് ആവുന്നു. ഇവർക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് കൊടുക്കണം. ഇവർക്ക് കൊടുക്കേണ്ട ന്യൂട്രീഷ്യസ് ഫുഡാണ്, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം. അതിന് ന്യൂട്രീഷനിസ്റ്റ് വേണം, സൈക്കോളജിസ്റ്റ് വേണം, അവർക്ക് കംപ്ലീറ്റ് പെപ്പപ്പ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഗവൺമെൻറ് നല്ല രീതിയിൽ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക. നമ്മളിപ്പം ഞാൻ മലേഷ്യ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ പോകുമ്പോൾ അവർ നോക്കുന്ന ആദ്യം നിങ്ങളുടെ ക്ലാസ്സിൻ്റെ മാർക്സ് മാത്രമല്ല, വാട്ട് ഈസ് യുവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. യു പ്ലേ ഫുട്ബോൾ, യു പ്ലേ ഹോക്കി, യു പ്ലേ ബാഡ്മിൻ്റൺ, ആൻഡ് വാട്ട് ആർ അതർ തിങ്സ് യു ഡു, യു സിങ്, യു ആർ ഡാൻസർ, യു ആർ റീഡർ. ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല. പാരൻസ് മൊത്തം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക, ഇങ്ങനെയുള്ള പല രീതിയിൽ ചിന്തിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് പാരൻസ് പുഷ് ചെയ്യുന്നതെല്ലാം മാർക്ക് വേണം. ഈ കുട്ടികൾ മാർക്കിനാലും കൂടുതൽ അപ്പുറം വേറെ പല കാര്യങ്ങളുണ്ട്. കാര്യം സ്പോർട്സിൽ വരുന്ന കുട്ടികൾ എപ്പോഴും ഏത് ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്. ഞാൻ എത്രയോ വർഷം സ്പോർട്സിൽ കിടന്ന ആളാണ്. സ്കൂൾ മുതൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഐ തിങ്ക് മോർ ദൻ 10 years ഐ വാസ് ഇൻ ദാറ്റ്. എനിക്ക് ഏത് ക്രൈസിസും എനിക്ക് ഉടനെ ഒരു ഡിപ്രഷൻ അടിക്കുന്നൊന്നുമില്ല. യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. ഇപ്പോൾ നമ്മൾ തോറ്റു, ബട്ട് അടുത്ത പ്രാവശ്യം പിടിക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നോക്കാം. നമ്മൾ ആ ഒരു ഫ്യൂ സെക്കൻഡ്സോ അല്ലെ മേ ബി അവേഴ്സ് കിടക്കുന്ന ഒരു പ്രയാസമല്ലാതെ അതങ്ങ് മറക്കും. ഒരു സുഹൃത്തുമായിട്ട് വഴക്ക് കൂടിയാൽ നമ്മൾ അതിനെ സെറ്റിൽ ചെയ്യും. അത് സ്പോർട്സിൻ്റെ ഒരു ഗുണമാണ്. ഇപ്പോൾ അന്ന് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ജേഴ്സിയുടെ എണ്ണം കുറവാണ്. അപ്പം അവിടെ ഇരിക്കുന്ന കോച്ച് പറയും, നമ്പർ 5 യു കം ഔട്ട്, നമ്പർ 12 യു ഗോയിൻ. പക്ഷേ നമ്പർ 5 ഉം 12 ഒറ്റ ജേഴ്സിയേ ഉള്ളൂ. അവ വേർത്ത് ഒലിച്ച് വരുന്ന ജേഴ്സിയാണ് ഞാൻ എടുത്തിട്ട് കളിക്കുന്നത്. നമുക്കങ്ങനെ പ്രയാസമില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ കുളിക്കുമ്പം സോപ്പില്ലെങ്കിൽ അപ്പുറത്ത് കൈ കൊടുത്തിട്ട് പറയും, ഇതിൻ്റെ സോപ്പ് ഞാൻ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ മലേഷ്യയിൽ വന്നപ്പോൾ ഞാൻ വെച്ചാൽ ഇത് എന്തുവാണ് സംഭവം, പക്ഷെ അത് നല്ലതാണ്.
ടവലില്ലെങ്കിൽ നമ്മുടെ ടവലെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, അവൻ്റെ ടവലില്ലെങ്കിൽ അവൻ്റെ ടവലെടുത്ത് നമ്മൾ ഉപയോഗിക്കും. ഇന്ന് നമ്മൾ പറയും നോ 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 അത് ഹൈജീനിക് അല്ല മറ്റേ, അന്ന് ആർക്കും അസുഖമൊന്നും പിടിച്ചില്ല. പക്ഷെ ഇതിലേ വേറൊരു സൈഡ് ഉണ്ടല്ലോ, പഠിക്കണം എന്ന് പാരന്റ്സ് പറയുമ്പോൾ സ്പോർട്സിനെ ഫോക്കസ് ചെയ്യുന്നതിൽ വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജോലി കിട്ടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഡോക്ടർ ആയാലോ എഞ്ചിനീയർ ആയാലോ മറ്റോ സ്കില്ല് മറ്റെന്തെങ്കിലും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ജോലി കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി പാരൻസിനുണ്ട്. പക്ഷേ സ്പോർട്സിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ജോലി വാഗ്ദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കാൻ ആരെങ്കിലും... നമ്മളിപ്പോൾ എല്ലാവരും നോക്കുന്നത് എന്താ, നമ്മൾ സ്പോർട്സ് കോട്ട, സർക്കാർ സ്പോർട്സ് കോട്ട, റെയിൽവേയിൽ സ്പോർട്സ് കോട്ട, സർവീസ് സ്പോർട്സ് കോട്ട. അതല്ല സ്പോർട്സ് കോട്ട. ദ സ്പോർട്സ് കോട്ട ഈസ് അവൈലബിൾ ഇൻ എവറി പ്രൈവറ്റ് ഓർഗനൈസേഷൻ. CSR ഫണ്ട് ഈസ് അവൈലബിൾ. ഇന്ന് CSR ഫണ്ട് നല്ല രീതിയിലുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സ്പോർട്സിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ ആ ജോബിൻ്റെ കാരിയർ, ഒരാളുടെ കാരിയർ നന്നായി പോകും. അത് പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ എത്രയോ കാരിയർ ഉണ്ടല്ലോ സ്പോർട്സുകാർ. അപ്പോൾ പണ്ട് ഗവൺമെൻറ്റേ ഉള്ളൂ, ഗവൺമെൻറ് പോലീസിൽ കയറുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറുക, ഇതൊക്കെയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഫുട്ബോൾ ടീം, ഇലക്ട്രിസിറ്റി ബോർഡിൽ ബാസ്കറ്റ് ടീം, ഇങ്ങനെയായിരുന്നു ടീം. ആ കാലത്ത് എൻ്റെ കൂടെ ഉള്ള പല ആൾക്കാരും ഇലക്ട്രിസിറ്റി ബോർഡും ടൈറ്റാനിയം ഒക്കെ ആയിരുന്നു ഫുട്ബോൾ ടീമായിരുന്നു. കാരണം എല്ലാ അന്നത്തെ പബ്ലിക് സെക്ടർ കമ്പനീസും ടീം എടുക്കുമായിരുന്നു. ടുഡേ ഈസ് നോ മോർ ദെയർ. അവർക്കാർക്ക് ടീമും ഇല്ല. അപ്പം ഗവൺമെൻറ് സ്പോർട്സിൽ ഫോക്കസ് കൊടുക്കുന്നത് 3-4 കാര്യത്തിൽ. ഒന്ന്, ടു മേക്ക് ദം ബെറ്റർ സിറ്റിസൻസ്. നല്ല കേരളത്തിലുണ്ടാകുന്ന കുട്ടികൾ ഏറ്റവും നല്ല കുട്ടികളായിരിക്കും, നല്ല സിറ്റിസൻസ്, നല്ല. അപ്പം ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവർക്ക് സ്പോർട്സിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പം കുട്ടികൾ ഡ്രഗ്സിലോട്ട് പോകുന്ന കാര്യം കുറയും. ഈ ഡ്രഗ്സിനെ കംപ്ലീറ്റ് ഒഴിവാക്കാനായിട്ട് കുട്ടികളെ സ്പോർട്സിലോട്ട് വിട്ടാൽ, അത് സ്വിമ്മിങ് ആവട്ടെ, സൈക്ലിംഗ് ആവട്ടെ, ഇപ്പോൾ പുതിയൊരു സ്പോർട്സ് വരുന്നുണ്ട്. ഞാൻ ഒരു മാസം മുമ്പ് സെമിനാർ അറ്റൻഡ്, സ്പോർട്സ് വലിയ രീതിയിൽ വരുവാണ്. ആൻഡ് ഇറ്റ് ഇസ് ഈ സ്പോർട്സ് ഒളിമ്പിക്സ് ഇസ് ഇൻ 2027 ഇൻ സൗദി അറേബ്യ. സൗദി കിങ് ആണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കളിക്കുന്ന ഗെയിമില്ലേ, അതിന് ഒരു വലിയ നേച്ചറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റ് ഇസ് പാർട്ടിസിപ്പേറ്റീവ് ഗെയിം. യു ക്യാൻ ഓൾസോ പ്ലേ. സ്പോർട്സാണ്. അപ്പോൾ സ്പോർട്സ് പോലുള്ള സാധനം നമ്മൾ ആൾക്കാരെ കൂടെ, അല്ലാതെ ഇപ്പം എന്താ പറയുക, പിള്ളേർ ഇപ്പം മൊബൈൽ എടുത്തിട്ട് ഗെയിം കളിക്കുന്നു, അതല്ല സ്പോർട്സ്. ഇതിന് വേറൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. സ്പോർട്സിന് കുറച്ചുകൂടെ ഇൻ്റലിജൻസും നമ്മൾ സ്ട്രാറ്റജിയും ഒക്കെ വേണം. അത് കളിക്കുന്ന വലിയ സ്റ്റേഡിയത്തിൽ ഒരു വലിയൊരു വാള്, ഞാൻ അത് കണ്ടായിരുന്നു, കൊറിയയിൽ അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്ത് വലിയൊരു വീഡിയോ വാളിൽ സ്റ്റേഡിയം മൊത്തം ഇരുന്ന് കളിക്കുകയാണ് ആ ഗെയിം. അത് വരണം. സ്പോർട്സ് വരുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവും. മൊബൈൽ കളിക്കുന്ന കളിയൊക്കെ പോവും. അപ്പോൾ ദേ ആർ മോർ ഫോക്കസ്ഡ്. അതുപോലെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് കുറച്ചുകൂടെ ഫോർവേഡ് തിങ്കിങ് ആയിട്ട് നമുക്ക് കേരള ഈസ് ഓൾവേസ് എൻ എക്സാമ്പിൾ ടു ഓൾ ഓവർ ഇന്ത്യ. അവർ എപ്പോഴും പറയുന്നതാണ്, ലുക്ക് അറ്റ് കേരള, വൈ ആർ ദി ഡൂയിങ് വെരി വെൽ ഇൻ സ്പോർട്സ്, വൈ ആർ ദി നമ്പർ 1 ഇൻ സ്പോർട്സ്, ദ ഫുട്ബോൾ ടീം ഈസ് വെരി ഗുഡ്, ദ വോളിബോൾ ടീം ഈസ് വെരി ഗുഡ് എന്നൊക്കെ എല്ലാവരും പറയും. എല്ലായിടത്തും പറയുന്നത് PT ഉഷ നമ്മൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. നമുക്ക് പിന്നെ വേറെ PT ഉഷ ഇറക്കാൻ പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് പറ്റും, പക്ഷെ അതിനുള്ള ഒരു കോച്ചസിനെ കൊണ്ടുവരിക, അതിനെപോലെ ഡെഡിക്കേറ്റഡ് കോച്ചസിനെ പുറത്തുനിന്ന് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പം വെരി സ്ട്രാറ്റജിക് ആണ്, വെരി ഹൈലി ടെക്നോളജി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുപോലെയുള്ള കോച്ചസിനെ കൊണ്ട്, ഈവൻ സ്റ്റാർട്ടർ ആയാലും ശരി, ഓടുന്ന രീതി ആയാലും ശരി, അവിടെ ത്രസ്റ്റിന് പോലും അതിന് കോച്ചസ് ഉണ്ട്. എങ്ങനെ വിൻഡിനെതിരായിട്ട് ഓടുന്നത്, അതിന് പോലും ത്രസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് പോലും നമ്മൾ കണ്ടാൽ കാര്യം, അവർ ഇടുന്ന ഡ്രസ്സൊക്കെ എന്ത് തിന്നാണറിയാം. ആ ഒരു ഡ്രസ്സിന് വെയിറ്റ് കൂടിയാൽ പോലും സംഭവം തെറ്റും. ദാറ്റ് ഈസ് ദ വേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്താൽ സ്പോർട്സ് ഈസ് ഓൾസോ ക്യാൻ മേക്ക് യു എ ബെറ്റർ ഹ്യൂമൻ ബീങ്. നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ സ്പോർട്സും കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺസിഡറേഷൻ കിട്ടും. ഇപ്പം ഞാൻ വരുന്ന ഇൻ്റർവ്യൂസിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം ചോദിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് യുവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? പ്രത്യേകിച്ചൊന്നുമില്ല സർ എനിക്കും. വേറെ ആൾ ചോദിക്കുമ്പോൾ പറയും, സർ ഞാൻ വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കും, വേറെ എന്ത് കളി കളിക്കും, ഞാൻ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവൻ്റെ അടുത്തുള്ള ഒരു സ്നേഹം കൂടുന്നു. അപ്പോൾ അവന് കുറച്ചുകൂടെ മാർക്ക് കിട്ടുന്നു. കാരണം അവന് ദിസ് ബോയ് വിൽ ബി എ ഗുഡ് പേഴ്സൺ ഫോർ ദ ഓഫീസ്. വേറെ ഒന്നും ഉണ്ടല്ല, ഹീ ഈസ് എ മാൻ ഓഫ് സിറ്റുവേഷൻസ്. ഏത് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും പയ്യൻ. അത് സ്പോർട്സുകാർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. സോ സ്പോർട്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പം നമ്മളിവിടെ മെസ്സിയെ കൊണ്ടുവരാൻ പറയുന്നു, കൊണ്ടുവരുന്നൊരു തെറ്റൊന്നുമില്ല. മെസ്സിയെ കൊണ്ടുവരുമ്പം ആ സ്പോൺസേഴ്സിന് 200-250 കോടി രൂപ ചിലവാണ്. ആർക്കാണ് ഇത് കാണാൻ പോകുന്നത്? തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ആയിരിക്കും കളി വരുന്നത്. ഇത്രയും പേരാണ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടീമിനൊക്കെ കൊണ്ടുവരുന്നത്.
ഈ സ്പോൺസേഴ്സ് ഇത്രയും രൂപ മുടക്കുന്ന സ്പോൺസേഴ്സിൻ്റെ ഒരു 10% എമൗണ്ട് നമുക്ക് കേരളത്തിലെ കുട്ടികൾ, ഹോസ്റ്റലിലെ കുട്ടികൾക്കും മറ്റവർക്കും ഇച്ചിരി നല്ല രീതിയിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത്, നല്ല രീതിയിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്, നല്ല രീതിയിൽ കോച്ചിനെ വെച്ച് ഓടിച്ചാൽ ഈ കുട്ടികൾ ഇതിനാലും പെർഫോം ചെയ്യും. മനസ്സിലായില്ലേ? എനിക്ക് മെസ്സി വരുന്നൊരു വിരോധമേ ഇല്ല, വരുന്ന സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതേ ഇരിക്കുന്ന ആൾക്കാർ ഈ സ്പോൺസേഴ്സിനെ കൊണ്ട് നിങ്ങൾ മുടക്കുന്ന ഒരു 10% ഇതിനും കൂടെ മാറ്റി കേരളത്തിലെ കുട്ടികൾക്കും കൂടെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മളിപ്പോഴും ഫുട്ബോൾ ഫോക്കസ് ചെയ്താൽ ഫുട്ബോളേ വളരെയുള്ളൂ. ഇപ്പോൾ എന്ത് പറ്റി, ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ എവിടെ ഗ്രൗണ്ടിൽ ചെന്നാലും ക്രിക്കറ്റാണ്. കാര്യം അതിന് ബാക്കി ഒരു സ്പോർട്സ് ആരും കവർ ചെയ്യുന്നില്ല, ഒരു ടെലിവിഷൻ ചാനൽ കവർ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കേരള ഒളിമ്പിക് അസോസിയേഷൻ ഞങ്ങൾക്ക് സ്പോർട്സ് മാഗസിൻ ഉണ്ട്, എല്ലാ മാസവും ഇറങ്ങുന്ന സ്പോർട്സ് മാഗസിൻ. ഇപ്പോൾ സ്പോർട്സ് മാഗസിൻ ഇല്ലാത്തൊരു കാലം നമുക്ക് സ്പോർട്സ് മാഗസിൻ ഉണ്ട്, നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, എല്ലാ സ്പോർട്സ് ഞങ്ങൾ കവർ ചെയ്യും. അപ്പോൾ അതിന് യൂട്യൂബ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് നാളെ നിങ്ങളെ വീട്ടിൽ ഇരുന്ന പാരൻസിനെ കാണാം, എല്ലാവരും. കാര്യം അവർക്ക് കാണാം. ഇപ്പോൾ റോളർ സ്കേറ്റിങ്, ഇപ്പം റോളർ സ്കേറ്റിംഗ് ചെയ്യുന്ന കുട്ടികൾ ഒരു സൈഡിൽ റോളർ സ്കേറ്റ് നിങ്ങൾ കാണുന്നുണ്ട്, റോളർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, സൈക്ലിംഗ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇതിനൊന്നും പല ചാനൽ കവർ ചെയ്യില്ല. പിന്നെ ഞങ്ങളിപ്പം തുടങ്ങിയിരിക്കുന്ന വേറൊരു കാര്യം, മാർജിൻ ഫ്രീ ഷോപ്സ്. നമ്മൾ പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ സ്പോർട്സിൻ്റെ സാധനം വാങ്ങിക്കുന്ന എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ റോളർ സ്കേറ്റിംഗ് ഷൂസിന് 2000, 1500, 2000, 3000 രൂപ ഒക്കെ വില വരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് സെയിം ബ്രാൻഡുള്ള ഷൂസ് സെയിം ഇരിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങളുടെ 10% മാർജിൻ ഇട്ടിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ വിൽക്കുന്നത് 800 രൂപയ്ക്കാണ്. അവിടെ ഇപ്പോൾ ഞങ്ങളുടെ മാർജിൻ ഫ്രീ സ്പോർട്സ് ഷോപ്പ് ഉള്ളത് കൊച്ചാർ റോഡ് നെക്സ്റ്റ് ടു അലകാപുരി. എല്ലാ ജില്ലയിലും ഞങ്ങൾ തുടങ്ങുക. ബിക്കോസ് വേറെ ഒന്നുമില്ല, സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് മേക്ക് സ്പോർട്സ് കിറ്റ് അവൈലബിൾ അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. അവിടെ ഞങ്ങൾക്ക് ഷൂസ് ഉണ്ട്, ഷൂസ് എല്ലാം 500-600 രൂപയേ ഉള്ളൂ. എല്ലാ സാധനമുണ്ട്, ടീഷർട്ടുണ്ട്, ഹോക്കി സ്റ്റിക്ക് ഉണ്ട്, ഷട്ടിൽ കോക്ക് ബാക്കി പുറത്ത് വാങ്ങിക്കുമ്പം 1600 രൂപ, നമ്മൾ 1200-300 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. വി ആർ ടേക്കിംഗ് ഓൺലി 10% മാർജിൻ ആൻഡ് വി ആർ ഗോയിങ് ടു എവറി സ്കൂൾ ആൻഡ് പ്രൊമോട്ടിംഗ് സ്പോർട്സ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 2 lakhs to 10 lakhs സ്റ്റുഡൻസിനെ സ്പോർട്സിൽ കൊണ്ടുവന്നാൽ നമുക്കൊരു 5000 നമ്മളിപ്പം ഈ റിട്ടയർ ചെയ്ത് കിടക്കുന്ന ഈ പല അവരെ കാലം കഴിഞ്ഞുള്ള പ്ലെയേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ എംപ്ലോയ്മെൻ്റ് ആവും. 5000 പേരെ എംപ്ലോയ് ചെയ്യാൻ പറ്റും. they will get stipend or remuneration കിട്ടും. So that is what we are trying to do now. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനടുത്തായിട്ട് ഒരു ഷിപ്പ് യാർഡ് വരുന്നതിനെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു. അപ്പം അത് കുറേ പേര് പറയുന്നു അത് കൊണ്ടുവരരുത്, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് പ്രശ്നമാണ്, സംഭവമാണ്. അപ്പം എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അത് എനിക്ക് തോന്നുന്നത് കുറേ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സ് ഏത് വികസനം വന്നാലും അത് സ്വീകരിക്കുന്നതായിരിക്കും. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ. പക്ഷെ കൊണ്ടുവരുന്ന സാധനം സസ്റ്റെയിനിങ് ആയിരിക്കണം. ഇപ്പം അവിടെ ഇതുണ്ട്, നമുക്കിത് വേണം, അങ്ങനെ ഞാൻ അത് ഒരിക്കലും എഗ്രി ചെയ്യത്തില്ല. ഷിപ്പ് യാർഡ് വരണം, ഷിപ്പ് യാർഡ് വരുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, വരുന്നതിൽ ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ ഷിപ്പ് യാർഡ് വരുമ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, എല്ലാ സാധനത്തിനും പ്രോബ്ലംസ് കാണും. പക്ഷെ 100% അത് ആ പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള സാധനം വന്നാൽ നമുക്ക് ഷിപ്പ് യാർഡ് വരുന്ന വിരോധമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഷിപ്പ് യാർഡുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന പൊല്യൂഷൻ പ്രോബ്ലം ഉണ്ട്, ഓയിൽ സ്ലിക്കിൽ ഓയിൽ പൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പം വേറെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം, പ്രത്യേകിച്ച് കോളം ആ ഏരിയയിൽ, പൂവാർ ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ ഷിപ്പ് യാർഡ് വന്ന് ആ ഇൻഡസ്ട്രി പോകരുത്. അപ്പോൾ ആ ഇൻഡസ്ട്രി അവസരം നശിക്കും. അപ്പോൾ ആ ഇൻഡസ്ട്രി ഇപ്പോൾ കോളം എന്ന് പറഞ്ഞാൽ വേൾഡ് മാപ്പിൽ കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രി നമ്മൾ ഷിപ്പ് യാർഡ് വന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഷിപ്പ് യാർഡിന് വരുന്ന പൊല്യൂഷൻ കൊണ്ട് വരാം. അപ്പോൾ ആൾക്കാർ പറയുന്നു സൗത്ത് കൊറിയയിൽ ഷിപ്പ് യാർഡുണ്ട്, ജപ്പാനിൽ ഷിപ്പ് യാർഡുണ്ട്, സിംഗപ്പൂരിലുണ്ട്. പക്ഷേ ഈ 3 സ്ഥലത്തും ബീച്ച് ടൂറിസം ഇല്ല. ബീച്ച് ടൂറിസം വേണം. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞത് യു ഗിവ് മി എ ഡോക്യുമെൻറ്റ് സേയിങ് ദാറ്റ് ഷിപ്പ് യാർഡ് വന്നാൽ പൊല്യൂഷൻ വരില്ല എന്നുള്ള ഒരു നല്ലൊരു ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നോക്കുന്നത് യാതൊരു വിരോധമില്ല, ഞങ്ങൾ തയ്യാറാണ്. അതിന് വേണമെങ്കിൽ ഞങ്ങൾ പോയി ഷിപ്പ് യാർഡ് ഒരു വിധം കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടൂറിസം ഇൻഡസ്ട്രിക്കാരെ കോൺഫിഡൻസ് എടുത്ത് ഇത് ഒരു ശല്യം ചെയ്യില്ലാണ് അവർക്ക് പറയണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ടൂറിസം ഇൻഡസ്ട്രിക്കാർ മൊത്തം നമ്മളുമായിട്ട് തെറ്റും. കാരണം അവർ ഉദ്ദേശിക്കുന്നത് എന്താ, അവരെ ഇൻഡസ്ട്രി കൊല്ലാനായിട്ട് നമ്മൾ വേറൊരു ഷിപ്പ് യാർഡ് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ലെവൽ ഹെഡഡായിട്ട് ചിന്തിക്കുക. ഇതിനെ നമ്മൾ ആരെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചാൽ എല്ലാ ആൾക്കാരും വേണം. നമ്മൾ ചെയ്യുന്ന സാധനം തിരുവനന്തപുരത്തോട് പൊല്യൂട്ടിങ് ആയിട്ടുള്ള സാധനം വേണ്ട. നമുക്ക് IT വരട്ടെ, നോൺ പൊല്യൂഷനാണ്, ഒരു പ്രോബ്ലം ഇല്ല. IT വരട്ടെ, ഡാറ്റ ബാങ്ക് വരട്ടെ, എന്ത് വേണം വരട്ടെ, അല്ലെങ്കിൽ ചിപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി വരട്ടെ, വി ഹാവ് നോ പ്രോബ്ലം. വിഴിഞ്ഞം പോർട്ട്
അവിടെ ഇത് വരുമ്പോൾ ക്രൂയിസ് ലൈനേഴ്സ് വരാൻ തുടങ്ങും. ക്രൂയിസ് ലൈനേഴ്സ് വരുമ്പോൾ ടൂറിസമാണ്. ആൾക്കാർ അത്രയും ടൂറിസ്റ്റ് വരും. ക്രൂ ചേഞ്ച് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇപ്പം ഇടയ്ക്ക് ഒരു കേസ് വന്ന് നിന്ന് പോയതാണ്. തിരിച്ചത് റിവൈവ് ചെയ്യണം. അപ്പം തിരുവനന്തപുരത്തിന് വേണ്ടി വരുന്ന ഏത് വികസനവും തുറന്ന കൈ കൊണ്ട് സ്വീകരിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു വിരോധമില്ല. ബട്ട് 100% വേറൊരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രി ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻഡസ്ട്രി വരാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മളെ ബോധ്യപ്പെടുത്താൽ, നമ്മളെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ഞങ്ങൾ അതിനെ അവരുടെ കൂടെ കാണും. പക്ഷേ മറ്റേ ഇൻഡസ്ട്രി ആൾക്കാരെയും കൂടെ നമ്മൾ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അവരെയും കൂടെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കാൻ. അല്ല ഒരു ആൾക്കാർ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ മൊത്തം ഇരുന്ന് ഇത് വേണമെന്ന് പറയുന്നു, ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പറ്റൂലാന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്കാരാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരെയും കൂടെ വിശ്വാസത്തോടെ എടുത്ത് ചർച്ച ചെയ്ത ശേഷം ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ സമീപനം. നമ്മളൊന്ന് ഒരുപാട് കാര്യങ്ങൾ ട്രിവാൻഡ്രത്തിനെ പറ്റിയും കേരളത്തിനെ പറ്റിയും ഒക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഈസ് ഗ്രോയിങ്, പതുക്കെയാണെങ്കിലും വളരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ ഫോർ ബീയിങ് പാർട്ട് ഓഫ് 42 പോഡ്കാസ്റ്റ്. ഇറ്റ് ഈസ് എ പ്ലഷർ ടു ബി വിത്ത് യു. നല്ല സന്തോഷം. കാരണം ഞാനിത് ഇത്രയും കാഷ്വലായിട്ട് നമ്മൾ മനസ്സ് തുറന്ന് പറഞ്ഞു പോകുന്ന, മനസ്സിൻ്റെ അകത്തുള്ള കാര്യം പറയുമ്പം ഇതിനകത്ത് ഒരിക്കലും സെൻസറിങ് ഇല്ല. യു ആർ കാഷ്വലി ആസ്കിങ് എ ക്വസ്റ്റ്യൻ. എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യം ഞാൻ തുറന്ന് പറയുന്നു. അത് എനിക്ക് നല്ലൊരു സമീപനമാണെന്ന് എനിക്ക് തോന്നി. ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് യു വിൽ ഡു വെൽ. വിഷിംഗ് യു ഓൾ ദ സക്സസ്. Thank you so much.